ഹലോ, ഓഡിബിൾ ആണോ? ഒന്ന് കമന്റ് ചെയ്യാമോ? ഓഡിബിൾ ആണോ? ഓക്കെ, കമന്റ് ചെയ്യുന്നുണ്ട്. ഓഡിബിൾ ആണ്. ഓക്കെ, അക്ഷയ, മരിയ, അശ്വിൻ ഒക്കെ കമന്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഓക്കെ. അപ്പൊ ഗുഡ് ഈവനിങ്. നമ്മള് ഇന്ത്യൻ ജോഗ്രഫി ആണെന്ത് ഇന്ന് ടോപ്പിക് അല്ലേ? ഇന്നത്തെ ടോപ്പിക് റെഡിയല്ലേ എല്ലാവരും? ഓക്കെ, ഷിഹാബുദ്ദീൻ ഗുഡ് ഈവനിങ്. ഓക്കെ, ശരത് ഗുഡ് ഈവനിങ് പറയുന്നുണ്ട്. ഓക്കെ, വൺ ഓഫ് ദ അല്ലെ ഭയങ്കര വാസ്റ്റ് ആയിട്ടുള്ള സബ്ജക്ട്സ് ആണ് ഇന്ത്യൻ ജോഗ്രഫി അല്ലെങ്കിൽ ജോഗ്രഫി എന്ന് പറയുന്നത് അല്ലെ. ഒത്തിരി കാര്യങ്ങൾ, ഒരുപാട് ടേംസ് നമുക്ക് പഠിക്കാനുണ്ട്. പക്ഷെ അതിനകത്ത് കുറച്ച് ഇമ്പോർട്ടൻസ് കൂടിയ കാര്യങ്ങളുണ്ട്. എങ്ങനെയാണ്, എന്തൊക്കെയാണ് അതിന്റെ രീതികൾ, പഠിക്കേണ്ടത് എങ്ങനെയൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ സമയം കളയേണ്ടത് നമുക്ക് ഫസ്റ്റ് ഓക്കെ, കാവ്യ, ശരത് ഒക്കെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. ഫസ്റ്റ് നമുക്ക് ഇന്ത്യൻ ജോഗ്രഫിയിലേക്ക് കടക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഏറ്റവും ബേസിക് ആയിട്ട് ഇൻട്രൊഡക്ഷൻ ആയിട്ട് നമുക്ക് പറയാം. ഓക്കെ, ഇന്ത്യനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഇന്ത്യൻ ജോഗ്രഫി നമ്മൾ അത് ഡിസ്കസ് ചെയ്യാം. വേൾഡ് ജോഗ്രഫി അല്ല, നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ ജോഗ്രഫിനെ കുറിച്ചാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഓൾറെഡി അറിയാം ഇന്ത്യ ഹാസ് 28 സ്റ്റേറ്റ്സ്, 8 യൂണിയൻ ടെറിട്ടറി ഉണ്ടെന്ന് നമുക്കറിയാം അല്ലെ. ഇന്ത്യ ഈസ് ദ 7th ലാർജസ്റ്റ് കൺട്രി ഇൻ ദ വേൾഡ് അല്ലെ. നമ്മൾ എപ്പോഴും ചെറുപ്പം തൊട്ടേ കേൾക്കുന്ന ഒരു കാര്യമാണ് ഇന്ത്യ എത്രാമത്തെ വലിയ രാജ്യമാണ്. പക്ഷെ അതൊക്കെ റിലവന്റ് ആയിട്ട് ചോദ്യമല്ല. കാരണം അതൊക്കെ എന്താണ്, ഇനി ഒരു കോമ്പറ്റീവ് എക്സാംസിനും ചോദിക്കാൻ സാധ്യത, കാരണം അത്രത്തോളം ഏറ്റവും ബേസിക് ആയ ചോദ്യങ്ങളാണ്. പക്ഷെ അങ്ങനെ ചോദിക്കില്ല. പക്ഷേ മറ്റൊരു രീതി ചിന്തിക്കുകയാണെങ്കിൽ ഈ കാണുന്ന ഓർഡർ അല്ലെ, നമ്മൾ ഫസ്റ്റ് ഏറ്റവും വലിയ രാജ്യം എന്താണ്, അതുപോലെ ബേസിക് ആയിട്ടുള്ള രാജ്യമാണ്. ഓൾമോസ്റ്റ് എന്താണ്, ഒത്തിരി പേർക്ക് അറിയാവുന്ന ഒരു ചോദ്യമാണെന്ത്, ഏറ്റവും വലിയ രാജ്യം ഏതാണെന്ന് വെച്ചാൽ അത് റഷ്യയാണ്. പക്ഷെ ചിലപ്പോൾ എന്തൊക്കെ ചോദിക്കാം, 5th ലാർജസ്റ്റ് കൺട്രി ഇൻ ദ വേൾഡ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യും? പറ, 5th ലാർജസ്റ്റ് കൺട്രി ഇൻ ദ വേൾഡ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യും? പെട്ടുപോയില്ലേ? അപ്പം പെട്ടു പോകരുത്. എന്താണ്, റഷ്യ, കാനഡ, ചൈന, USA, ബ്രസീൽ ആണെന്ത് 5th ലാർജസ്റ്റ് കൺട്രി എന്ന് പറയുന്നത്. അപ്പൊ അതുപോലെ എന്താണ്, ആദ്യത്തെ ടോപ്പിലുള്ള ഒരു 8 രാജ്യങ്ങൾ എന്താണ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. ഇത് ഏറ്റവും ആദ്യത്തെ കാര്യം. കാരണം നമ്മൾ വിചാരിക്കും എന്താണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള റഷ്യ മാത്രം ചോദിക്കണം, അങ്ങനെയല്ല, predict ചെയ്യാൻ പറ്റില്ല. മേ ബി എന്താണ്, മേ ബി 2nd ലാർജസ്റ്റ് എന്താണ് കൺട്രി ഇൻ ദ വേൾഡ് എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ 3rd ലാർജസ്റ്റ് കൺട്രി ഇൻ ദ വേൾഡ്, അല്ലെങ്കിൽ എന്താണ് അറേഞ്ച് ദ ഫോളോയിങ് കൺട്രീസ് ഇൻ ദ എന്താണ് അസെൻഡിങ് ഓർ ഡിസെൻഡിങ് ഓർഡർ, എന്താണ് ബൈ എന്താണ് ഏരിയ വൈസ് എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാം. അപ്പൊ നമുക്ക് ഈ കാണുന്ന ആദ്യത്തെ ഒരു ടോപ്പ് 8 എണ്ണമെങ്കിലും നമ്മൾ മിനിമം എന്താണ് പഠിച്ചു വെക്കണം. അപ്പൊ ഫസ്റ്റ് എന്താണ്, റഷ്യ ആണെന്ന് ഏറ്റവും വലിയ രാജ്യം. സെക്കൻഡ് എന്താണ്, കാനഡ. തേർഡ് ചൈന. ഫോർത്ത് USA. ഫിഫ്ത്ത് എന്താണ്, ഫിഫ്ത്ത് ബ്രസീല്. സിക്സ്ത് റീസെന്റ് ആയിട്ടൊരു കോമ്പറ്റീവ് എക്സാമിൽ ചോദിക്കുകയാണ്, ആറാമത്തെ ഏറ്റവും വലിയ രാജ്യം അല്ലെങ്കിൽ ഇന്ത്യ തൊട്ട് മേലുള്ളതാണ് ഓസ്ട്രേലിയ ആണെന്ന് 6th ലാർജസ്റ്റ് കൺട്രി ഇൻ ദ വേൾഡ്. ഏഴാമതാണെന്ന് നമ്മുടെ ഇന്ത്യ വരുന്നത്. ആൻഡ് ലാസ്റ്റ് 8ാമതായിട്ട് വരുന്നതാണെന്ന് അർജന്റീന എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അറിയാമായിരുന്നോ? നിങ്ങൾക്ക് ഒന്നാമത്തെ അതുപോലെ ഏഴാമത്തെ അല്ലാണ്ട് ബാക്കി 1, 2 ഒക്കെ അറിയായിരിക്കും അല്ലെ. ബാക്കിയുള്ള അറിയായിരുന്നോ? 3, 4, 5, 6, 7 ഒക്കെ അറിയായിരുന്നോ? ബാക്കിയുള്ള രാജ്യങ്ങൾ അറിയായിരുന്നോ? അറിയായിരുന്നോ? ഇനി അതുപോലെ ഏറ്റവും സ്മോളസ്റ്റ് ഏതാണ്? ഏറ്റവും സ്മോളസ്റ്റ് വത്തിക്കാൻ സിറ്റി ആണ് ഏറ്റവും സ്മോളസ്റ്റ്. ശരത്ത് പറഞ്ഞ അറിയില്ല അല്ലെ. ചോദിച്ചിരുന്നെങ്കിലോ, എക്സാമിന് ചോദിച്ചിരുന്നെങ്കിലോ അല്ലെ. അച്ഛനൊന്നും അറിയാം. ഏറ്റവും വലുതും ഏഴാമത്തെ മാത്രമാണെന്ന് നമ്മൾ ഇത്രയും കാലം പഠിച്ചുകൊണ്ടിരുന്നത് അല്ലെ. അപ്പൊ ബാക്കിയുള്ള കൂടെ നമുക്ക് നോട്ട് ചെയ്ത് വെക്കണം. അതുപോലെ ഏറ്റവും സ്മോളസ്റ്റ് ഏതാണ്? ഏറ്റവും സ്മോളസ്റ്റ് ഉള്ളത് വത്തിക്കാൻ സിറ്റി ആണ്. ഓക്കെ, വത്തിക്കാൻ സിറ്റി ആണെന്ന് ഏറ്റവും സ്മോളസ്റ്റ്. ഇനി നമുക്കറിയാം ഇന്ത്യ 7th ലാർജസ്റ്റ് കൺട്രി ഇൻ ദ വേൾഡ് ആണ് നമുക്കറിയാം. ഓക്കെ, എന്താണ് ലോകത്തിലെ 7ാമത്തെ രാജ്യമാണ്. പക്ഷേ ഏരിയ വൈസ് പെർസെന്റേജ് വൈസ് എത്രയായിരിക്കും? വെറും 2.4% മാത്രത്തിലാണ്. വെറും 2.4%. ഇന്ത്യ ഓക്യുപ്പൈസ് 2.4% ഓഫ് ദ വേൾഡ്സ് ലാൻഡ് ഏരിയ. ലോകത്തിന്റെ 100% എടുക്കുവാണെങ്കിൽ അത് വെറും 2.4 അല്ലെങ്കിൽ എന്താണ് വെറും 2.5% മാത്രമാണത് ഇന്ത്യയുടെ എന്താണ് പെർസെന്റേജ് വൈസ് ഉള്ള ഒരു ലാൻഡ് ഏരിയ എന്ന് നമ്മൾ പറയുന്നത്. അതുപോലെ പോപ്പുലേഷൻ നമ്മൾ സെൻസസിൽ ഓൾറെഡി പഠിച്ചായിരുന്നു. പോപ്പുലേഷൻ 17.5 ആട്ടോ. 17.5% ആണത് നമ്മുടെ
വേൾഡ് തന്നെ ടോട്ടൽ ഇപ്പോഴത്തെ കണക്കല്ല 2011 സെൻസസിലെ കണക്ക് വെച്ചാട്ടോ. ഇപ്പോഴത്തെ സെൻസസിലെ കണക്ക് പുറത്തു വന്നിട്ടില്ല. അപ്പൊ എന്താണ്, അപ്പൊ കുറച്ചും കൂടെ കൂടും. ഓക്കെ, വേൾഡ് പോപ്പുലേഷൻ എന്ന് വെച്ചാൽ 17.5% ഓഫ് ദ വേൾഡ് പോപ്പുലേഷൻ എവിടെയാണ്, അതും ഇന്ത്യയിൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ബേസിക് ആയിട്ട് ഇന്ത്യയുടെ കുറച്ച് ഫീച്ചേഴ്സ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത് കേട്ടോ. ഓക്കെ, അടുത്താണ് നമ്മുടെ വേൾഡ് മാപ്പാണ് ഈ കാണുന്നത് അല്ലെ. നമ്മൾ ഏകദേശം ഈ ഒരു ഭാഗത്തായിട്ട് കാണും അല്ലെ. ഇവിടെയാണ് നമ്മുടെ ഇന്ത്യ ഉള്ളത് കേട്ടോ. ഇവിടെയാണ് നമ്മുടെ ഇന്ത്യ. ഓക്കെ, ഈ ഭാഗത്താണ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അതെ, ഈ കാണുന്ന ഈ ഒരു ഏരിയയിലാണ് നമ്മുടെ ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് അല്ലെ. ഇവിടെ നമ്മൾ ഈ താഴെ ഈ മൂലയ്ക്കുണ്ടല്ലേ, ഈ കേരളത്തിന്റെ ഒരു സൈഡിൽ നമ്മൾ ഇപ്പുണ്ടല്ലേ. അപ്പൊ ഇന്ത്യ എവിടെ നോക്കി, നമ്മൾ വേൾഡ് മാപ്പ് ഇങ്ങനെ എടുത്തു നോക്കുക അല്ലെ. ഇങ്ങനെ എടുത്തു നോക്കുമ്പോൾ എന്താണ്, ഇതിനെ നമുക്ക് 2ആയിട്ട് തരംതിരിക്കാം, അല്ലെങ്കിൽ 4ആയിട്ട് തരംതിരിക്കാം അല്ലെ. നോക്കിക്കേ, ഇതൊരു നോർത്തേൺ, അല്ലെങ്കിൽ ഒരു സദേൺ, അല്ലെങ്കിൽ ഒരു എന്താണ് വെസ്റ്റേൺ, അല്ലെങ്കിൽ ഒരു ഈസ്റ്റേൺ അല്ലെ. 2ആയിട്ട് തരംതിരിക്കാൻ പാടില്ലേ, നിങ്ങൾക്ക് മാപ്പ് കാണാൻ പറ്റില്ലേ, 2 നിങ്ങൾ തരംതിരിച്ചിട്ടില്ലേ. ഇനി ഇന്ത്യ ഏത് ഒരു എന്താണ് ഇപ്പൊ 4ആയിട്ട് തരംതിരിക്കുകയാണെങ്കിൽ ഇപ്പൊ നമുക്ക് നോർത്ത് വെസ്റ്റേൺ, അതെ, നോർത്ത് വെസ്റ്റേൺ, എന്താണ് സൗത്ത് വെസ്റ്റേൺ, സൗത്ത് ഈസ്റ്റേൺ, നോർത്ത് ഈസ്റ്റേൺ. ഇന്ത്യ ഏതൊരു ഭാഗത്തായിരിക്കും കാണുന്നത്, ഇന്ത്യ കാണുന്നത് അല്ലെ. നമ്മൾ ഈ 4 ഡിവിഷൻ വരുവാണെങ്കിൽ ഇന്ത്യ എപ്പോഴും കാണുന്നത് എവിടെയാണ്, നോർത്ത് ഈസ്റ്റേൺ ഡിവിഷൻ അല്ലെ. നോർത്ത് ഈസ്റ്റേൺ ഡിവിഷൻ ആണ് ഇന്ത്യ കാണുന്നത്. അതുപോലെ ഈ കാണുന്ന സെൻട്രൽ കൂടെ കാണുന്ന ഈ ഒരു ലൈൻ ആണ് നമ്മൾ ഇക്വേറ്റർ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ലോകത്തിന് ഭൂമിനെ നമുക്ക് 2ആയിട്ട് കൃത്യമായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. എന്താണ്, ഒന്ന് നോർത്തേൺ ഹെമിസ്ഫിയറും ഒന്ന് സദേൺ ഹെമിസ്ഫിയർ അല്ലെ. നമ്മളൊരു ബോർഡ് എടുക്കുകയാണെങ്കിൽ കൃത്യം സെന്ററിൽ കൂടെ ഒരു വര വരച്ച് അതിനെ 2ആയിട്ട്, നമ്മൾ തേങ്ങ കുടയ്ക്കുമ്പോൾ കണ്ടിട്ട് തേങ്ങ 2ആയിട്ട് പകുക്കുമ്പോൾ എന്താണ്, അല്ലെ 2ആയിട്ട് നമ്മളിങ്ങനെ പകർത്തെടുക്കില്ലേ. അപ്പൊ അങ്ങനെ എന്താണ്, അതാണ് ഒരെണ്ണം നമ്മുടെ നോർത്തേൺ ഹെമിസ്ഫിയറും ഒരെണ്ണം നമ്മുടെ സദേൺ ഹെമിസ്ഫിയർ. ഇനി ഇതിനെ നമുക്ക് വേറൊരുണ്ട്, പ്രൈം മെറിഡിയൻ അല്ലെങ്കിൽ 0 ഡിഗ്രി ലോങ്ങിറ്റ്യൂഡ് എന്ന് പറയും. എന്താണ് പ്രൈം മെറിഡിയൻ അല്ലെങ്കിൽ എന്താണ് 0 ഡിഗ്രി ലോങ്ങിറ്റ്യൂഡ് എന്ന് പറയും. ഇതിനെ നമുക്ക് എന്താണ്, ഇങ്ങനെ നമുക്ക് 2ആയിട്ട് വിഭജിക്കാൻ പറ്റും. ഒരു ഈസ്റ്റേൺ ഹെമിസ്ഫിയറും ഒരു വെസ്റ്റേൺ ഹെമിസ്ഫിയർ ആയിട്ട് നമുക്ക് ഇതിനെ നമുക്ക് ഇങ്ങനെ വിഭജിച്ച് എടുക്കാൻ പറ്റും. ഓക്കെ, ഇങ്ങനെയുള്ള ലൈൻസിനാണ് നമ്മൾ ലോങ്ങിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഇങ്ങനെ ലൈൻസ് ആണ് നമ്മൾ ലാറ്റിറ്റ്യൂഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ലാറ്റിറ്റ്യൂഡ്സ്, ഇത് ലോങ്ങിറ്റ്യൂഡ്സ്. നമുക്ക് വേൾഡ് ജോഗ്രഫിയിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ജസ്റ്റ് ബേസിക് ആയിട്ട് എന്താണ്, നമ്മുടെ ഇന്ത്യയിലെ ജോഗ്രഫിക്കൽ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടി, ഇന്ത്യ എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത് പറയാൻ വേണ്ടിയാണ് ഈ ഒരു വേൾഡ് മാപ്പിലെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു ഇന്ത്യ നോർത്ത് ഈസ്റ്റേൺ ഹെമിസ്ഫിയറിലാണ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനുള്ളതാണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം. എന്താണെന്ന് വെച്ചാൽ നോക്കിയേ, ഞാൻ പറഞ്ഞു ഈ വേൾഡ് മാപ്പിൽ ഇങ്ങനെ എന്താണ് ഒത്തിരി ലോങ്ങിറ്റ്യൂഡ്സ് ഇങ്ങനെ പാസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ ഇന്ത്യയിൽ കൂടെ എന്താണ് ഒത്തിരി ലോങ്ങിറ്റ്യൂഡ്സ് പാസ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ പാസ് ചെയ്യുമ്പോൾ എന്താന്ന് നോക്കി, നമുക്ക് ഇതിനകത്ത് ഒരു പ്രത്യേക ഒരു ലാറ്റിറ്റ്യൂഡ് നോക്കി 82.5 ഡിഗ്രി പാസ് ചെയ്യുന്നുണ്ട്. എന്താണ് 82.5 ഡിഗ്രി? എന്താണ് 82.5 ഡിഗ്രി? അതായത് നമ്മുടെ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം സോൺ ആണ് ഈ കാണുന്ന 82.5 ഡിഗ്രി അല്ലെങ്കിൽ 30 ഡിഗ്രി എന്നൊക്കെ പറയുന്നത്. 82.5. ഓക്കെ, 82.5 എന്ന് പറയും. മൊത്തം എത്രയാണ്? മൊത്തം 360 ആയിട്ട് എന്താണ് നമ്മൾ ഈ ലോങ്ങിറ്റ്യൂഡ്സ് ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തൊരു 82ാമത്തെ ലാറ്റിറ്റ്യൂഡ് ആണ് നമ്മളെ ഇന്ത്യ പാസ് ചെയ്യുന്നത്. എന്തിനാണ് നമുക്ക് കൃത്യമായിട്ട് ഇന്ത്യയിലെ സ്റ്റാൻഡേർഡ് ടൈം ഒരു ടൈം സോൺ എന്തിനാണ്? ഒരു സെന്ററിൽ കൂടെ പാസ് ചെയ്യുന്ന ഒരു സ്റ്റാൻഡേർഡ് ടൈം നമുക്ക് എന്തിനായിരിക്കും? പറ, എന്തായിരിക്കും നമുക്കൊരു സ്റ്റാൻഡേർഡ് ടൈം? അറിയോ? അതായത് നമ്മുടെ ഭൂമി ഇങ്ങനെ കറങ്ങി വരുമ്പോൾ ആദ്യം നോക്കി, ആദ്യമേ ഈ ഒരു സൈഡിലാണ്, അതിൽ അരുണാചൽ പ്രദേശിന്റെ ഒരു സൈഡിലാണ് ആദ്യമേ നമുക്ക് എന്താണ് സൂര്യൻ ഉദിക്കുന്നത് അല്ലെ. അപ്പം ആ സമയത്ത് സൂര്യൻ ഉദിക്കുമ്പോൾ എന്താണ് അവിടെ രാവിലെ, അപ്പൊ നമ്മൾ ഒരാൾ പുറത്തിറങ്ങി നിന്നിട്ട് പറയുകയാണ് രാവിലെ നമ്മൾ എന്താണ് സൂര്യൻ ഉദിച്ചു വരുന്നു, സൂര്യനെ കണ്ടു, അപ്പൊ എന്താണ് എന്റെ ഇവിടെ 5 മണിയായെന്ന് പറയാണ്. പക്ഷെ എന്താണ് ഭൂമി ഇങ്ങനെ കറങ്ങി സൂര്യൻ ഈ കാണുന്ന ഗുജറാത്തിൽ എത്താൻ വേണ്ടി ഒത്തിരി ടൈം എടുക്കില്ലേ അല്ലേ? അപ്പൊ എന്താണ് ഇവിടെ സൂര്യൻ ഉദിച്ചു നോക്കുമ്പോൾ ഇവിടെ 5 മണിയാന്ന് പറഞ്ഞു. അതേസമയം ഗുജറാത്തിലെ സൂര്യൻ ഉദിച്ചിട്ടില്ല. അപ്പൊ അയാൾ പറയാണ് എനിക്കിവിടെ 5 മണിയല്ല, കാരണം എനിക്കിവിടെ സൂര്യൻ ഉദിച്ചിട്ടില്ല എന്ന് പറയാണ്. അപ്പൊ ശരിയാണോ? ശരിയാവോ? ആ ടൈം സോൺ സമയം മാച്ച് ആവോ? അതുപോലെ വൈകുന്നേരം ആദ്യമേ അരുണാചൽ പ്രദേശിൽ നേരത്തെ ഇരുട്ടായി പോകും, പക്ഷെ ഗുജറാത്തിൽ ഇരുട്ടാൻ കുറച്ചും കൂടെ ടൈം എടുക്കും. അതുകൊണ്ട് എന്താണ് എന്റെ സമയം എന്റെ അവിടെ 6 മണി ആയിട്ടില്ല, അല്ലെങ്കിൽ ഇവിടെ ഗുജറാത്തിൽ 6 മണി ആവുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ ശരിയാവോ? ഇല്ല അല്ലെ? കാരണം ഇന്ത്യ ഇങ്ങനെ നടക്കുന്നതുകൊണ്ട് എന്താണ് അവന്റെ നടക്കും? അങ്ങനെ ഇല്ല. കാരണം എന്താ? കാരണം നമ്മുടെ ഈ ഗുജറാത്തിന്റെ ഏരിയയിലും ഇവിടെ ഏരിയയിലും എല്ലാം കൂടെ എന്താണ് നമുക്ക് കോമൺ ആയിട്ട് നമ്മുടെ ഇന്ത്യ ഫുൾ ആയിട്ട് നമുക്ക് ഒരു കോമൺ ടൈം സോൺ വേണം. ഞാൻ പറഞ്ഞു നമ്മുടെ ലോങ്ങിറ്റ്യൂഡ്സ്, ഓക്കെ, നമ്മുടെ ലോങ്ങിറ്റ്യൂഡ്സ് ഇങ്ങനെ ഒരുപാട് പാസ് ചെയ്യണ്ടെന്ന് ഞാൻ പറഞ്ഞു. അതിനകത്ത് ഗുജറാത്തിൽ കൂടെ, ഓക്കെ, ഇത് നോക്കി, ഇതാണ് നമ്മുടെ ഇന്ത്യയുടെ ലാറ്റിറ്റ്യൂഡൽ ലൈൻസിന്റെ ഒരു ഇന്ത്യ എവിടെയാണ് ലൈ ചെയ്യുന്നതെന്ന് പറയുന്നതാണ് ഈ കാണുന്ന ഏരിയ. അതായത് ലൈസ് ബിറ്റ്വീൻ
8 degree 4 second, 8 degree 4 second എന്നാണ് പറയുന്നത്. 8 degree 4 second നോർത്ത് ടു 37 degree 6 second നോർത്ത്. അതായത് നമ്മൾ പറഞ്ഞു നോർത്ത് ഈസ്റ്റേൺ ഹെമിസ്ഫിയറിലാണ് നിൽക്കുന്നത്. ഓക്കെ, അപ്പൊ നോർത്തിന്റെ കാര്യം പറയാം. നോർത്തിന്റെ എന്താണ് ഈ ഒരു ഏരിയ ആണത്, ഏരിയ അല്ല, ഈ ഒരു ലാറ്റിറ്റ്യൂഡ്സ് ആണത് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. ഇനി അടുത്ത് പറയാൻ പോകുന്നത് ഈസ്റ്റേൺ 68 degree 7 degree ഈസ്റ്റ് ടു 97 degree 25 second ഈസ്റ്റ്. അതായത് ഏകദേശം ഓക്കെ ദേ ഈ കാണുന്നതാണത് 68 ഡിഗ്രി. ഓക്കെ, ഞാൻ വരയ്ക്കുവാണെങ്കിൽ എന്താണ് ദേ ഓക്കെ ഈ കാണുന്നതാണ് 68 ഡിഗ്രി 7 സെക്കൻഡ് എന്ന് പറയുന്നത്. ദേ ഈ കാണുന്നതാണെന്ത്, ഈ കാണുന്നതാണ് 97 ഡിഗ്രി 25 സെക്കൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഓരോ 15 ഡിഗ്രി മാറുമ്പോഴും 1 മണിക്കൂർ വ്യത്യാസം വരും. എത്രയാണ്? ഓരോ 15 ഡിഗ്രി മാറുമ്പോഴും 1 മണിക്കൂറിന്റെ വ്യത്യാസം ഉണ്ടാവും, അങ്ങനെ പറയുന്നു. ഓക്കെ, ഓരോ ഡിഗ്രി മാറുമ്പോൾ 4 മിനിറ്റ് വ്യത്യാസം ഉണ്ടാവും കേട്ടോ. ഒരു ഡിഗ്രി മാറുവാണെങ്കിൽ 4 മിനിറ്റിന്റെ വ്യത്യാസം ഉണ്ടാവും. അപ്പൊ എന്താണ് 15 ഡിഗ്രി മാറുവാണെങ്കിൽ എത്രയാണ്? അത് 1 മണിക്കൂറിന്റെ വ്യത്യാസം ഉണ്ടാക്കും. ഈ കാര്യം നോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് ആലോചിക്കുക, ഇവിടെ 68 മുതൽ ഏകദേശം 97 വരെ എത്ര ഡിഗ്രി ഡിഫറൻസ് ആണ്? ഏകദേശം ഒരു അപ്രോക്സിമേറ്റ് ആണ് പറഞ്ഞു. അതായത് 68 മുതൽ 97 വരെ ഏകദേശം ഒരു അപ്രോക്സിമേറ്റ് എത്ര ഡിഗ്രി വ്യത്യാസം കാണും? അതായത് മൈനസ് ചെയ്ത് നോക്കിയാൽ പോരെ. 97 മൈനസ് 68 ചെയ്യുമ്പോൾ ഏകദേശം ഒരു അപ്രോക്സിമേറ്റ് എത്രയാണ്? അപ്രോക്സിമേറ്റ്ലി ഒരു 30 ഡിഗ്രിയുടെ വ്യത്യാസമുണ്ട്. ശരിയാണോ? ശരിയാണോ? ഒരു 30 ഡിഗ്രി വ്യത്യാസം ഉണ്ടോ? ഒരു 30 ഡിഗ്രി വ്യത്യാസം ഉണ്ടോ? ഇല്ലേ? ഒരു 30 ഡിഗ്രി വ്യത്യാസം ഇല്ലേ? അല്ലേ? അതെന്താണ് കാരണം? അപ്പൊ 30 ഡിഗ്രി പറയുമ്പോൾ എത്രയാ? 2 മണിക്കൂർ അല്ലെ? 2 ഹവർ അല്ലെ? 2 മണിക്കൂർ വ്യത്യാസം വരുമോ ഇല്ലയോ? ശരിയാണോ? 2 മണിക്കൂർ വ്യത്യാസം വരും. അപ്പൊ ഞാൻ പറയുവാണ്, ഇവിടെ 6 മണി ആവുമ്പം ഇവിടെ എന്താണ്? ഇവിടെ 4 മണി ആയിട്ടുള്ളൂ, അങ്ങനെ പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ ഇവിടെ എന്താണ് 4 മണി ആവുന്നുള്ളൂ, അല്ലെങ്കിൽ ഇവിടെ 4 മണി ആകുമ്പോൾ ഇവിടെ 6 മണി ആയിട്ടുള്ളൂ, അങ്ങനെ പറയാൻ പറ്റുമോ നമുക്ക്? ഇല്ല. നമുക്ക് എന്താണ്? നമുക്ക് ഇന്ത്യയിൽ മൊത്തത്തിൽ കോമൺ ആയിട്ട് ഒരൊറ്റ സ്റ്റാൻഡേർഡ് ടൈം മാത്രമേ നമുക്ക് വെക്കാൻ പറ്റുള്ളൂ. അതിനാണെന്ത് നമ്മൾ ഇത് രണ്ടും കൂടെ ഈക്വൽ ആക്കി ഏകദേശം സെന്ററിൽ കൃത്യം നടുക്കൂടെ നമ്മൾ ഒരു 82.5 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ് നമ്മൾ വരച്ചിട്ടുള്ളത്. ഓക്കെ, മനസ്സിലായോ? എന്തിനാണ് നമുക്കൊരു കറക്റ്റ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം എന്ന്? നിങ്ങളുടെ യു കെയിലുള്ള ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവരെ വിളിച്ചു നോക്കുക. യു കെ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ വാസ്റ്റ് ആയിട്ട് കിടക്കുന്ന ഒരു എന്താണ് ഏരിയ ആണ്. അവിടെ ഒരു 4 ടൈം സോൺസ് വരെ ഉണ്ട്. ഓക്കെ, ഇതിലാണ് 4 ടൈം സോൺസ് വരെ എന്താണ് യു കെയിലൊക്കെ ഉണ്ട്. അപ്പൊ നിങ്ങളത് നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ചോദിച്ചു നോക്കുക. അവിടെ ടൈം അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ഉണ്ട്, അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ. ഓക്കെ, അപ്പൊ നിങ്ങൾ ചോദിച്ചു നോക്കുക. ഓക്കെ, ഇത് മനസ്സിലായോ? 82.5 എന്താണ് നമുക്ക് സ്റ്റാൻഡേർഡ് ടൈം എന്ന് മനസ്സിലായോ? ഓക്കെ, അതിലേക്ക് വരാം. ആദ്യമേ നിങ്ങൾ ഇത് എടുത്തു ഇന്ത്യൻ ജോഗ്രഫിയുടെ എന്താണ്, സോറി ഇത് നോക്കാം നമുക്ക്. ഇന്ത്യ ലൈസ് ബിറ്റ്വീൻ 8 ഡിഗ്രി 4 സെക്കൻഡ് നോർത്ത് ടു 37 ഡിഗ്രി 6 സെക്കൻഡ് നോർത്ത്. അതായത് നോർത്ത് തമ്മിലുള്ള ഒരു എന്താണ് ഇതാണ് പറഞ്ഞത്. അതുപോലെ 68 ഡിഗ്രി 7 സെക്കൻഡ് ഈസ്റ്റ് ടു 97 ഡിഗ്രി 25 സെക്കൻഡ് ഈസ്റ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഇതാണ് ഗുജറാത്തിന്റെയും അരുണാചൽ പ്രദേശ് തമ്മിലുള്ള ഇടയിലുള്ള സ്ഥലം. അതാണ് നമ്മൾ അത് മാത്രമല്ല കംപ്ലീറ്റ്ലി ലൈസ് ഇൻ നോർത്തേൺ ഹെമിസ്ഫിയറിൽ. നമ്മൾ നേരത്തെ പറഞ്ഞു കംപ്ലീറ്റ്ലി അല്ല, ഈ ഒരു ഭാഗത്താണ് നോർത്തേൺ ഹെമിസ്ഫിയറിലാണ് ഇത് കംപ്ലീറ്റ്ലി കാണുന്നതെന്നും നമ്മൾ പറഞ്ഞു. ഇനി ഫ്രം നോർത്ത് ടു സൗത്ത്. ഓക്കെ, അതിന് മുമ്പ് നിങ്ങൾ നോക്കുക, ഈ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം എത്ര സ്റ്റേറ്റ്സിൽ കൂടെ പാസ് ചെയ്ത് പോകുന്നുണ്ടെന്ന്. ഓക്കെ, ഈ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം എത്ര സ്റ്റേറ്റ്സിൽ കൂടെ പാസ് ചെയ്ത് പോകുന്നുണ്ടെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, 5 സ്റ്റേറ്റ്സ്. ഓക്കെ, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം പാസ് ത്രൂ 5 സ്റ്റേറ്റ്സ്. 5 സ്റ്റേറ്റ്സ് കൂടെ എന്താണ് ഇത് പാസ് ചെയ്യുന്നത്? ഏതൊക്കെയാണ്? മധ്യപ്രദേശ്, ഒഡീഷ, ഉത്തർപ്രദേശ്, ഛത്തീസ്ഗഡ്, ആന്ധ്രാപ്രദേശ്. ഈ 5 ഇവിടെ നോക്കിയേ. ഇവിടെ നോക്കുമ്പോഴേക്കും നോക്കിയേ, ഇങ്ങനെ ഉത്തർപ്രദേശ്, ഛത്തീസ്ഗഡ്, അതുപോലെ എന്താണ് ആന്ധ്രാപ്രദേശ്, ഒഡീഷ, പിന്നെന്താണ് മധ്യപ്രദേശ്. ഈ 5 സ്റ്റേറ്റ്സ് കൂടെ എന്താണ് ഇതിങ്ങനെ പാസ് ചെയ്ത് പോകുന്നുണ്ട്. അത് എപ്പോഴും ചോദിക്കുന്നതാണ്. അത് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം ഏതൊക്കെ സ്റ്റേറ്റ്സ് കൂടെ പാസ് ചെയ്യുന്നു. ഇത് പഠിക്കാനുള്ള ചെറിയൊരു കോഡാണ് യു ക്യാമോ എന്ന് ഓർത്താൽ മതി. യു ക്യാമോ എന്ന് ആലോചിച്ചാൽ മതി. അപ്പൊ യു ക്യാമോ. ഓക്കെ, യു ക്യാമോ എന്ന് ആലോചിച്ചാൽ മതി. എന്താണ്? ഉത്തർപ്രദേശ്, ഛത്തീസ്ഗഡ്, ആന്ധ്രാപ്രദേശ്, മധ്യപ്രദേശ് ആൻഡ് ഒഡീഷ. ഓക്കെ, ഇതാണെന്ത് യു ക്യാമോ എന്ന് പറയുന്നത് കേട്ടോ. യു ക്യാമോ. ഓരോ കോഡുകൾ പറയുമ്പോൾ എന്താണ് അത് നോട്ട് ചെയ്ത് പഠിക്കുക. കാരണം നമുക്ക് എക്സാം ടൈമിൽ പെട്ടെന്ന് നമ്മുടെ ബ്രെയിനിലേക്ക് എത്തിക്കാൻ വേണ്ടി ഇതുപോലുള്ള കോഡുകളായിരിക്കും എന്ത് നമുക്ക് പെട്ടെന്ന് കൂടുതൽ യൂസ്ഫുൾ ആയിട്ട് വരുന്നത്. അപ്പൊ യു ക്യാമോ ആണെന്ത് നമ്മുടെ കോഡ് എന്ന് പറയുന്നത്. അതുപോലെ 15 ഡിഗ്രി ആണ് 1 ഹവർ ഞാൻ ഓൾറെഡി പറഞ്ഞു. അതുപോലെ നമ്മുടെ ഗുജറാത്തും അരുണാചൽ പ്രദേശും തമ്മിലുള്ള ഡിഫറൻസ് ടോട്ടൽ എത്രയാണ്? അപ്രോക്സിമേറ്റ്ലി 30 ഡിഗ്രി ആണ്, അല്ലെങ്കിൽ 2 ഹവർ ഡിഫറൻസ് ആണെന്ന് ഇവിടെ വരുന്നതെന്നും നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. 2 ഹവർ ഡിഫറൻസ് ആണ് ഇവിടെ വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ
അപ്രോക്സിമേറ്റ് ഞാൻ പറഞ്ഞു, നമ്മുടെ ലാറ്റിറ്റ്യൂഡ് ഒക്കെ പഠിച്ചു. ഇനി നമുക്ക് എന്താണ് നമ്മുടെ വടക്ക് കിഴക്ക് അല്ലെങ്കിൽ എന്താണ് നോർത്ത് ഈസ്റ്റ്, നോർത്ത് സൗത്ത്, ഈസ്റ്റ് വെസ്റ്റ് ഡിസ്റ്റൻസ് എത്രയാണെന്ന് നമുക്ക് നോക്കാം. ഫ്രം നോർത്ത് ടു സൗത്ത്, അതായത് ഇവിടെ ജമ്മു ആൻഡ് കാശ്മീരിന്റെ ഈ തുമ്പത്ത് വരെ നമ്മുടെ താഴത്തെ കന്യാകുമാരി എത്രയാണ്, അതുവരെ 3211 കിലോമീറ്റർ ആണ്. ഓക്കെ, 3, 2, 1, 4 അല്ലെ, 1, 2, 3, 4 ഫോമുല അല്ലെ, 3, 2, 1, 4 കിലോമീറ്റർ ആണെന്ത് നമ്മുടെ നോർത്ത് ടു സൗത്ത് വരെ വരുന്നത്. ഇനി ഫ്രം ഈസ്റ്റ് ടു വെസ്റ്റ്, ഓക്കെ, ഈസ്റ്റ് മുതൽ വെസ്റ്റ് വരെ എത്രയാണ്, അത് 2933 കിലോമീറ്റർ ആണ്. എത്രയാണ്, 2933 കിലോമീറ്റർ ആണെന്ത് ഫ്രം ഈസ്റ്റ് ടു വെസ്റ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്ത് ലാൻഡ് ഫ്രണ്ടിയർ, അതായത് കര എന്താണ് അതിർത്തി എത്രയാണ്, അത് കര എത്ര കിലോമീറ്റർ ഇങ്ങനെ കിടക്കുന്നതെന്ന് വെച്ചാൽ അത് 15200 ആണ്. അപ്പൊ നമ്മുടെ ഈ ഒരു ഭാഗം നോക്കി, ഈ ഒരു ഭാഗത്ത് നമുക്ക് അറേബ്യൻ സീ ഉണ്ട്, അതുപോലെ ഇന്ത്യൻ ഓഷ്യൻ, ബേ ഓഫ് ബംഗാൾ അല്ലെ. അപ്പൊ എന്താണ്, ഇതൊരു കടൽ അതിർത്തിയാ അല്ലെ, കടൽ അതിർത്തി, കോസ്റ്റൽ ഏരിയ അല്ലെങ്കിൽ കോസ്റ്റൽ ലാൻഡ് ഏരിയ ആയിരിക്കും, അല്ലെങ്കിൽ ആ ഒരു ഏരിയ ആണ് ഇങ്ങനെ വരുന്നത് അല്ലെ. പക്ഷേ ഈ ഒരു ഭാഗത്ത് നിന്ന്, ഗുജറാത്തിന്റെ ഈ ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങനെ എന്തായിരിക്കും, നമുക്ക് കര അതിർത്തിയാണ് ഈ ഒരു ഭാഗം. ഓക്കെ, ഇതിങ്ങനെ പറയുകയാണെങ്കിൽ എന്താണ്, ഈ ഒരു ഭാഗത്ത് ഉള്ള എന്തായിരിക്കും, ഒരു കര അതിർത്തി ആയിരിക്കും. അപ്പം അതിനാണിത് നമ്മൾ ലാൻഡ് ഫ്രണ്ടിയർ അല്ലെങ്കിൽ ലാൻഡ് ഏരിയ എന്നൊക്കെ പറയുന്നത്. അത് 15200 ആണ്. അതുപോലെ വാട്ടർ ഓർ കോസ്റ്റൽ ലൈൻ എന്ന് പറഞ്ഞാൽ അത് 7516 കിലോമീറ്റർ ആണ്. വീണ്ടും പറയാം, നോർത്ത് സൗത്ത് 3214 കിലോമീറ്റർ, ഫ്രം ഈസ്റ്റ് വെസ്റ്റ് 2933 കിലോമീറ്റർ, ലാൻഡ് ഫ്രണ്ടിയർ 15200 കിലോമീറ്റർ, വാട്ടർ ഓർ കോസ്റ്റൽ എന്ന് പറഞ്ഞാൽ 7516 കിലോമീറ്റർ. ഇത് ഇങ്ങനെ തന്നെ ചോദിക്കാറുണ്ട്, എത്രയാണ് ഇതിന്റെ കിലോമീറ്ററുകൾ എന്നും നിങ്ങളോട് ചോദിക്കാറുണ്ട്. ഇതാണ് നമ്മുടെ ഇന്ത്യയുടെ ഓവറോൾ ആയിട്ടുള്ള ജോഗ്രഫിക്കൽ വ്യൂ എന്നൊക്കെ പറയുന്നത്. എത്ര കിലോമീറ്റർ ആണ്, ഏതൊക്കെ ലാറ്റിറ്റ്യൂഡ് ആണ് സ്ഥിതി ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ, കമന്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ ഓക്കെ, ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. ക്ലിയർ അല്ലേ? യെസ്, ഓക്കെ. വൈഷ്ണവി, ഷിഹാബുദ്ദീൻ, ശരത്. ഓക്കെ ഓക്കെ, നമ്മളിപ്പം ലാറ്റിറ്റ്യൂഡ്സ് പഠിച്ച, നമ്മൾ ലോങ്ങിറ്റ്യൂഡ്സ് ഡിസ്കസ് ചെയ്തു. ഇനി നമുക്കുള്ള എന്താണ്, ലാറ്റിറ്റ്യൂഡ്സ് ആണത് നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, ഞാൻ ഓൾറെഡി പറഞ്ഞു എന്താണ്, നമ്മുടെ ഇക്വേറ്റർ ഇങ്ങനെ പോകുന്നുണ്ട്, നമുക്ക് കുറച്ച് ലാറ്റിറ്റ്യൂഡ്സ് ഉണ്ട്. അതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ട് കുറച്ച് ലാറ്റിറ്റ്യൂഡ്സ് ആണ് നമ്മുടെ നോർത്ത് പോള്, പിന്നെ എന്താണ് ആർട്ടിക് സർക്കിള്, പിന്നെ ട്രോപ്പിക് ഓഫ് ക്യാൻസർ, ഇക്വേറ്റർ, ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ ആൻഡ് ലാസ്റ്റ് വൺ അന്റാർട്ടിക് സർക്കിൾ. ഓക്കെ, നമ്മുടെ വേൾഡ് മാപ്പ് ഇങ്ങനെ വിരിച്ചു വെച്ചാൽ നമ്മൾ നേരത്തെ ഉണ്ട്, ഇതിന് വീണ്ടും നമ്മൾ ഗ്ലോബ് പോലാക്കി. ഇതിനകത്ത് ഏത് ലാറ്റിറ്റ്യൂഡ് ആയിരിക്കും നമ്മുടെ ഇന്ത്യയിൽ കൂടെ പാസ് ചെയ്യാൻ സാധ്യതയുള്ളത്? ഓക്കെ, ഇന്ത്യയിൽ കൂടെ ഏത് ലാറ്റിറ്റ്യൂഡ് ആയിരിക്കും പാസ് ചെയ്യാൻ സാധ്യതയുള്ളത്? ഏതായിരിക്കും നമ്മുടെ ഇന്ത്യയിൽ കൂടെ പാസ് ചെയ്യാൻ സാധ്യതയുള്ളത്? ഏത് ലാറ്റിറ്റ്യൂഡ് ആയിരിക്കും? നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇന്ത്യ നോർത്ത് ഈസ്റ്റേൺ ഹെമിസ്ഫിയറിലാണ് ഇന്ത്യ നിൽക്കുന്നത് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പൊ എന്തായാലും എന്തായിരിക്കും, ഈ രണ്ടെണ്ണത്തിൽ നോർത്തിലുള്ള ഏതോ ഒരെണ്ണത്തിലായിരിക്കും ഒന്നും പാസ് ചെയ്യാൻ പാടുള്ളൂ അല്ലെ. പക്ഷെ നമ്മുടെ ഇന്ത്യ കൂടെ പാസ് ചെയ്യുന്നതാണത് ട്രോപ്പിക് ഓഫ് ക്യാൻസർ എന്ന് പറയും. ഓക്കെ, ട്രോപ്പിക് ഓഫ് ക്യാൻസർ ആണത് നമ്മുടെ ഇന്ത്യയിൽ കൂടി പാസ് ചെയ്യുന്ന ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ നേരത്തെ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം പാസ് ചെയ്യുന്നത് നമ്മൾ പഠിച്ചായിരുന്നു. അതുപോലെ തന്നെ എല്ലാവരും കമന്റ് ചെയ്യുന്നുണ്ട്, പാർവതി, മരിയ, ആര്യ ഒക്കെ കമന്റ് ചെയ്യുന്നുണ്ട് ട്രോപ്പിക് ഓഫ് ക്യാൻസർ അല്ലെ. ട്രോപ്പിക് ഓഫ് ക്യാൻസർ എത്ര സ്റ്റേറ്റ്സ് കൂടെ ആണ്? 8 സ്റ്റേറ്റ്സ് കൂടെ എന്താണ് ഇത് പാസ് ചെയ്യുന്നുണ്ട്. എത്രയാണ്? 8 സ്റ്റേറ്റ്സ് കൂടെ. ഇത് എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. രണ്ടുപേർ ചോദിക്കും, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്സ് ത്രൂ ട്രോപ്പിക് ഓഫ് ക്യാൻസർ പാസ്, അല്ലെങ്കിൽ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഡസ് നോട്ട് എന്താണ് ട്രോപ്പിക് ഓഫ് ക്യാൻസർ പാസസ് എന്ന് ചോദിക്കാറുണ്ട്. 4 ഓപ്ഷൻ തരും. ഒന്നെങ്കിൽ എന്താണ് പാസ് ചെയ്യുന്നത് ഏതൊക്കെ സ്റ്റേറ്റ്സ് കൂടെയാണ്, അല്ലെങ്കിൽ പാസ് ചെയ്യാത്തത് ഏത് സ്റ്റേറ്റ്സ് കൂടെയാണ്. അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് ഈ 8 സ്റ്റേറ്റ്സും നിങ്ങൾ പഠിച്ചു വെക്കുക. എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ മിസോറാം. ഓക്കെ, മിസോറാം, ത്രിപുര, മധ്യപ്രദേശ്, ഗുജറാത്ത്, രാജസ്ഥാൻ, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ് ആൻഡ് ലാസ്റ്റ് വൺ വെസ്റ്റ് ബംഗാൾ. ഓക്കെ, നിങ്ങൾ ഈ മാപ്പ് നോക്കി കാണാം. ഈ കാണുന്നതാണത് ഈ പാസ് ചെയ്ത് പോകുന്നതാണ്, കാണത്തില്ലേ? ഓക്കെ, ഇത് ഈ പാസ് ചെയ്ത് പോകുന്നതാണത് നമ്മുടെ ട്രോപ്പിക് ഓഫ് ക്യാൻസർ എന്ന് പറയുന്നത്. ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നതാണത് നമ്മുടെ ട്രോപ്പിക് ഓഫ് ക്യാൻസർ. ഓക്കെ, ഓക്കെ, ഈ ഒരു ഭാഗത്തൂടെ നമ്മുടെ ട്രോപ്പിക് ഓഫ് ക്യാൻസർ പാസ് ചെയ്ത് പോകുന്നത്. ഓക്കെ, അപ്പൊ ഇത് കൂടെ 8 സ്റ്റേറ്റ്സ് കൂടെ എപ്പോഴും ചോദിക്കുന്നതാണ്, എത്ര സ്റ്റേറ്റ്സ് കൂടെ ട്രോപ്പിക് ഓഫ് ക്യാൻസർ പാസ് ചെയ്ത് പോകുന്നുണ്ട്? 8 സ്റ്റേറ്റ്സ് കൂടെ ആണ് ട്രോപ്പിക് ഓഫ് ക്യാൻസർ പാസ് ചെയ്യുന്നത്. ഇത് പഠിക്കാനുള്ള കോഡാണ് നമ്മുടെ MT, MGR, JCB. നിങ്ങൾക്ക് വിസിബിൾ ആണോ? വിസിബിലിറ്റി കുറവുണ്ടോ? MT, MGR, JCB. ഓക്കെ, MT, MGR, JCB ഇതാണ് നമ്മുടെ കോഡ് എന്ന് പറയുന്നത്. M എന്താണ്? M ഫോർ മിസോറാം, T ഫോർ
ത്രിപുര, M4 മധ്യപ്രദേശ്, G4 ഗുജറാത്ത്, R4 രാജസ്ഥാൻ, J4 ജാർഖണ്ഡ്, C4 ഛത്തീസ്ഗഡ് ആൻഡ് ലാസ്റ്റ് ശ്രദ്ധിക്കുക ഈ ബി എന്നുള്ളത് ബീഹാർ അല്ല, അത് വെസ്റ്റ് ബംഗാൾ ആണ്. അത് ശ്രദ്ധിക്കുക കേട്ടോ. നിങ്ങൾ ബി എന്നാണോ പെട്ടെന്ന് എന്താണ് ബീഹാർ ആണെന്ന് തോന്നും. ബീഹാർ അല്ല, അത് വെസ്റ്റ് ബംഗാൾ എന്ന് പഠിച്ചാൽ മതി. ഓക്കെ, വെസ്റ്റ് ബംഗാൾ ആണ്. അപ്പൊ MT, MG, MGR, JCB പഠിച്ചു. അതുപോലെ മറ്റൊരു കൂടെ പഠിച്ചായിരുന്നു UCAMO അല്ലെ, UCAMO. ഇത് രണ്ടും ഓർത്ത് വെക്കുക. UCAMO എന്ന് പറഞ്ഞാൽ എന്താണ്? അത് IST ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ലൈൻ പാസ് ചെയ്യുന്നതാണ്. MT, MGR, JCB എന്ന് പറഞ്ഞാൽ അത് ട്രോപ്പിക് ഓഫ് ക്യാൻസർ പാസ് ചെയ്യുന്നതാണെന്നും നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ആണ് ബേസിക് ആയിട്ടുള്ള കുറച്ച് ഫാക്ടുകൾ നമുക്ക് നോക്കാം. നമ്മൾ നോർത്ത് സൗത്ത് എക്സിസ്റ്റം പഠിച്ചു, ഈസ്റ്റ് വെസ്റ്റ് എക്സിസ്റ്റം ഒക്കെ പഠിച്ചു. ഇനി ഏറ്റവും മോസ്റ്റ് പോയിന്റുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അല്ലെ. നോർത്തേൺ മോസ്റ്റ് പോയിന്റ് എന്ന് പറയുന്ന പേരാണിത് ഇന്ദിര കോൾ അല്ലെങ്കിൽ ഇന്ദിര പോയിന്റ് എന്ന് പറയും. നോർത്തേൺ മോസ്റ്റ് പോയിന്റ് പറയുന്നതാണ് ഇന്ദിര പോയിന്റ് അല്ലെങ്കിൽ ഇന്ദിര കോൾ എന്ന് പറയും കേട്ടോ. ഓക്കെ, ഇന്ദിര പോയിന്റ് അല്ലെങ്കിൽ ഇന്ദിര കോൾ എന്നാണിത്. ഇന്ദിര പോയിന്റ് നോർത്ത് മോസ്റ്റ് പോയിന്റ് ആണ് ഇന്ദിര കോൾ എന്ന് പറയുന്നത്. ഇനി സദേൺ മോസ്റ്റ് പോയിന്റ് പറയുന്നത് ഇന്ദിര പോയിന്റ് അല്ലെങ്കിൽ കന്യാകുമാരി. നമ്മുടെ കന്യാകുമാരി സ്ഥലത്തിനാണത് നമ്മൾ സൗത്തേൺ മോസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. മറ്റൊരു പേരാണ് കേപ്പ് കാമറൻ എന്ന് പറയും. എന്താണ് കേപ്പ് കാമറൻ? ഒന്നെങ്കിൽ സദേൺ മോസ്റ്റ് പോയിന്റ് ഇന്ദിര പോയിന്റ് എന്ന് പറയാം, അല്ലെങ്കിൽ എന്താണ് കന്യാകുമാരി എന്ന് വയ്ക്കാം, അല്ലെങ്കിൽ എന്താണ് കേപ്പ് കാമറൻ എന്നും സദേൺ മോസ്റ്റ് പോയിന്റിന് ചോദിക്കാറുണ്ട്. ഇനി നമ്മുടെ ഏറ്റവും വെസ്റ്റേൺ മോസ്റ്റ് പോയിന്റ് ഏതാണ്? വെസ്റ്റേൺ മോസ്റ്റ് പോയിന്റ് ഗുവാർ മോട്ടോ ഇൻ കുച്ച് റീജിയൻ. ഗുജറാത്തിലെ ഗുവാർ മോട്ടോ ഇൻ കുച്ച് റീജിയൻ ആണത് നമ്മുടെ വെസ്റ്റേൺ മോസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. അതുപോലെ ഈസ്റ്റേൺ മോസ്റ്റ് പോയിന്റ് ഏതാണ്? ഈസ്റ്റേൺ മോസ്റ്റ് പോയിന്റ് ആണ് കിബിത്തു. നമ്മുടെ അരുണാചൽ പ്രദേശിലാണോ കിബിത്തു ഉള്ളത്? അരുണാചൽ പ്രദേശ്. അരുണാചൽ പ്രദേശിലെ കിബിത്തു ആണെന്ത് നമ്മുടെ ഈസ്റ്റേൺ മോസ്റ്റ് പോയിന്റ് എന്നറിയപ്പെടുന്നത് കേട്ടോ. ഈസ്റ്റേൺ മോസ്റ്റ് പോയിന്റ് അറിയപ്പെടുന്നത് കിബിത്തു ആണ്. ഇത് നമ്മുടെ ഏറ്റവും ലോവസ്റ്റ് പോയിന്റ് ഏതാണെന്ന് വെച്ചാൽ നമ്മുടെ കുട്ടനാട്. സ്വന്തം കുട്ടനാടാണ് ഏറ്റവും ലോവസ്റ്റ് പോയിന്റ്. ഏറ്റവും ഹയസ്റ്റ് പോയിന്റ് അല്ലെങ്കിൽ ഹയസ്റ്റ് മൗണ്ട് വെച്ച് ഹയസ്റ്റ് പോയിന്റ് ആണ് നമ്മുടെ മൗണ്ട് K2 ആണത്. നമ്മുടെ ഇന്ത്യയിൽ വെച്ചെടുക്കുമ്പോൾ ഇന്ത്യയിൽ വെച്ചെടുക്കുമ്പോൾ ഹയസ്റ്റ് പോയിന്റ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ പോയിന്റ്സ് നോട്ട് ചെയ്ത് വെക്കുക. നോർത്തേൺ മോസ്റ്റ് പോയിന്റ്, സദേൺ മോസ്റ്റ് പോയിന്റ്, വെസ്റ്റേൺ മോസ്റ്റ് പോയിന്റ്, ഈസ്റ്റേൺ മോസ്റ്റ് പോയിന്റ്, ലോവസ്റ്റ് പോയിന്റ്. ഇത് എപ്പോഴും ചോദിക്കുന്നതാണ് നോർത്തേൺ മോസ്റ്റ് പോയിന്റ് ഏതാണ്. അപ്പൊ നിങ്ങൾ ഇത് തമ്മിൽ മാറിപ്പോരുത്. നോർത്തേൺ മോസ്റ്റ് ഇന്ദിര കോൾ ആണ്, സെപ്പറേറ്റ് മാറിപ്പോരുത്. ഇന്ദിര പോയിന്റ് ഇന്ദിര കോൾ നമ്മൾ എക്സാമിന് മാറിപ്പോകാറുണ്ട്. അപ്പൊ ആലോചിച്ച് വെക്കുക. ഓക്കെ, അത് SP എന്ന് ആലോചിച്ചാൽ SP അതായത് സദേൺ പോയിന്റ്. ഓക്കെ, SP എന്ന് ആലോചിച്ചാൽ മതി. മറ്റേത് C ആണ്. ഒരെണ്ണം പഠിച്ചാൽ ബാക്കി എന്നാണെങ്കിൽ മറ്റേത് ഓൾമോസ്റ്റ് വേറെ ആയിരിക്കുമല്ലോ അല്ലെ. നമുക്ക് രണ്ടെണ്ണത്തിൽ ഒരെണ്ണം അറിയാം, അപ്പൊ എന്തായിരിക്കും മറ്റേത് വേറെ ആയിരിക്കും. അപ്പൊ SP എന്ന് ആലോചിച്ച് വെക്കുക. ഓക്കെ, SP അതായത് സദേൺ മോസ്റ്റ് ഇന്ദിര പോയിന്റ് ആണെന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഓക്കെ, അടുത്താണ് കൺട്രീസ് ഷെയർ ബൗണ്ടറി വിത്ത് ഇന്ത്യ. ഓക്കെ, ഇന്ത്യ എത്ര കൺട്രികളുമായിട്ട് അതിന്റെ ബൗണ്ടറീസ് ഇങ്ങനെ ഷെയർ ചെയ്ത് നിൽക്കുന്നുണ്ടെന്ന്. ഓക്കെ, എത്ര എണ്ണം ഉണ്ട്? നമുക്ക് രണ്ട് രീതിയിൽ പറയാം. ഒന്ന് ലാൻഡ് ഏരിയ വൈസും ഒന്ന് നമുക്ക് വാട്ടർ ഏരിയ വൈസും. അങ്ങനെ രണ്ട് തരത്തിൽ നമുക്ക് ഇതിനെ തരംതിരിക്കാൻ പറ്റും അല്ലെ. അപ്പോൾ ലാൻഡ് ഏരിയ എടുക്കുവാണെങ്കിൽ അതിനകത്ത് ഈ കാണുന്ന 7 എണ്ണവും, വാട്ടർ എടുക്കുവാണെങ്കിൽ അതിനകത്ത് ഈ കാണുന്ന 2 എണ്ണമാണ് എന്ത് ഉള്ളത് കേട്ടോ. ഓക്കെ, അതൊക്കെയാ നമുക്ക് ഫസ്റ്റ് എടുക്കുക. എന്താണ്? ബംഗ്ലാദേശ്, ചൈന, പാകിസ്ഥാൻ, നേപ്പാൾ, മ്യാൻമാർ, ഭൂട്ടാൻ ആൻഡ് അഫ്ഗാനിസ്ഥാൻ. ഓക്കെ, ഇത്രയും സ്റ്റേറ്റ്സ് ആണ് ഡയറക്റ്റ് ആയിട്ട് ലാൻഡ് ബൗണ്ടറി ഷെയർ ചെയ്യുന്നത്. ഇനി ശ്രീലങ്കയും മാൽഡീവ്സും എന്തായിരിക്കും? അത് വാട്ടർ ബൗണ്ടറി ഷെയർ ചെയ്യുന്നത് ആയിരിക്കും. ഇനി ബംഗ്ലാദേശുമായിട്ട് എത്ര സ്റ്റേറ്റ്സ് നമ്മുടെ അതിർത്തി പങ്കിടുന്നു ചോദിക്കാറുണ്ട്. ബംഗ്ലാദേശുമായിട്ട് 5 സ്റ്റേറ്റ്സ് നമ്മുടെ അതിർത്തി പങ്കിടുന്നുണ്ട് കേട്ടോ. 5 സ്റ്റേറ്റ്സ് ഏതൊക്കെയാണ്? മിസോറാം, ത്രിപുര, ഓക്കെ, ആസാം, പിന്നെ മേഘാലയ, അതുപോലെ വെസ്റ്റ് ബംഗാൾ. ഈ 5 സ്റ്റേറ്റ്സ് ആണ്. ഈ 5 സ്റ്റേറ്റ്സും ഈ ബംഗ്ലാദേശുമായിട്ട് ഇതിന്റെ ബോർഡർ പങ്ക് ഇടുന്നുണ്ട്. ഇനി ഒരു ചോദ്യമാണ്, ഏറ്റവും കൂടുതൽ ലാൻഡ് ബൗണ്ടറി ഷെയർ ചെയ്യുന്നത് ഏത് കൺട്രിയുമായിട്ടാണ്? ഏതാണ്? അത് ബംഗ്ലാദേശ് ആട്ടോ. 4996. ഓക്കെ, അത്രയും കിലോമീറ്റർ ബംഗ്ലാദേശുമായിട്ട് നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട്. 2 പേര് ചോദിക്കാം, ഏറ്റവും കൂടുതലും ഏറ്റവും കുറവും. ഓക്കെ, ഏറ്റവും കുറവ് അഫ്ഗാനിസ്ഥാൻ ആണ്. അപ്പൊ എപ്പോഴും ഈ ഏറ്റവും കൂടുതലുള്ളത് എപ്പോഴും ചോദിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഈ കാണുന്ന 5 എണ്ണം
എഴുതിയിട്ട് 5 സ്റ്റേറ്റ്സ് ഉണ്ട്, സോറി 5 സ്റ്റേറ്റ്സുമായിട്ട് ബംഗ്ലാദേശ് ഇതിന്റെ ബൗണ്ടറി ഷെയർ ചെയ്യുന്നുണ്ട്. അതുപോലെ ഏറ്റവും കൂടുതൽ ലാൻഡ് ഏരിയ ലാൻഡ് കിലോമീറ്റർ ഉള്ളതാണ്, അത് ബംഗ്ലാദേശിലാണെന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇനി അടുത്താണ് ചൈന. എത്രയുണ്ട്? 3488 കിലോമീറ്റർ ആണിത് ചൈനയായിട്ട് ഷെയർ ചെയ്യുന്നത്. അടുത്ത് പാകിസ്ഥാൻ 3323 കിലോമീറ്റർ. അടുത്ത് നേപ്പാൾ. ഓക്കെ, നേപ്പാൾ എത്രയാണ്? എത്ര സ്റ്റേറ്റ്സ് ആണ്? നേപ്പാളുമായിട്ടും 5 സ്റ്റേറ്റ്സ് ആണ് ഇത് ഷെയർ ചെയ്യുന്നത് കേട്ടോ. നേപ്പാളുമായിട്ട് 5 സ്റ്റേറ്റ്സ് ഷെയർ ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് സിക്കിം, ഓക്കെ, സിക്കിം. അതുപോലെ ഉത്തരാഖണ്ഡ്, സിക്കിം, ഉത്തരാഖണ്ഡ്. ഓക്കെ, അടുത്ത് ഉത്തർപ്രദേശ്, ബീഹാർ, അതുപോലെ ബംഗാൾ. ഈ 5 സ്റ്റേറ്റ്സോട്ട് എന്താണ് നേപ്പാള് ഇതിന്റെ ബൗണ്ടറി ഷെയർ ചെയ്യുന്നത് കേട്ടോ. ഏതൊക്കെയാണ്? സിക്കിം, ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ്, ബീഹാർ ആൻഡ് ബംഗാൾ. ഇനി അടുത്ത് മ്യാൻമാർ. ഓക്കെ, മ്യാൻമാർ 1643 കിലോമീറ്റർ ആണിത് മ്യാൻമാർ. മ്യാൻമാറുമായിട്ട് നോക്കാം. മ്യാൻമാറുമായിട്ട് അരുണാചൽ പ്രദേശ്. ഓക്കെ, അരുണാചൽ പ്രദേശ്, നാഗാലാൻഡ്, ഓക്കെ, മണിപ്പൂർ, അതുപോലെ മിസോറാം, മണിപ്പൂർ ആൻഡ് മിസോറാം. ഈ സ്റ്റേറ്റ്സ് ഒക്കെ എന്താണ്? ഈ സ്റ്റേറ്റ്സ് ഒക്കെ നമ്മുടെ മ്യാൻമാറുമായിട്ട് അതിന്റെ അതിർത്തി പങ്കിടുന്നുണ്ട്. ഏറ്റവും കുറവ് അഫ്ഗാനിസ്ഥാൻ ആണ്, 106 കിലോമീറ്റർ. ഭൂട്ടാൻ ഉണ്ട്, ഭൂട്ടാൻ 699. അത് എന്റെ ആദ്യം എന്താണ്? അഫ്ഗാനിസ്ഥാൻ ഏറ്റവും കുറവ് 106 കിലോമീറ്റർ. ലഡാക്കുമായിട്ട് മാത്രമാണ് അഫ്ഗാനിസ്ഥാൻ പങ്കിടുന്നത് കേട്ടോ. ലഡാക്കുമായിട്ട് മാത്രമാണ് അഫ്ഗാനിസ്ഥാൻ ഇതിന്റെ ഏരിയ പങ്കിടുന്നത് കേട്ടോ. ഓക്കെ, ക്ലിയർ. അപ്പം ഏറ്റവും കൂടുതൽ, ഏറ്റവും കുറവ് ഏതൊക്കെ സ്റ്റേറ്റ്സ് തമ്മിലാണ് ഏതൊക്കെ ബൗണ്ടറി ഷെയർ ചെയ്യുന്നത്? ഈ കാണുന്നതാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ് ചോദിക്കാറ്. ബംഗ്ലാദേശും അതുപോലെ മ്യാൻമാർ, അതുപോലെ എന്താണ് അഫ്ഗാനിസ്ഥാൻ, നേപ്പാൾ. ഈ കാണുന്നൊക്കെയാണ് എപ്പോഴും നമ്മൾ എക്സാംസ്, ഒരു കോമ്പറ്റീവ് എക്സാംസിന്റെ ഇത് നോക്കുമ്പോഴേക്കും എന്താണ് ഈ സ്റ്റേറ്റ് അല്ലെങ്കിൽ എന്താണ് ഈ കൺട്രി ഏത് സ്റ്റേറ്റുമായിട്ട് ബൗണ്ടറി ഷെയർ ചെയ്യുന്നു. അത് 4 ഓപ്ഷൻ തരും. ചിലപ്പോൾ ഒരെണ്ണം എന്തായിരിക്കും എലിമിനേറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ബാക്കി 3 സെയിം ആയിരിക്കും, അല്ലെങ്കിൽ ഒരെണ്ണം മാത്രം എന്തായിരിക്കും ഇതുമായിട്ട് ഷെയർ ചെയ്യുന്ന ബൗണ്ടറിയിലുള്ള സ്റ്റേറ്റ്സിന്റെ എണ്ണം നിങ്ങൾക്ക് തരും. എന്നിട്ട് നമ്മൾ എലിമിനേറ്റ് ചെയ്യാൻ പറയും. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രത്യേകിച്ച് എന്താണ് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഇത് പഠിക്കാൻ എളുപ്പമുണ്ട്. ഇതൊക്കെ നേപ്പാൾ സുബ്ബു എന്ന് ആലോചിച്ചത്. നേപ്പാൾ സുബ്ബു, SUBBU, നേപ്പാൾ സുബ്ബു. SUBBU, നേപ്പാൾ സുബ്ബു എന്നൊക്കെ ആലോചിച്ച് വെച്ചാൽ മതി. അങ്ങനെ കോഡുകൾ വെച്ചപ്പോഴും കണക്ട് ചെയ്ത് പഠിക്കുക. ഓക്കെ, അപ്പൊ നമ്മള് കൺട്രീസ് പിന്നെ 2 നമ്മൾ പഠിച്ചത് എന്താണ്? ശ്രീലങ്ക ആൻഡ് മാൽഡീവ്സ്. അങ്ങനെ ടോട്ടൽ 9 കൺട്രീസ് ആണ് ഇത് നമ്മുടെ ഇന്ത്യ ആയിട്ട് ബൗണ്ടറി ഷെയർ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ആണ് ഇന്ത്യസ് ഇന്റർനാഷണൽ ബോർഡേഴ്സ്. നമ്മൾ ഓൾറെഡി പറഞ്ഞില്ല, നമ്മളൊരു 9 കൺട്രീസ് ആയിട്ട് എന്താണ് ഇതിന്റെ ബൗണ്ടറീസ് ഷെയർ ചെയ്യുന്നുണ്ടെന്ന്. ഇനി ഇതിനൊക്കെ ഓരോ പേരുകളുണ്ട്. ഈ ബൗണ്ടറി ലൈൻസിന് ഓരോ പേരുകളുണ്ട്. അത് എപ്പോഴും ഏതൊരു കോമ്പറ്റീവ് എക്സാം എടുത്താൽ എന്താണ് മിക്കപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പൊ നോക്കാം ഏതൊക്കെ ലൈൻസ് ഏതൊക്കെ പേരുകളാണ് നോക്കാം അല്ലെ. ഫസ്റ്റ് നമുക്ക് എടുക്കുകയാണെങ്കിൽ ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ, അല്ലെങ്കിൽ ഇന്ത്യ ആൻഡ് ബംഗ്ലാദേശ്. 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ, അല്ലെങ്കിൽ ഇന്ത്യ ആൻഡ് ബംഗ്ലാദേശ്. എന്താണ്? റാഡ്ക്ലിഫ് ലൈൻ കേട്ടോ. റാഡ്ക്ലിഫ് ലൈൻ, ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ അല്ലെങ്കിൽ ഇന്ത്യ ആൻഡ് ബംഗ്ലാദേശ്, റാഡ്ക്ലിഫ് ലൈൻ. ഓക്കെ, റാഡ്ക്ലിഫ് ലൈൻ ആണ്. റാഡ്ക്ലിഫ് ലൈൻ, ഇന്ത്യ ആൻഡ് ബംഗ്ലാദേശ് അല്ലെങ്കിൽ ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ, റാഡ്ക്ലിഫ് ലൈൻ. അടുത്ത് ഇന്ത്യ ആൻഡ് ചൈന. എന്താണ്? ഇന്ത്യ ആൻഡ് ചൈന ആണ് മക്മോഹൻ ലൈൻ എന്ന് പറയും. മക്മോഹൻ ലൈൻ എങ്ങനെ പഠിക്കാം? ഇതൊക്കെ ചൈനയ്ക്ക് ഇന്ത്യ കൂട്ടിയാണുള്ള ബാക്കിയെല്ലാം വരുന്നത്. അപ്പൊ എന്തായാലും വേറൊരു രാജ്യമുള്ളൂ അല്ലെ. ഇന്ത്യ ആൻഡ് ചൈന MC അല്ലേ വരുന്നത്. അപ്പൊ എന്താ? ഇവിടെ ഒരു സി ഉണ്ട് അല്ലെ, ഇവിടെ ഒരു സി ഉണ്ട്, MC എന്നല്ലേ അല്ലെ, MC ഉണ്ട്. അപ്പൊ എന്താണ്? സി കണക്ട് ചെയ്യുക. അതായത് ഇന്ത്യ ആൻഡ് ചൈന എന്ന് പറയുന്നത് മക്മോഹൻ ലൈൻ ആണ്. ഇനി അടുത്ത് ഇന്ത്യ ആൻഡ് ശ്രീലങ്ക, പാക് സ്ട്രൈറ്റ്. ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ അല്ല പാക് സ്ട്രൈറ്റ്, ഇന്ത്യ ആൻഡ് ശ്രീലങ്ക ആണിത് പാക് സ്ട്രൈറ്റ് എന്ന് പറയുന്നത്. അടുത്ത് ഇന്ത്യ ആൻഡ് അഫ്ഗാനിസ്ഥാൻ, അല്ലെങ്കിൽ പാകിസ്ഥാൻ ആൻഡ് അഫ്ഗാനിസ്ഥാൻ വരുന്നതാണിത് ഡ്യൂറൻ ലൈൻ. ഓക്കെ, ഇന്ത്യ ആൻഡ് അഫ്ഗാനിസ്ഥാൻ അല്ലെങ്കിൽ പാകിസ്ഥാൻ ആൻഡ് അഫ്ഗാനിസ്ഥാൻ വരുന്നതാണിത് ഡ്യൂറൻ ലൈൻ എന്ന് നമ്മൾ പറയുന്നു. ഇത് 4ഉം ഇമ്പോർട്ടന്റ് ആണ്, എപ്പോഴും എക്സാംസ് ചോദിക്കുന്നതാണ്. എന്താ പറയാം? ഇന്ത്യ പാകിസ്ഥാൻ, ഇന്ത്യ ബംഗ്ലാദേശ് റാഡ്ക്ലിഫ് ലൈൻ, ഇന്ത്യ ചൈന സി ഉണ്ട്, സെയിം കണക്ട് ചെയ്യുക. അതുപോലെ ഇന്ത്യ ആൻഡ് ശ്രീലങ്ക പാക് സ്ട്രൈറ്റ്, ഇന്ത്യ ആൻഡ് അഫ്ഗാനിസ്ഥാൻ അല്ലെങ്കിൽ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ എന്താണ്? അത് ഡ്യൂറന്റ് ലൈൻ ആണെന്ന് നോട്ട് ചെയ്ത് വെക്കുക. ക്ലിയർ അല്ലേ? അശ്വിൻ, ഓക്കെ, ബച്പൻ MB അല്ലെ. ആ കോഡ് നമ്മൾ പറഞ്ഞില്ല അല്ലെ. ഇവിടെ താഴെ വലിയൊരു കോഡ് വെച്ചിട്ടുണ്ട്. എന്തായിരുന്നു? നമുക്കുള്ള എല്ലാ ഈ ബൗണ്ടറി കൺട്രീസിന്റെ കോഡ് എന്താണ്?
ബച്പൻ MBA മറന്നു വരിക്കാൻ വേണ്ടിയാണ്. വേണമെങ്കിൽ എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ഓൾമോസ്റ്റ് അറിയാം. ഓക്കെ, ബംഗ്ലാദേശ്, ചൈന, പാകിസ്ഥാൻ, നേപ്പാൾ, മ്യാൻമാർ, ഭൂട്ടാൻ ആൻഡ് അഫ്ഗാനിസ്ഥാൻ ആണെന്ത് നമ്മളെ ഈ ബച്പൻ MBA എന്ന് പറയുന്നത്. ഇത് പഠിക്കാനുള്ള കോഡാണ്. ഈ ഏഴ് എന്താണ് കൺട്രീസും ഒരുമിച്ച് ഒരു പഠിക്കാനുള്ള ഒരു കോഡാണെന്ത് ബച്പൻ MBA എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ അശ്വിൻ, ക്ലിയർ ആണോ? അതായത് ഓർഡറിൽ നമുക്ക് പെട്ടെന്ന് ഓർത്തെടുക്കാൻ വേണ്ടി, ഇപ്പൊ കൺഫ്യൂസിംഗ് ആണെന്ന് ചോദിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഓർത്തെടുക്കാൻ വേണ്ടിയുള്ള ഒരു കോഡാണ് ബച്പൻ MBA. ഓക്കെ, ഓർമ്മിപ്പിച്ചിന് താങ്ക് യു അശ്വിൻ. ഓക്കെ, ക്ലിയർ? ഓക്കെ, അടുത്ത നമുക്ക് ഫിസിക്കൽ ഡിവിഷൻസ് ഓഫ് ഇന്ത്യയിലേക്ക് കിടക്കാം. ഓക്കെ, നമുക്ക് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്ന ഒരു ഏരിയ ആണെന്ത് ഫിസിക്കൽ ഡിവിഷൻസ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇനി നമ്മുടെ ഇന്ത്യയുടെ ഫിസിയോഗ്രാഫിക് ഡിവിഷൻസ് എടുക്കുവാണെങ്കിൽ അതിനകത്ത് എന്താണ്, അതായത് നമ്മുടെ സർഫസ്, നമ്മുടെ ഇന്ത്യ പോകുന്ന ആ ഒരു പ്രതലം ഇല്ലേ, ആ ഒരു പ്രതലത്തിന്റെ ആണ് നമ്മൾ ഫിസിയോഗ്രാഫിക് ഡിവിഷൻസ് അറിയപ്പെടുന്നത്. എങ്ങനെയൊക്കെയാണ്, എന്തൊക്കെ ടൈപ്പ് പ്ലേറ്റോസ് ആണോ, മൗണ്ടെയിൻസ് ആണോ, ഡിസേർട്സ് ആണോ, അതിനെയാണ് നമ്മൾ ഫിസിയോഗ്രാഫിക് ഡിവിഷൻസ് പറയുന്നത്. ഇത് ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ ശരിക്കും ഈ ഇന്ത്യയുടെ ഫിസിയോഗ്രാഫിക് ഡിവിഷൻസിനെ 6 എണ്ണമായിട്ട് നമ്മൾ തരംതിരിച്ചിട്ടുണ്ട്. ഓക്കെ, 6 ടൈപ്പില് തരംതിരിച്ചിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ ഇന്ത്യ ഓക്യുപ്പൈ ചെയ്യുന്നത് ഏതൊക്കെ ടൈപ്പ് ഓഫ് എന്താണ് സ്റ്റേറ്റ് എന്ന് ചോദിച്ചാൽ പ്ലേറ്റോസ്. ഓക്കെ, അത് പീഠഭൂമികൾ എന്ന് വെച്ചാൽ ടോട്ടലിൽ നിന്ന് 27.75% പ്ലേറ്റോസ് വരുന്നത്. ഓക്കെ, ഒരു ചോദ്യമായിരുന്നു. അതുപോലെ മൗണ്ടെയിൻസ്, കാരണം ഇന്ത്യയുടെ നമ്മുടെ ലാൻഡ് ഏരിയ മൊത്തം എടുക്കുകയാണെങ്കിൽ ഓരോന്ന് എത്ര നോക്കുന്നത്, മൗണ്ടെയിൻസ് എത്ര വരുന്നത്, മൗണ്ടെയിൻസ് വരുന്നത് 29.5%. എത്രയാണ്? 29.5% ഇത് മൗണ്ടെയിൻസ് വരുന്നത്. അടുത്ത് പ്ലെയിൻസ്. ഓക്കെ, അതായത് നോർമൽ ആയിട്ടുള്ള പ്ലെയിൻസ് എത്രയാണ്, അത് 43%. ഇതിന്റെ ഈ ഒരു എന്താണ് പെർസെന്റേജ് വൈസുള്ള കണക്കുകൾ നിങ്ങൾ നോട്ട് ചെയ്തു, കാരണം ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാറുണ്ട്. അതായത് മൗണ്ടെയിൻസ് ഇന്ത്യയുടെ ലാൻഡ് ഏരിയ എടുക്കുകയാണെങ്കിൽ അതിനകത്ത് മൗണ്ടെയിൻസ് എത്ര ശതമാനം ഓക്യുപ്പൈ ചെയ്യുന്നു, അല്ലെങ്കിൽ എന്താണ് പ്ലെയിൻസ് എത്ര ശതമാനം ഓക്യുപ്പൈ ചെയ്യുന്നു. അപ്പം ഒന്നുകൂടെ പറയാം, പ്ലേറ്റോസ് 27, ഏറ്റവും കുറവ് പ്ലേറ്റോസ് ആണ്. അത് എന്താണ് മൗണ്ടെയിൻസ് വരുന്നു. അതിന്റെ ഏറ്റവും കൂടുതലുള്ള പ്ലെയിൻസ് ആണ് ഏറ്റവും കൂടുതലുള്ള 43%. നമ്മൾ പറയാം ഇന്ത്യയുടെ ഫിസിയോഗ്രാഫി ഡിവിഷൻസ് നമ്മൾ 5 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് അല്ലെ, സോറി 6 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് അല്ലെ. 1, 2, 3, 4, 5, 6 6 നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ എന്താണ്? ഫസ്റ്റ് വൺ ഹിമാലയാസ്, സെക്കൻഡ് നോർത്തേൺ പ്ലെയിൻസ്, തേർഡ് പെനിൻസുലാർ പ്ലേറ്റോ, ദ ഗ്രേറ്റ് ഇന്ത്യൻ ഡിസേർട്ട്, കോസ്റ്റൽ പ്ലെയിൻസ്, ദ ഐലൻഡ്സ്. ഇങ്ങനെ 6 നമ്മൾ ഇതിനെ തരംതിരിച്ചിട്ടുള്ളത്. ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റും ഏറ്റവും ആദ്യം പഠിക്കാനുള്ളത് നമ്മുടെ ഹിമാലയാസിനെ പറ്റി പഠിക്കാം. ഓക്കെ, ഞാൻ പറഞ്ഞു നല്ലൊരു ടോപ്പിക്കാണ് ഹിമാലയാസ്. ഒരുപാട് ചോദ്യങ്ങൾ എപ്പോഴും ചോദിക്കുന്ന ഒരു ഏരിയ ആണെന്ന് ഹിമാലയാസ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഈ ഹിമാലയാസ് എടുക്കുവാണെങ്കിൽ ഈ ഹിമാലയാസിനെ നമുക്ക് ആദ്യം തന്നെ എന്താണ് ഒരു 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതിന്റെ ഓക്കെ എക്സാമ്പിളോട് നോക്കാം. ഹിമാലയസ് നമുക്ക് 3 ആയിട്ട് തരംതിരിക്കാൻ പറ്റും. ഫസ്റ്റ് വെച്ചാൽ ട്രാൻസ് ഹിമാലയാസ്, അതായത് ഈ റീജിയൻ ആണിത് നമ്മൾ ട്രാൻസ് ഹിമാലയാസ് പറയുന്നത്. പിന്നെയുള്ള റീജിയൻ ആണിത് ഹിമാലയാസ്, പിന്നെയുള്ളതാണ് നമ്മുടെ ഈസ്റ്റേൺ ഹിമാലയാസ്. അപ്പൊ ഫസ്റ്റ് ഇതാണ്, ഈ പോയിന്റ് ആണ് ട്രാൻസ് ഹിമാലയാസ്, പിന്നെ ഹിമാലയാസ്, പിന്നെ എന്താണ് പിന്നെ ഈസ്റ്റേൺ ഹിമാലയാസ്. നമ്മുടെ ഈസ്റ്റേൺ ആ നോർത്ത് ഇന്ത്യ സ്റ്റേറ്റ്സ് ഇല്ലേ, ആ ഒരു സൈഡിലേക്ക് എക്സ്റ്റെൻഡ് കിടക്കാനാണ് നമ്മൾ ഈസ്റ്റേൺ ഹിമാലയസ് എന്ന് പറയുന്നത്. ഈ ഒരു റീജിയനാണ് നമ്മൾ ട്രാൻസ് ഹിമാലയാസ് പറയുന്നത്. കണ്ടോ, ഇവിടെ കണ്ടോ ട്രാൻസ് ഹിമാലയാസ്. പിന്നെ ഇങ്ങോട്ട് പോകുമ്പോൾ എന്താണ് ഹിമാലയാസ്, ഇങ്ങോട്ട് പോകുമ്പോൾ ഈസ്റ്റേൺ ഹിമാലയാസ്. ഇങ്ങനെ ആദ്യം എന്താണ് നമുക്ക് ഹിമാലയാസിനെ 3 ആയിട്ട് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. അതാണ് കാണുന്നത്. നോക്കിയേ, ട്രാൻസ് അല്ലെങ്കിൽ ടെത്തീസ് അല്ലെങ്കിൽ ടിബറ്റൻ ഹിമാലയാസ് 3 ടൈപ്പ് പേരുകൾ പറയാം. എന്താണ്? ഫസ്റ്റ് വൺ ആണത് ട്രാൻസ് അല്ലെങ്കിൽ ടെത്തീസ് അല്ലെങ്കിൽ ടിബറ്റൻ ഹിമാലയാസ് ആണിത് നമ്മളെ ഫസ്റ്റ് ഏരിയനെ അറിയപ്പെടുന്നത്. ഇനി അടുത്താണത് നെക്സ്റ്റ് വൺ ആണ് ഹിമാലയാസ് അല്ലെ, സെൻട്രൽ കാണുന്നതാണത് ഹിമാലയാസ്. ആൻഡ് ലാസ്റ്റ് ആണത് ഈസ്റ്റേൺ ഹിൽസ് അല്ലെങ്കിൽ മറ്റൊരു പേര്. ഓക്കെ, ഈസ്റ്റേൺ ഹിൽസിന്റെ മറ്റൊരു പേര് എന്താണ് എന്ന് ചോദിക്കാറുള്ളതാണ് പൂർവാഞ്ചൽ. എന്താണ്? പൂർവാഞ്ചൽ എന്നാണ് ഈസ്റ്റേൺ ഹിൽസിന്റെ മറ്റൊരു പേര് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ നമ്മൾ ആദ്യമേ ഹിമാലയാസിനെ 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്തു. ഇതിനകത്ത് നമുക്ക് ഇനി ഓരോന്നും എടുത്ത് പഠിക്കാം. ഫസ്റ്റ് വൺ ആണെന്ത്? ട്രാൻസ് ഹിമാലയാസ്. ഓക്കെ, നോക്കാം എന്താണ് ഈ ട്രാൻസ് ഹിമാലയാസ് നമുക്ക് നോക്കാം. നോർത്ത് ഓഫ് ദ ഗ്രേറ്റ് ഹിമാലയൻ റേഞ്ചസ്, അതായത് ഹിമാലയൻ റേഞ്ച് എടുക്കുകയാണെങ്കിൽ അതിന്റെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ഒരു നോർത്തേൺ റീജിയൻ അല്ലെ. നോക്കി, ഹിമാലയൻ പോയിന്റ് എടുക്കുകയാണെങ്കിൽ അതിനകത്തും ഏറ്റവും ടോപ്പ് മോസ്റ്റ് പോയിന്റ് ആണ് അതിൽ നോർത്തേൺ റീജിയൻ. ഹിമാലയസിന്റെ ഏറ്റവും ഒരു നോർത്തേൺ റീജിയൻ ആണത് നമ്മൾ ട്രാൻസ് ഹിമാലയാസ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ട്രാൻസ് ഹിമാലയാസ്. ഇനി നോർത്ത് ഓഫ് ദ ഗ്രേറ്റ് ഹിമാലയൻ റേഞ്ചസ് ആണ് ട്രാൻസ് ഹിമാലയൻസ്. ഇതിന് പറയുന്ന മോഡൽ തെത്തീസ് ഹിമാലയാസ് എന്ന് പറയും, അല്ലെങ്കിൽ എന്താണ് ടിബറ്റൻ ഹിമാലയാസ് എന്ന് പറയുന്നത് നമ്മൾ ഓൾമോസ്റ്റ് പറയും. കാരണം എന്തായിരിക്കും? ടിബറ്റൻ ഹിമാലയാസ് ബിക്കോസ്
മോസ്റ്റ് ഓഫ് ഇറ്റ് ലൈസ് ഇൻ ടിബറ്റ്. എന്തുകൊണ്ടാണ്? കാരണം ആ ഒരു റീജിയനിൽ എന്താണ് ഇതിന്റെ ഏറ്റവും കൂടുതൽ ഭാഗങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ടിബറ്റിലായതുകൊണ്ടാണ്. ഇനി അടുത്തെന്താണ് ഇതിന്റെ ആവറേജ് എലവേഷൻ എന്ന് വെച്ചാൽ ആവറേജ് ഹൈറ്റ് ആണ്. അതായത് നമ്മൾ ചില സ്ഥലത്ത് ഹൈറ്റ് കൂടിയേക്കും, ചില സ്ഥലത്ത് ഹൈറ്റ് കുറഞ്ഞേക്കും. അത് നമ്മൾ എന്താണ് നമ്മളൊരു ആവറേജ് എലവേഷൻ പറയും. ആവറേജ് എലവേഷൻ അതിപ്പോ എടുക്കുകയാണെങ്കിൽ മൗണ്ടൻ ഇങ്ങനെ വരും, പിന്നെ എന്താണ് ഇതിന്റെ ഉയരം കൂടും, മൗണ്ടൻ കുറയും, മൗണ്ടൻ വീണ്ടും എന്താണ് ഉയരം കൂടും, ഇങ്ങനെയല്ലേ പോകുന്നത് അല്ലെ? ഒരു എലവേഷൻ അങ്ങനല്ലേ പോകുന്നത്. പക്ഷെ നമുക്ക് ഇതിനെ കറക്റ്റ് ആയിട്ട് എടുക്കാൻ പറ്റുമോ? അതിന് പറയുന്നത് എന്താണ് നമ്മളൊരു ആവറേജ് എലവേഷൻ എന്താണ് ഇതിനകത്ത് എടുക്കും. അപ്പൊ ആവറേജ് എലവേഷൻ എത്രയാണ്? അത് 3000 meters ആണ്. എത്രയാണ്? 3000 meter ആണ് ഇതിന്റെ ആവറേജ് എലിവേഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു ഇമ്പോർട്ടന്റ് കാര്യമാണ് പാമീർ നോട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ എന്താണ്? അത് ട്രാൻസ് ഹിമാലയ റേഞ്ചിലാണ് നമ്മുടെ പാമീർ നോട്ട് സ്ഥിതി ചെയ്യുന്നത്. പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക, പാമീർ നോട്ട് സ്ഥിതി ചെയ്യുന്നത് ഏത് റേഞ്ചിലാണ്? ട്രാൻസിൽ ആണോ, അല്ലെങ്കിൽ എന്താണ് ഹിമാലയസിലാണോ, അല്ലെങ്കിൽ ഈസ്റ്റേൺ ഹിമാലയസിലാണോ എന്നൊക്കെ ചോദിക്കും. എവിടെയാണ് അത് സ്ഥിതി ചെയ്യുന്നത്? ട്രാൻസ് ഹിമാലയസിലാണ്. ഇനി ഈ ട്രാൻസ് ഹിമാലയസ് തന്നെ നമുക്ക് വീണ്ടും എന്താണ് 4 എണ്ണമായിട്ട് തരംതിരിക്കാൻ പറ്റും. ഏതൊക്കെയാ 4 എണ്ണം? നോക്കിയേ, കാരക്കോറം റേഞ്ച്, ലഡാക്ക് റേഞ്ച്, സസ്കാർ റേഞ്ച്, കൈലാഷ് റേഞ്ച്. ഈ 4 റേഞ്ചുമായിട്ട് എന്താണ് നമുക്കിതിനെ തരംതിരിക്കാൻ പറ്റും. ഒന്നുകൂടെ പറയാം. നമ്മൾ ആദ്യം ഹിമാലയസിനെ എടുത്തു അല്ലെ? ഹിമാലയസ് നമ്മൾ ഒരു 3 ഡിവിഷൻ ആയിട്ട് ഡിവൈഡ് ചെയ്തു. എന്താണ്? ട്രാൻസ് ഹിമാലയസ്, അതുപോലെ ഈസ്റ്റേൺ ഹിമാലയസ്. ഇനി ഈ ട്രാൻസ് ഹിമാലയസ് എടുത്തിട്ട് നമ്മൾ ഇതിനെ വീണ്ടും എന്താണ്? വീണ്ടും ഇതിനൊരു 4 റേഞ്ച് ആയിട്ട് ഇതിനെ ഇങ്ങനെ ഡിവൈഡ് ചെയ്യുകയാണ്. ഓക്കെ, ഏതൊക്കെയാണ്? കാരക്കോറം റേഞ്ച്, ലഡാക്ക് റേഞ്ച്, സസ്കർ റേഞ്ച്, കൈലാഷ് റേഞ്ച്. ഇങ്ങനെ 4 റേഞ്ച് ആയിട്ട് എന്താണ് ഇത് നമ്മൾ ഡിവൈഡ് ചെയ്യാൻ പോവാണ്. ഇനി ഈ റേഞ്ചിലൊക്കെ എന്താണ് ഇതിന്റെ പ്രത്യേകത, എന്തൊക്കെയാണ് ഇവിടെ ഉള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ഈ കാണുന്നതാണ് നമ്മുടെ ഏകദേശം റേഞ്ച് എന്ന് പറയുന്നത്. ഫസ്റ്റ് ഈ കാണുന്ന ഈ ടോപ്പ് മോസ്റ്റ് പോയിന്റ് ആണെന്ത്? നമ്മുടെ കാരക്കോർ റേഞ്ച്. പിന്നെയാണെന്ത്? ഈ കാണുന്ന ലഡാക്ക് റേഞ്ച്, പിന്നെ സസ്കാർ റേഞ്ച്, പിന്നെ ഇങ്ങോട്ടൊരു കൈലാഷ് റേഞ്ച് ഉണ്ട്. ഇവിടെയാണ് കൈലാഷ് റേഞ്ച് കേട്ടോ. കൈലാഷ് റേഞ്ച് ഈ ഭാഗത്താണ് കൈലാഷ് റേഞ്ച് ഉള്ളത് കേട്ടോ. അപ്പൊ ഇതിനെപ്പറ്റി എന്തൊക്കെ പറയും? ഇത് പിർപ്പാഞ്ചർ റേഞ്ച് നമുക്ക് വേറെയാണ്, നമുക്ക് സെപ്പറേറ്റ് പഠിക്കാനുള്ളതാണ്. ഇത് ആദ്യം നോക്കുക, കാരക്കോറം, ലഡാക്ക്, സസ്കർ, അതുപോലെ കൈലാഷ് റേഞ്ചസ്. ഓക്കെ, നമുക്ക് ഓരോന്നിനെയും ഡീറ്റെയിൽ ആയിട്ട് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് എടുക്കുകയാണെങ്കിൽ കാരക്കോറം റേഞ്ചസ്. ഓക്കെ, കാരക്കോറം റേഞ്ചസ് നോൺ ആസ് ബാക്ക് ബോൺ ഓഫ് ഹൈ ഏഷ്യ. ഓക്കെ, ഹൈ ഏഷ്യയുടെ ബാക്ക് ബോൺ എന്നറിയപ്പെടുന്നത് ഏതാണ്? അത് കാരക്കോറം റേഞ്ചസ് ആണ്. ചോദിക്കാറുണ്ട്. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് റേഞ്ചസ് അല്ലെങ്കിൽ മൗണ്ടൻ റേഞ്ചസ് നോൺ ആസ് ബാക്ക് ബോൺ ഓഫ് ഹൈ ഏഷ്യ. ഓക്കെ, ഹൈ ഏഷ്യയുടെ ബാക്ക് ബോൺ അറിയപ്പെടുന്നതാണ് അത് കാരക്കോറം റേഞ്ചസ് ആണ്. ഇനി ഇവിടെ സിറ്റുവേറ്റ് ചെയ്യുന്ന വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് മൗണ്ടൻ ആണിത് മൗണ്ട് K2 അല്ലെങ്കിൽ ഗോഡ്വിൻ ഓസ്റ്റിൻ എന്നൊക്കെ പറയും. എന്താണ്? മൗണ്ട് K2 അല്ലെങ്കിൽ ഗോഡ്വിൻ ഓസ്റ്റിൻ. എത്രയാണ് ഇതിന്റെ ഉയരം? 8611 മീറ്റർ ആണെന്ത് ഇതിന്റെ ഉയരം എന്ന് പറയുന്നത്. ഇത് സിറ്റുവേറ്റ് ചെയ്യുന്ന എവിടെയാണ്? അത് കാരക്കോറം റേഞ്ചസ്. നമ്മൾ നേരത്തെ പാമീർ നോട്ട് എന്ന് പറഞ്ഞില്ലേ? നിങ്ങളോട് ചോദിക്കുന്നത് ഇങ്ങനെയായിരിക്കും, പാമീർ നോട്ട് എവിടെ സ്ഥിതി ചെയ്യുന്നു? അതുപോലെ ചോദിക്കുന്നതാണെന്ത് ഈ കാണുന്ന ചോദ്യം. എന്താണ്? മൗണ്ട് K2 അല്ലെങ്കിൽ ഗോഡ്വിൻ ഓസ്റ്റിൻ ഏത് റേഞ്ചസിൽ സ്ഥിതി ചെയ്യുന്നു? 4 ഓപ്ഷൻ തരും. കാരക്കോറം, ലഡാക്ക്, സസ്കർ, 4 ഓപ്ഷൻ തരും. എവിടെയാണ് അത് സ്ഥിതി ചെയ്യുന്നത്? കാരക്കോറം റേഞ്ചിലാണത് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇനി എക്സ്ട്രാ ആയിട്ട് കുറച്ച് ഫാക്ട്സ് പഠിക്കാനുള്ളതാണ്. ഷോക്ക് റിവർ ഫ്ലോസ് ബിറ്റ്വീൻ കാരക്കോറം ആൻഡ് ലഡാക്ക്. അതായത് ഈ ഇതിനിടയ്ക്ക് കൂടെ ഇപ്പോൾ ഒരു ചോദ്യമായിരുന്നു, ഷോക്ക് റിവർ എന്താണ് ഒഴുകുന്നത് ഏതൊക്കെ റേഞ്ചസിന്റെ ഇടയിലാണ്? ഒരു പ്രീവിയസ് ചോദ്യമാണ്. എവിടെയാണ് അത് ഒഴുകുന്നത്? കാരക്കോറത്തിന്റെയും ലഡാക്ക് റേഞ്ചിന്റെയും ഇടയിലൂടെയാണ് എന്ത് ഷോക്ക് റിവർ എന്താണ് ഒഴുകുന്നത്. ചിലപ്പോൾ ചോദിക്കുന്നത് ഷോക്ക് റിവർ എന്നാണ് കിടക്കുന്നത് ഏത് റേഞ്ചിലാണെന്ന് ചോദിച്ചാൽ ആവറേജ് ആയിട്ട് എന്താണ് ഒരു കാരക്കോർ റേഞ്ചസ് മാത്രമേ ഓപ്ഷനിൽ അതിന്റെ ചിലപ്പോൾ കാണുള്ളൂ. അപ്പൊ നിങ്ങൾ അത് കണക്ട് ചെയ്യുക. ഷോക്ക് റിവർ എപ്പോഴും തന്നെ കാരക്കോർ റേഞ്ചിനോട് അടുത്ത് കിടക്കുന്നു. ഇനി സിയാച്ചിൻ ഗ്ലേസിയർ ഉള്ളത് എവിടെയാണ്? സിയാച്ചിൻ ഗ്ലേസിയർ ഉള്ളതും നമ്മുടെ കാരക്കോറം റേഞ്ചിലാണ്. അപ്പൊ നമ്മൾ എത്ര എണ്ണം പഠിച്ചു? എത്ര എണ്ണം പഠിച്ചു? ഫസ്റ്റ് സിയാച്ചിൻ ഗ്ലേസിയർ എവിടെയാണെന്ന് പഠിച്ചു. ഷോക്ക് റിവർ ഒഴുകുന്നത് കാരക്കോറത്തിന് ഇടയ്ക്കാന്ന് പഠിച്ചു. മൗണ്ട് K2 അല്ലെങ്കിൽ ഗോഡ്വിൻ ഓസ്റ്റിൻ എന്ന് ചിലപ്പോൾ വേറൊരു ചോദ്യം ചോദിക്കാം. ഗോഡ്വിൻ ഓസ്റ്റിൻ അറിയപ്പെടുന്നത് ഏത് മൗണ്ട് റേഞ്ച് ആണ്? അത് മൗണ്ട് K2 ആണെന്ന് ഗോഡ്വിൻ ഓസ്റ്റിൻ അറിയപ്പെടുന്നത്. അതുപോലെ ബാക്ക് ബോൺ ഓഫ് ഹൈ ഏഷ്യ എന്താണ്? ബാക്ക് ബോൺ ഓഫ് ഹൈ ഏഷ്യ എന്ന് അറിയപ്പെടുന്നത് ഏത് റേഞ്ച് ആണ്? അത് കാരക്കോറം റേഞ്ചസ് ആണ്. അടുത്താണ് ലഡാക്ക് റേഞ്ച്. നമ്മളെ ഫിഗറിൽ കാണുന്ന പോലെ അടുത്താണ് ലഡാക്ക് റേഞ്ച് ആണ്. സൗത്ത് എക്സ്റ്റൻഷൻ ഓഫ് കാരക്കോറം റേഞ്ച്. എന്താണ്? സൗത്ത് എക്സ്റ്റൻഷൻ ഓഫ് കാരക്കോറം റേഞ്ച് ആണത് നമ്മള് ലഡാക്ക് റേഞ്ച് എന്ന് പറയുന്നത്. ഇനി എക്സ്റ്റൻഷൻ ഓഫ് ലഡാക്ക് റേഞ്ച് ഇൻടു ചൈന ഇസ് നോൺ ആസ് കൈലാഷ് റേഞ്ച്. കൈലാഷ് റേഞ്ച് പ്രത്യേകം നമുക്ക് പറിച്ചൊന്നുമില്ല, പക്ഷേ ഈ ചോദ്യം ചോദിക്കാറുണ്ട് ഒരു ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് പോലെ. അതായത് ലഡാക്ക് റേഞ്ചിന്റെ എക്സ്റ്റൻഷൻ, ചൈനയിലേക്കുള്ള എക്സ്റ്റൻഷൻ നമ്മൾ പറയുന്ന പേരെന്താണ്? അതാണെന്ത്? കൈലാഷ് റേഞ്ച് എന്നറിയപ്പെടുന്നത് കേട്ടോ. കൈലാഷ് റേഞ്ച്. ഇവിടെ നോക്കി, നോക്ക്, ഈ ലഡാക്ക് റേഞ്ച് അല്ലെ? ഇവിടെ ലഡാക്ക് റേഞ്ച് ഉണ്ട്. ഇവിടെ ലഡാക്ക് റേഞ്ച് അല്ലേ? ഈ ലഡാക്ക് റേഞ്ച് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് ഇങ്ങനെ വരുന്നേ അല്ലെ? ഈ ഒരു ഭാഗം ചൈനയാണ്. ഓക്കെ, ഈ ഒരു ഭാഗം എന്താണ്? ഈ ഒരു ഭാഗം ചൈനയാണ്. അപ്പൊ ഇത് ചൈനയിലേക്ക് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് വരുമ്പോഴേക്ക് എന്താണ്? ഈ റേഞ്ചിനാണ് നമ്മൾ
കൈലാഷ് റേഞ്ച് എന്ന് പറയുന്നത്. ദ എക്സ്റ്റൻഷൻ ഓഫ് എന്താണ് ലഡാക്ക് റേഞ്ച് ഇൻ ടു ചൈന ഈസ് നോൺ ആസ് കൈലാഷ് റേഞ്ച്. ഓക്കെ, കൈലാഷ് റേഞ്ച്. ഇനി അടുത്താണ് നമ്മുടെ സാസ്കാർ റേഞ്ച്. ഓക്കെ, സാസ്കാർ റേഞ്ച് ഹയസ്റ്റ് പീക്ക്, ഇവിടെയുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് പീക്ക് ആണെന്ത് ക്യാമറ്റ് എന്ന് പറയുന്നത് കേട്ടോ. മൗണ്ട് ക്യാമറ്റ് ആണ് സാസ്കാർ റേഞ്ചിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പീക്ക് എന്ന് പറയുന്നത്. അതുപോലെ കോൾഡസ്റ്റ് പ്ലേസ് ഇൻ ഇന്ത്യ ആയ ഡ്രാസ് സിറ്റുവേറ്റ് എവിടെയാണെന്ന് വെച്ചാൽ അതാണ് അത് സാസ്കാർ റേഞ്ചിലാണ് കോൾഡസ്റ്റ് പ്ലേസ് ഇൻ ഇന്ത്യ ആയ ഡ്രാസ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. ദ ഗേറ്റ് വേ ഓഫ് ലഡാക്ക് എന്നറിയപ്പെടുന്ന പ്ലേസ് ആണ് ഡ്രാസ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ മൗണ്ട് K2 പഠിച്ചു, മൗണ്ട് ക്യാമറ്റ് പഠിച്ചു, സിയാച്ചിൻ ഗ്ലേസിയർ പഠിച്ചു, എന്താണ് പാമിർ നോട്ട് പഠിച്ചു, അതുപോലെ കോൾഡസ്റ്റ് പ്ലേസ് ആയ എന്താണ് ഡ്രാസ്. ഇത്രയും കാര്യങ്ങൾ ഈ ഓരോ റേഞ്ചസിൽ നിന്നും നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു. ഒന്നുകൂടെ പറയാം. അതായത് നമ്മൾ നമ്മുടെ ഫസ്റ്റ് ട്രാൻസ് ഹിമാലയസിനെ നോക്കി 4 ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. കാരക്കോറം, ലഡാക്ക്, സസ്കർ, കൈലാഷ്. അതിനകത്ത് കാരക്കോറത്തിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഈ കാണുന്ന 4 കാര്യങ്ങളാണ് കാരക്കോറത്തിലുള്ളത്. ലഡാക്ക് റേഞ്ച്, ലഡാക്ക് റേഞ്ചിന്റെ എക്സ്റ്റൻഷൻ ആണെന്ന് നമ്മൾ കൈലാഷ് റേഞ്ച്, അതായത് ചൈനയിൽ ഇത് അറിയപ്പെടുന്നത് എന്താണ് കൈലാഷ് റേഞ്ച് ആണ് ഇത് അറിയപ്പെടുന്നത്. അതുപോലെ സാസ്കർ റേഞ്ചിന്റെ ഏറ്റവും ഹയസ്റ്റ് പീക്ക് ഏതാണ് അത് ക്യാമറ്റ് ആണ്. ഇവിടുത്തെ ഏറ്റവും കോൾഡസ്റ്റ് എവിടെയാണത് നമ്മുടെ ഇന്ത്യയിൽ തന്നെ ദ കോൾഡസ്റ്റ് പ്ലേസ് ആയ ഡ്രാസ് അല്ലെങ്കിൽ ദ ഗേറ്റ് വേ ഓഫ് ലഡാക്ക് എന്നൊക്കെ അറിയപ്പെടുന്ന ഡ്രാസ് സിറ്റുവേറ്റ് ചെയ്യുന്നതും നമ്മൾ പഠിച്ചു. ഓക്കെ, ഫസ്റ്റ് നമ്മുടെ ട്രാൻസ് ഹിമാലയസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, ക്ലിയർ ആണോ? ഫസ്റ്റ് ആദ്യത്തെ 4 റേഞ്ച് ക്ലിയർ ആണോ? കിട്ടിയില്ലേ? ക്ലിയർ അല്ലേ? അടുത്താണ് ദ ഹിമാലയൻ റേഞ്ചസ്. എന്താണ് ദ ഹിമാലയൻ റേഞ്ചസ്? നമ്മൾ ഫസ്റ്റ് കഴിഞ്ഞു അല്ലെ, ട്രാൻസ് ഹിമാലയസ് കഴിഞ്ഞു. അടുത്താണ് നമ്മുടെ ഹിമാലയൻ റേഞ്ചസ്. ഓക്കെ, ഇത് അറിയപ്പെടുന്നത് എന്താണ് യങ് ഫോൾഡ് മൗണ്ടെയിൻസ് ആണ് അറിയപ്പെടുന്നത്. എന്താണ് യങ് ഫോൾഡ് മൗണ്ടെയിൻസ്, യങ് ഫോൾഡ് മൗണ്ടെയിൻസ്. ഓക്കെ, പാർവതി ക്ലിയർ, വൈഷ്ണവ് ക്ലിയർ. ഓക്കെ, യങ് ഫോൾഡ് മൗണ്ടെയിൻസ് അല്ലെങ്കിൽ മറ്റൊരു പേര്, എന്റെ മീനിങ് ആണത് എബോട്ട് ഓഫ് സ്നോ എന്നറിയപ്പെടുന്നത് ഏതാണ്? അത് നമ്മുടെ ഹിമാലയൻ റേഞ്ചസ് ആണ്. ഓക്കെ, യങ് ഫോൾഡ് മൗണ്ടെയിൻസ് അല്ലെങ്കിൽ എബോട്ട് ഓഫ് സ്നോ എന്നറിയപ്പെടുന്നത് നമ്മുടെ ഹിമാലയൻ റേഞ്ചസ് ആണ്. ഈ ഇതിന്റെ ഈസ്റ്റേൺ ഹാഫ് എപ്പോഴും വെസ്റ്റേൺ ഹാഫിനേക്കാളും എന്തായിരിക്കും ഉയരം കൂടുതലായിരിക്കും. അതൊരിടത്ത് ചോദ്യമായിരുന്നു കേട്ടോ. കാരണം ഈ റേഞ്ചസ് എടുക്കുമ്പോഴേക്കും ഇതിന്റെ എലവേഷൻ എവിടെ നിന്ന് എങ്ങോട്ടാണെന്ന് വെച്ചാൽ ഈസ്റ്റിൽ നിന്നും എന്തായിരിക്കും വെസ്റ്റിലേക്കായിരിക്കും എന്ത് ഇതിന്റെ ഇലവേഷൻ വരുന്നത്. അപ്പൊ ഈസ്റ്റേൺ ഹാഫ് എപ്പോഴും എന്തായിരിക്കും ഈസ്റ്റേൺ ഹാഫ് എപ്പോഴും കൂടുതലായിരിക്കും. ഇനി നമ്മള് ട്രാൻസ് ഹിമാലയസിൽ 4 റേഞ്ച് പഠിച്ചില്ലേ? നമ്മള് സസ്കർ, അതുപോലെ എന്താണ് കാരക്കോറം, ലഡാക്ക് എന്നൊക്കെ പഠിച്ച് 4 റേഞ്ച് പഠിച്ചില്ലേ? ഇവിടെ എന്താണ് നമുക്ക് ഹിമാലയസിനെ വീണ്ടും 3ആയിട്ട് ഡിവൈഡ് ചെയ്യാനുണ്ട്. എന്തൊക്കെയാണ്? ദ ഗ്രേറ്റർ അല്ലെങ്കിൽ ഇന്നർ ഹിമാലയസ് അല്ലെങ്കിൽ ഹിമാദ്രി, അടുത്തത് ദ മിഡിൽ, ലെസർ ഓർ ഹിമാചൽ അല്ലെങ്കിൽ ദ ഔട്ടർ ഓർ എന്താണ് ശിവാലിക്. ഇതിനെ വീണ്ടും എന്താണ് വീണ്ടും നമ്മൾ 3 എന്താണ് തട്ടായിട്ട് എന്താണ് ഇതിനെ വീണ്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അല്ലെ. ഒന്നുകൂടെ പറയാം, ആദ്യം നമ്മൾ ഹിമാലയസ് മൊത്തം എടുത്തു, 3ആയി ഡിവൈഡ് ചെയ്തു, അതിൽ പിന്നെ ഓരോ സബ് ഡിവിഷൻ വന്നു. ഇത് രണ്ടാമത് ഹിമാലയസിന്റെ വീണ്ടുമുള്ള സബ് ഡിവിഷൻ ആണിത് നമ്മൾ ഈ കാണുന്ന 3 കാര്യങ്ങൾ. ദ ഹിമാദ്രി, ഹിമാചൽ അല്ലെങ്കിൽ ശിവാലിക് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇത് ഈ കാണുന്നതാണ് നിങ്ങളുടെ ഏകദേശം ഐഡിയ കിട്ടാൻ വേണ്ടി. ഇത് ഗ്രേറ്റർ ഹിമാലയസ്. ഓക്കെ, ഇതാണോ ഗ്രേറ്റർ ഹിമാലയസ്? ഇത് ഈ ഒരു റേഞ്ചിൽ വരും. പിന്നെ എന്താണ് പിന്നെ സെൻട്രിൽ കാണുന്നതാണ് ദ ലെസർ ഹിമാലയസ്. പിന്നെ ഇതിന്റെ ഔട്ടറിൽ കാണുന്നതാണ് ശിവാലിക് അല്ലെങ്കിൽ ഔട്ടർ ഹിമാലയസ് എന്നൊക്കെ അറിയപ്പെടുന്നത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ 3 റേഞ്ചിനെ കുറിച്ചാണ്. നമ്മൾ നേരത്തെ എഴുതിയ എന്താ? നേരത്തെ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവരുത്, അതിനുവേണ്ടിയാണ് വീണ്ടും വീണ്ടും പറയുന്നത് കേട്ടോ. നമ്മൾ ആദ്യമേ ഇതിനെ ഒരു 3ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. ഓക്കെ, ഇതിങ്ങനെ 3ആയിട്ട് ഇതിങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് മാറ്റി അല്ലെ 3ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് മാറ്റി. ഇവിടെയായിരുന്നു നമ്മുടെ ട്രാൻസ്, പിന്നെ ഹിമാലയാസ്, പിന്നെ ഈസ്റ്റേൺ. ഇവിടെ തന്നെ എന്താണ് ഇവിടെ തന്നെ നമ്മളൊരു 4 റേഞ്ചസ് പോലെ എന്താണ് ഇങ്ങോട്ടുള്ള എക്സ്റ്റൻഷൻ ഒക്കെ മാറ്റി. പിന്നെ എന്താണ് നമ്മൾ ഹിമാലയസ് എടുത്തു, അതിനെ വീണ്ടും നമ്മൾ 3 തട്ടാക്കി മാറ്റുന്നതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഓക്കെ ഓക്കെ, എന്താണ് ദ ഗ്രേറ്റർ ഹിമാലയാസ് ഓർ ഹിമാദ്രി, ദ ഗ്രേറ്റർ ഹിമാലയാസ് ഓർ ഹിമാദ്രി. ഫസ്റ്റ് ആദ്യത്തെ എന്താണ് ഡിവിഷൻ ആണ്. ഇതിന്റെ നോൺ ആസ് ബാക്ക് ബോൺ ഓഫ് ഹിമാലയാസ്. ഇപ്പൊ ബാക്ക് ബോൺ കൂട്ടി എന്നൊരു കാര്യം പഠിച്ചോളൂ. എന്തായിരുന്നു? നമ്മൾ ബാക്ക് ബോൺ ഓഫ് ഹൈ ഏഷ്യ പഠിച്ചായിരുന്നു അല്ലെ നേരത്തെ അല്ലെ. ബാക്ക് ബോൺ ഓഫ് ഹൈ ഏഷ്യ പഠിച്ചില്ലേ? നമ്മൾ കാരക്കോം റേഞ്ചസ് ഒക്കെ പറഞ്ഞ് പഠിച്ചായിരുന്നു. ഇതെന്താണ്? ഇത് ബാക്ക് ബോൺ ഓഫ് ഹിമാലയാസ്. ഹിമാലയസിന്റെ ബാക്ക് ബോൺ എന്നറിയപ്പെടുന്ന ഏതാണ്? അത് ഏതാണ്? ദ ഗ്രേറ്റർ ഹിമാലയാസ് അല്ലെങ്കിൽ നമ്മുടെ ഹിമാദ്രി ആണ് ബാക്ക് ബോൺ ഓഫ് ഹിമാലയാസ് അറിയപ്പെടുന്നത്. ഇതിന്റെ ആവറേജ് ഹൈറ്റ് അല്ലെങ്കിൽ എത്ര ആവറേജ് എലവേഷൻ 6000 മീറ്റർ ആണ്. 6000 മീറ്റർ ആണ് ഇതിന്റെ ആവറേജ് ഹൈറ്റ് എന്ന് പറയുന്നത്. ഇനി ഇതുണ്ടാക്കിയിരിക്കുന്നത് ഏത് ടൈപ്പ് ഓഫ് റോക്സ് കൊണ്ടാണ്? മേഡപ്പ് ഓഫ് മെറ്റാമോർഫിക് ആൻഡ് സെഡിമെന്ററി റോക്സ്. ഒരു പ്രീവിയസ് ചോദ്യമാണ്. ഏത് ടൈപ്പ് ഓഫ് റോക്സ് കൊണ്ടാണ് ഇത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്? ഏതാണ്? മേഡപ്പ് ഓഫ് മെറ്റാമോർഫിക് ആൻഡ് സെഡിമെന്ററി റോക്സ് ആണ് ഇത് ഹിമാലയസിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് കേട്ടോ. ഇനി ഇതിന്റെ എക്സ്റ്റൻഷൻ എവിടെ മുതൽ എവിടെ വരെയാണ്? ഒരു ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദ്യമാണ് കേട്ടോ. അതായത് ഇത് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തത്, ഈ ഒരു പോയിന്റ് തൊട്ട് ഇത് എവിടെ വരെയാണ് എൻഡ് ചെയ്യുന്നത് ചോദിക്കാറുണ്ട്. എവിടെയാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്?
നങ്ക പർവ്വതം മുതൽ നങ്ക പർവ്വതം മുതൽ നംച ബാർ വരെയാണിത് ഇതിന്റെ എക്സ്റ്റൻഷൻ വരുന്നത് കേട്ടോ. വെരി 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 ഇമ്പോർട്ടന്റ്. നമ്മൾ പറയാം നങ്ക പർവ്വതം മുതൽ നംച ബാർ വരെയാണിത് ഇതിന്റെ എക്സ്റ്റൻഷൻ വരുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ മൗണ്ട് കാഞ്ചൻജംഗ. മൗണ്ട് കാഞ്ചൻജംഗ സിക്കിമിലെ ഹയസ്റ്റ് ഇൻ ഇന്ത്യ, ഹയസ്റ്റ് പീക്ക് ഇൻ ഇന്ത്യ ആണിത് മൗണ്ട് കാഞ്ചൻജംഗ 8598. അപ്പൊ നിങ്ങൾക്ക് ഒരു സംശയം വന്നതാണ്. നമ്മൾ കുറച്ച് മുമ്പ് എന്താണ് മൗണ്ട് K2 അല്ലെങ്കിൽ നമ്മള് ഗോഡ്വിൻ ഓസ്റ്റിൻ പഠിച്ചായിരുന്നല്ലോ 8611 ഇവിടെയാണല്ലോ ലൊക്കേറ്റ് ചെയ്യുന്നത്. അതല്ലേ എന്താണ് ഹയസ്റ്റ് എന്നൊക്കെ. ഇവിടെ ഒരു ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. അതായത് ഇതൊക്കെ കംപ്ലീറ്റ്ലി ഇൻ ഇന്ത്യൻ ടെറിട്ടറി ഒരു രണ്ടൊരു ക്ലോസ് ഉണ്ട്, അതായത് ഒരു കണ്ടീഷൻ ഉണ്ട്. അതായത് ഒരു മൗണ്ടെയിൻ മൊത്തമായും അല്ലെങ്കിൽ എന്താണ് മുഴുവനായും ഒരു ഇന്ത്യൻ ടെറിട്ടറിക്കകത്ത് സ്ഥിതി ചെയ്യുകയാണെങ്കിൽ എന്താണ് അതിന്റെ അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ എന്താണ് അതാണ് മൗണ്ട് കാഞ്ചൻജംഗ എന്ന് പറയുന്നത് 8598 മീറ്റർ. ഇനി ഒരു മൗണ്ടെയിൻ, അതായത് മൗണ്ടെയിൻ എന്താണ് കംപ്ലീറ്റ് ആയിട്ട് എന്താണ് അങ്ങനെ ചോദിച്ചിട്ടില്ല. ഓപ്ഷനിൽ മൗണ്ട് K2 ഉണ്ടെങ്കിൽ എന്താണ് നിങ്ങൾക്ക് അത് മൗണ്ട് K2 പിക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ കംപ്ലീറ്റ്ലി ഇൻ ഇന്ത്യൻ ടെറിട്ടറി ഒരു ക്ലോസ് വന്നാൽ അല്ലെങ്കിൽ ഒരു ഓപ്ഷൻ ഒരു കണ്ടീഷൻ വന്നാൽ അത് എപ്പോഴും മൗണ്ട് കാഞ്ചൻജംഗ ആയിരിക്കും. അതിന്റെ ഉയരം 8598 മീറ്റർ ആണ്. ഇത് അറിയപ്പെടുന്നത് 5 ട്രഷേഴ്സ് ഓഫ് സ്നോ എന്ന് അറിയപ്പെടുന്നത് കേട്ടോ. എന്താണ് 5 ട്രഷേഴ്സ് ഓഫ് സ്നോ ചോദിക്കാറുണ്ട്. 5 ട്രഷേഴ്സ് ഓഫ് സ്നോ എന്ന് അറിയപ്പെടുന്നത് ഏത് മൗണ്ടൻ റേഞ്ച് ആണ്? 4 ഓപ്ഷൻ തരും. മൗണ്ട് കാഞ്ചൻജംഗ, മൗണ്ട് K2 എന്നൊക്കെ പറഞ്ഞ് 4 ഓപ്ഷൻ തരും. മൗണ്ട് കാഞ്ചൻജംഗയാണിത് നമ്മുടെ 5 ട്രഷേഴ്സ് ഓഫ് സ്നോ എന്ന് അറിയപ്പെടുന്നത്. അതുപോലെ ഈ റേഞ്ചിലുള്ള ഈ ഹിമാദ്രി റേഞ്ചിലുള്ള മറ്റൊരു ഇമ്പോർട്ടന്റ് പീക്ക് ആണെന്ത് നന്ദാദേവി എന്ന് പറയാറുണ്ട്. നന്ദാദേവി എന്നാണ് ഹയസ്റ്റ് പീക്ക് ഇൻ ഉത്തരാഖണ്ഡ് ആണെന്ത് നന്ദാദേവി. അങ്ങനെ രണ്ടുകൊണ്ട് ചോദിച്ചിട്ടുണ്ട്. ഒന്ന് ചോദിച്ചിട്ടുണ്ട് നന്ദാദേവി ഏത് റേഞ്ചസിലെ ഹിമാദ്രി ശിവാലിക് ഇത് ഏത് റേഞ്ചസിലാണിത് സിറ്റുവേറ്റ് ചെയ്യുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അതുപോലെ ഉത്തരാഖണ്ഡിലെ ഏറ്റവും വലിയ പീക്ക് ഏതാണ്? അത് നന്ദാദേവിയാണ്. 7816 മീറ്റർ ആണിത് നന്ദാദേവിയുടെ ഉയരം എന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. നെക്സ്റ്റ് മൗണ്ട് എവറസ്റ്റ് അല്ലെ. നമ്മൾ ഹിമാലയസ് പഠിക്കുകയാണെങ്കിൽ അത് നമുക്ക് ഒരിക്കലും എന്താണ് അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത ടോപ്പിക് ആണിത് മൗണ്ട് എവറസ്റ്റ് എന്ന് പറയുന്നത്. ഹയസ്റ്റ് പീക്ക് ഇൻ ദ വേൾഡ് അല്ലെ. വേൾഡ് തന്നെ ഏറ്റവും വലിയ കൊടുമുടി എന്നറിയപ്പെടുന്നതാണിത് നമ്മുടെ മൗണ്ട് എവറസ്റ്റ് എന്ന് പറയുന്നത്. 8848 മീറ്റർ ആണിത് മൗണ്ട് എവറസ്റ്റിന്റെ ഉയരം എന്ന് പറയുന്നത് അല്ലെ. 8848 മീറ്റർ. ലൊക്കേറ്റഡ് ഇൻ നേപ്പാൾ. എവിടെയാണ്? നേപ്പാൾ ആണിത് നമ്മുടെ മൗണ്ട് എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത് അല്ലെ. ഇനി നോൺ ആസ് സാഗർമാത. ഈ മൗണ്ട് എവറസ്റ്റ് നമ്മൾ ഇന്ത്യയിൽ പറയുന്ന പേരാണിത് മൗണ്ട് എവറസ്റ്റ് എന്ന് പറയുന്നത്. ഇത് നേപ്പാളിൽ എത്തുമ്പോഴും അതുപോലെ ടിബറ്റിൽ എത്തുമ്പോഴും ഇതിന് സെപ്പറേറ്റ് പേരാണ്. ടിബറ്റിൽ എത്തുമ്പോൾ എന്താണ് ടിബറ്റിൽ അതിനെ വിളിക്കുന്ന പേരുകളാണ്. നമ്മൾ ഇന്ത്യയിൽ മൗണ്ട് എവറസ്റ്റ് വിളിക്കുന്ന പോലെ അത് നേപ്പാളിലും എന്താണ് ടിബറ്റിലും അതിനെ വിളിക്കുന്നത് മറ്റ് 2 പേരുകളാണ്. ആ പേരുകൾ ഏതൊക്കെയാണെന്ന് ചോദിക്കാറുണ്ട്. നോട്ട് ചെയ്യാം, നോക്കിക്കോ. അതായത് നേപ്പാളിൽ ഇതിനെ വിളിക്കുന്നതാണത് സാഗർമാത. എന്താണ് സാഗർമാത എന്നാണത് നേപ്പാളിൽ ഇതിനെ വിളിക്കുന്നത്. അതുപോലെ ടിബറ്റിൽ ഇതിനെ വിളിക്കുന്നതാണത് ചോമോലങ്ക എന്ന് വിളിക്കും. എന്താണ് ചോമോലങ്ക. ടിബറ്റിൽ ഇതിനെ ചോമോലങ്ക എന്ന് വിളിക്കും. അതായത് ചോമോലങ്ക ഓപ്ഷൻ കൊടുക്കാറുണ്ട്. അത് വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് മൗണ്ടെയിൻസ് ഈസ് നോൺ ആസ് ചോമോലങ്ക ഇൻ ടിബറ്റ് എന്ന് പറഞ്ഞിട്ട് 4 ഓപ്ഷൻ തരും. ഏതാണ്? അത് മൗണ്ട് എവറസ്റ്റ് ആണ്. ഇതുപോലെ സെയിം എന്താണ് സാഗർമാതയും ചോദിക്കാറുണ്ട്. ഓക്കെ, ആദ്യമേ ഇതിന്റെ പേരെന്ന് വെച്ചാൽ പീക്ക് 15 ആയിരുന്നു. പണ്ട് മൗണ്ട് എവറസ്റ്റ് മുമ്പ് എന്താണ് ഇതിന്റെ പേര് പീക്ക് 15 അല്ലെങ്കിൽ പീക്ക് 15 ആയിരുന്നു ഇതിന്റെ പേര്. പിന്നീട് എന്താണ് ആൻഡ്രൂ വേഗ് ആണെന്ത് ഇതിന്റെ പേര് മൗണ്ട് എവറസ്റ്റ് എന്നുള്ള പേരുകളിലേക്ക് മാറിയിട്ട് നമ്മുടെ ഒരു എന്താണ് ഒരു ബ്രിട്ടീഷ് ആളായ എവറസ്റ്റ് എന്നുള്ള പേരുണ്ടായിരുന്നു. ആ പേരിന് എന്താണ് അദ്ദേഹത്തിന് ആദരിക്കാൻ വേണ്ടിയാണ് പിന്നീട് ഇതിന് മൗണ്ട് എവറസ്റ്റ് എന്ന് പേര് കൊടുത്തത്. പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യം പറയുകയാണെങ്കിൽ ആദ്യമായിട്ട് നമുക്കറിയാം ഫസ്റ്റ് എന്താണ് മൗണ്ട് എവറസ്റ്റ് കീഴടക്കിയത് ടെൻസിംഗ് നോർഗെ ആൻഡ് എഡ്മണ്ട് ഹിലാരി ആണ്. ടെൻസിംഗ് നോർഗെ ആൻഡ് എഡ്മണ്ട് ഹിലാരി ആണ് ഇത് ആദ്യമായിട്ട് മൗണ്ട് എവറസ്റ്റ് കീഴടക്കിയത്. അതുപോലെ ഏത് ദിവസമാണ്? മെയ് 29 1955 മെയ് 29 ആണത് മൗണ്ട് എവറസ്റ്റ് കീഴടക്കി കേട്ടോ. അതുപോലെ മൗണ്ട് എവറസ്റ്റ് ഡേ എന്നറിയപ്പെടുന്നതും ഈ ദിവസം ഒന്ന് നോട്ട് ചെയ്ത് നോക്കാം. മൗണ്ട് എവറസ്റ്റ് ഡേ എന്നാന്ന് ചോദിച്ചാൽ അത് മെയ് 29 ആണ്. 1955 മെയ് 29 ആണിത് മൗണ്ട് എവറസ്റ്റ് ഡേ ആയിട്ട് നമ്മൾ ആചരിക്കുന്നത്. ഇനി ഏറ്റവും ഫസ്റ്റ് ഇന്ത്യൻ ടു ക്ലൈംബ് മൗണ്ട് എവറസ്റ്റ് ആണ്. ഫസ്റ്റ് ഇന്ത്യൻ ടു ക്ലൈംബ് മൗണ്ട് എവറസ്റ്റ് വെച്ചാൽ അത് അവതാർ സിംഗ് കീമ ആട്ടോ. അവതാർ സിംഗ് കീമ ആണ് ഫസ്റ്റ് ഇന്ത്യൻ ടു ക്ലൈംബ് മൗണ്ട് എവറസ്റ്റ്. അതുപോലെ ഏറ്റവും കൂടുതലാണ് ദ മോസ്റ്റ് നമ്പർ ഓഫ് ടൈംസ് ഏറ്റവും കൂടുതലാണ് മൗണ്ട് എവറസ്റ്റ് കീഴടക്കിയത് ആരാന്ന് വെച്ചാൽ അത് കമി റിദ സിംഗ് ആണ്. ഏകദേശം 30 തവണ പ്ലസ് ആണ് 30+ ടൈംസ് എന്താണ് കമി റിദ സിംഗ് മൗണ്ട് എവറസ്റ്റ് കീഴടക്കിയിട്ടുണ്ട്. നമുക്ക് ഒരു തവണ പോലും എന്താണ് കീഴടക്കാൻ പറ്റാറില്ല. 30 തവണ എന്താണ് കമി റിദ സിംഗ് ഏറ്റവും കൂടുതൽ തവണ മൗണ്ട് എവറസ്റ്റ് കീഴടക്കിയിട്ടുണ്ട്. മൗണ്ട് എവറസ്റ്റിനെ പറ്റി എന്താണ് കുറച്ച് എക്സ്ട്രാ ആയിട്ടുള്ള ഫാക്ട്സ് ആണ്. സ്റ്റാറ്റിക് ആയിട്ട് കാര്യങ്ങളൊക്കെ എന്താണ് ചോദിക്കാറുണ്ട്. അപ്പൊ നമ്മളൊരു ടോപ്പിക് ഡിസ്കസ് ചെയ്യുമ്പോൾ എന്താണ് അത് ചുറ്റുമുള്ള എന്താണ് ഒരു സ്റ്റാറ്റിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും
ഡിസ്കസ് ചെയ്ത് പോകുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ പറയാം ഇതാണ് മൗണ്ട് എവറസ്റ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞു. സാഗർ നേപ്പാളിൽ സാഗർമാ എന്നറിയപ്പെടുന്നു, ടിബറ്റിൽ ചോമോലാങ് എന്നറിയപ്പെടും. ആൻഡ്രൂ വേഗാണ് ഇത് മൗണ്ട് എവറസ്റ്റ് പേര് നൽകിയത്. എഡ്മണ്ട് ഹിലാരി ആൻഡ് ടെൻസിൻ നോർഗെ ആദ്യമായിട്ട് 1955 മെയ് 29 എന്താണ് ഇത് ക്ലൈംബ് ചെയ്തു. ഏറ്റവും കൂടുതൽ തവണ കമീർ സിംഗ് ആണ് ഇത് ക്ലൈംബ് ചെയ്തെന്നും നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഓക്കെ, നമുക്ക് മൗണ്ട് എവറസ്റ്റ് നമ്മുടെ ഹിമാലയസിലേക്ക് തിരിച്ചു വരാം. അടുത്താണത് ലെസർ ഹിമാലയസ്. നമ്മുടെ ഏറ്റവും പറഞ്ഞു ഹിമാചലെ കുറിച്ച് പറഞ്ഞു. അടുത്താണത് നമുക്ക് ലെസർ ഹിമാലയാസ് അല്ലെങ്കിൽ ഹിമാചൽ എന്ന് പറയുന്നത്. ആവറേജ് ഹൈറ്റ് എത്രയാണ്? ആവറേജ് ഹൈറ്റ് വെറും 4000 മീറ്റർ അല്ലെ. നമ്മൾ നേരത്തെ 6000 മീറ്റർ ഉണ്ട്. ഇവിടെ എന്താണ്? ഇവിടെ 4000 മീറ്റർ ആണത് ഇതിന്റെ ആവറേജ് ഹൈറ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്താണത് ഈ ഒരു റേഞ്ചിനെ, ഈ ലെസർ ഹിമാലയസിനെ 4 സ്ഥലങ്ങളിൽ 4ആയിട്ട് വിളിക്കുന്നത്. അതായത് ജമ്മു ആൻഡ് കാശ്മീരിൽ ഈ റേഞ്ചിന് പറയുന്ന പേരാണെന്ത്? പിർ പാഞ്ചൽ റേഞ്ച്. നമ്മൾ നേരത്തെ ഒരു മാപ്പ് എടുത്തപ്പോൾ അതിനകത്ത് പിർ പാഞ്ചൽ എന്നൊക്കെ ഉണ്ടായിരുന്നു അല്ലേ. അപ്പൊ ജമ്മു ആൻഡ് കാശ്മീരിൽ ഇതിന് പറയുന്നതാണെന്ത്? പിർ പാഞ്ചൽ റേഞ്ച് എന്ന് പറയും. ഓക്കെ, ഹിമാചൽ പ്രദേശില് ഇതിന് പറയുന്നതാണെന്ത്? ധോളാധർ എന്ന് പറയും. എന്താണ്? ധോളാധർ. ഓക്കെ, ഉത്തരാഖണ്ഡില് ഇതിന് പറയുന്നതാണെന്ത്? നാഗ് ടിപ്പ എന്ന് പറയും. എന്താണ്? നാഗ് ടിപ്പ. അതുപോലെ നേപ്പാളില് ഇതിന് പറയുന്നതാണെന്ത്? മഹാഭാരത റേഞ്ചസ് എന്നും പറയും. എന്താ പറയാം? ഈ ലെസർ ഹിമാലയസ് അല്ലെങ്കിൽ ഹിമാചലിനെ 4 സ്ഥലങ്ങളിൽ 4ആയിട്ട് അറിയപ്പെടും. അതായത് ജമ്മു ആൻഡ് കാശ്മീരിൽ പിർപ്പാഞ്ചലിന്, ഹിമാചൽ പ്രദേശ് ധോളാധർ, ഉത്തരാഖണ്ഡിൽ നാഗ്ടിപ്പ, നേപ്പാളില് മഹാഭാരത എന്നാണ് ഈ റേഞ്ചസിനെ അറിയപ്പെടുന്നത്. ഇവിടെ നോക്കി, കാരണം ഈ എക്സ്റ്റൻഷൻ കിടക്കുന്നത് കണ്ടോ? ഈ കിടക്കുന്ന എക്സ്റ്റൻഷൻ ആണെന്ത്? ഈ കാണുന്ന നമ്മുടെ ഹിമാലയ എന്ന് പറയുന്നത് ഈ ഒരു റേഞ്ച് ആണ്. ഇവിടെയാണ് നമ്മുടെ ജമ്മു ആൻഡ് കാശ്മീർ. അവിടെ പിർപ്പാഞ്ചൽ എന്ന് പറയും. അടുത്ത എന്താണ്? നമ്മുടെ ഹിമാചൽ പ്രദേശ് ധോളാധർ, പിന്നെന്താണ്? നമ്മുടെ ഉത്തരാഖണ്ഡ്, ഇവിടെ പറയുന്നതാണ് നാഗ്ടിപ്പ. പിന്നെ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ എന്താണ്? നമുക്ക് നേപ്പാൾ, അവിടെ മഹാഭാരത് റേഞ്ച് അല്ലെങ്കിൽ കാഠ്മണ്ഡു വാലിലേക്ക് എന്താണ് ഈ വാലി സിറ്റുവേറ്റ് ചെയ്യുന്നത്? മഹാഭാരത റേഞ്ച് ആണെന്ത് ഇതിനെ പറയുന്നത്. ഇതും ഇമ്പോർട്ടന്റ് ആണ്. അതായത് ഈ റേഞ്ച്, ഈ ഹിമാചൽ അല്ലെങ്കിൽ എന്ന് പറയുന്ന റേഞ്ച് എന്താണ് ഉത്തരാഖണ്ഡില് ഏത് പേരിൽ അറിയപ്പെടുന്നത്? നമ്മൾ നേരത്തെ മൗണ്ട് എവറസ്റ്റ് പേര് പഠിച്ചില്ലേ? അതുപോലെ സെയിം സംഭവമാണ്. അതായത് ഈ റേഞ്ചിന് ഏത് പേരിലാണെന്ത് ഇത് അറിയപ്പെടുന്നതെന്ന് ചോദിക്കാറുണ്ട് കേട്ടോ. ലാസ്റ്റ് വൺ, ദ ഔട്ടർ ഹിമാലയാസ് അല്ലെങ്കിൽ ശിവാലിക്. ഓക്കെ, ശിവാലിക് ആവറേജ് ഹൈറ്റ് വെറും 1000 മീറ്റർ ആണ്. എത്രയാണ്? വെറും 1000 മീറ്റർ ആണ് ഇവിടുത്തെ ആവറേജ് ഹൈറ്റ് എന്ന് പറയുന്നത്. ഇൻ ഈസ്റ്റേൺ ഹിമാലയാസ് ഗെറ്റ് റീപ്ലേസ്ഡ് ബൈ ഡുവാർസ്. ഓക്കെ, ടീ കൾട്ടിവേഷൻ. അതായത് ഈസ്റ്റേൺ ഹിമാലയസ് എന്താണ്? ഇത് ഡുവാർസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷനുമായിട്ട് എന്താണ് ഇത് റീപ്ലേസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഓരോ ആ ഈസ്റ്റേണിലേക്ക് വരുമ്പോഴേക്കും, നോർത്ത് ഈസ്റ്റിലേക്ക് വരുമ്പോൾ ഇതിന്റെ എക്സ്റ്റൻഷൻ എന്താണ്? അങ്ങോട്ട് പോകുമ്പോഴേക്കും ഇവിടെ എന്താണ്? ഡുവാർസ് എന്ന് പറയുന്ന ഒരു ഏരിയ ആയിട്ട് ഇത് മാറുന്നുണ്ട്. ടീ കൾട്ടിവേഷന് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ദുവാർസ് പറയുന്നത്. ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ദുവാർസ് എന്ന് പറഞ്ഞാൽ എന്ത് ടൈപ്പ് ഓഫ് കൾട്ടിവേഷന് സ്യൂട്ടബിൾ ആയിരിക്കും എന്ന് വെച്ചാൽ അത് ടീ കൾട്ടിവേഷന് സ്യൂട്ടബിൾ ആയിരിക്കും എന്ന് നോട്ട് ചെയ്ത് നോക്കുക. അതുപോലെ നമ്മൾ ഡെറാഡൂൺസ് കേട്ടില്ല, ഡൂൺസ്. ഓക്കെ, ഡൂൺസ് ആർ ഫോംഡ് ബിറ്റ്വീൻ ലെസർ ഹിമാലയസ് ആൻഡ് ശിവാലിക്. ഓക്കെ, ലെസർ ഹിമാലയസിലും അതുപോലെ എന്താണ് ശിവാലിക്കിന്റെ ഇടയ്ക്ക് എന്താണ്? ഡൂൺസ്. നമ്മുടെ ഡെറാഡൂൺ ആണ് ലാർജസ്റ്റ് ഡൂൺ എന്നൊക്കെ പറയുന്നത് കേട്ടോ. അപ്പൊ ഡൂൺസ് എന്താണ് ഇതിന്റെ ഇടയ്ക്ക് ഫോം ചെയ്യാറുണ്ട്. ഇതും ചോദിച്ചിട്ടുണ്ട്. ഡൂൺസ് ഫോം ചെയ്യുന്നത് ഏതൊക്കെ റേഞ്ചിന്റെ ഇടയ്ക്കാണെന്ന് ചോദിക്കാറുണ്ട്. ഏതൊക്കെ റേഞ്ചാണ്? അത് ലെസർ ഹിമാലയസിന്റെയും ശിവാലിക്കിന്റെയും ഇടയ്ക്കാണ് എന്ത് ഡൂൺസ് ഫോം ചെയ്യാറുള്ളത്. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ? ഇത് ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ? അടുത്താണ് ഈസ്റ്റേൺ ഹിമാലയസ് അല്ലെ. ഈസ്റ്റേണിലേക്ക് പോകുന്ന ആ റേഞ്ച് ഈസ്റ്റേൺ ഹിമാലയാസ്. ഓക്കെ, ഇൻ വെസ്റ്റ് ബംഗാൾ, സിക്കിം, ഭൂട്ടാൻ ആൻഡ് അരുണാചൽ പ്രദേശ് ഹിമാലയാസ് ഇസ് നോൺ ആസ് ഈസ്റ്റേൺ ഹിമാലയാസ് അല്ലെ. നമ്മൾ 3 പഠിച്ചു. ഒന്ന് ട്രാൻസ് ഹിമാലയാസ്, ഈസ്റ്റേൺ ഹിമാലയാസ്. ഇവിടെ കാണുന്ന മേജർ ആയിട്ടുള്ള ഹിൽസ് ആണെന്ത്? പട്കായ് ബം, നാഗ ഹിൽസ്, മണിപ്പൂർ ഹിൽസ്, മിസോ അല്ലെങ്കിൽ ലുഷായ് ഹിൽസ് എന്ന് പറയുന്നത്. പട്കായ് ബം, നാഗ ഹിൽസ്, മണിപ്പൂർ ഹിൽസ്, മിസോ അല്ലെങ്കിൽ ലുഷായ് ഹിൽസ് എന്ന് പറയുന്നത്. ഇനി ഈസ്റ്റേൺ ഹിൽസിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് കുറച്ച് പറയാം. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ഈ ഈസ്റ്റേൺ ഹിൽസ് അറിയപ്പെടുന്നത് എന്താണ്? പൂർവാഞ്ചൽ എന്ന് പറഞ്ഞ പേരിലാണ്. നമ്മൾ ആദ്യം പറയുന്നത് ഈസ്റ്റേൺ ഹിൽസ് അറിയപ്പെടുന്നത് പൂർവാഞ്ചൽ എന്ന് പറയുന്ന പേരിലാണ്. ഇതിന്റെ ആവറേജ് ഹൈറ്റ്, ഓക്കെ, ആവറേജ് ഹൈറ്റ് 500 മുതൽ 3000 മീറ്റർ വരെ. എത്രയാണ്? 500 മുതൽ 3000 മീറ്റർ വരെയാണ് ഇതിന്റെ ആവറേജ് ഹൈറ്റ് എന്ന് പറയുന്നത്. എലവേഷൻ ഡിക്രീസസ് ഫ്രം നോർത്ത് ടു സൗത്ത്. അതായത് നോർത്തിൽ ഉയരം കൂടി സൗത്തിലേക്ക് എത്തുമ്പോൾ എന്താണ്? അതിന്റെ എലവേഷൻസ് പയ്യെ പയ്യെ എന്താണ്? താന്നാണ് വരുന്നത്. നേരത്തെ നമ്മൾ പഠിച്ച പട്കായ്, നാഗ ഹിൽസ്, മണിപ്പൂർ ഹിൽസ്, മിസോ, ലുഷ ഹിൽസ് ഒക്കെ ഇതൊരു ഭാഗം തന്നെയാണ്. ഓക്കെ, എക്സ്ട്രാ ഒന്നുകൂടെ എഴുതുന്നുള്ളൂ. ഇനി ഇതിന്റെ പേര്, ഈ ഒരു ഈസ്റ്റേൺ ഹിൽസ് എന്താണ്? വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്ത് മാപ്പ് ഉണ്ടോ? വീണ്ടും മാപ്പ് എവിടെ ഇല്ല അല്ലെ? ഓക്കെ, അതായത് ഈ ഈസ്റ്റേൺ ഹിമാലയസ് വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്തിട്ട് അങ്ങോട്ട് പോകുന്നുണ്ട്. ഇത് മ്യാൻമാറിലേക്ക് കേട്ടോ. ഈ ഈസ്റ്റേൺ ഹിൽസ് വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്ത് നമ്മുടെ മ്യാൻമാറിലേക്ക് കടക്കുന്നുണ്ട്. അപ്പൊ മ്യാൻമാറിലേക്ക് കടക്കുമ്പോഴേക്കും അതിന്റെ പേര് മാറും. അതിന്റെ പേരാണെന്ത്? അരക്കൻ യോം. ഓക്കെ, പൂർവാഞ്ചൽ അല്ല,
അരക്കൻ വ്യോമ എന്ന് പറയും കേട്ടോ. പൂർവാഞ്ചൽ അല്ല, പൂർവാഞ്ചൽ എന്താണ്? പൂർവാഞ്ചൽ എന്ന് അറിയപ്പെടുന്നത് ഈസ്റ്റേൺ ഹിൽസ് ആണ്. ഓക്കെ, അതുപോലെ ഇതിന്റെ എക്സ്റ്റൻഷൻ ടുവേർഡ്സ് മ്യാൻമാർ അറിയപ്പെടുന്നത് എന്താണ്? അത് അരക്കൻ വ്യോമയാട്ടോ, അരക്കൻ വ്യോമ. ഓക്കെ, അപ്പൊ ഈസ്റ്റേൺ ഹിൽസ് കംപ്ലീറ്റ് ആയി. ക്ലിയർ ആണോ? ഇതുവരെ ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ, ക്ലിയർ ആണ്. ഓക്കെ ഓക്കെ, ഇനി ഇതിന്റെ മറ്റൊരു ടൈപ്പ് ഓഫ് ഡിവിഷൻ കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. എന്താണ് മറ്റൊരു ടൈപ്പ് ഓഫ് ഡിവിഷൻ എന്ന് പറയുന്നത്? നോക്കാം. ഇതൊക്കെ അതായത് ഇതിനെ വീണ്ടും നമ്മൾ ഈ ഹിമാലയസിനെ വീണ്ടും ഒരു 4 അല്ലെങ്കിൽ 5 ഡിവിഷൻ ആയിട്ട് നമ്മൾ ഇതിനെ വീണ്ടും എന്താണ് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ഇത് പഠിക്കേണ്ട ഈ സിക്കി ഹിമാലയസ് ചോദിക്കാറില്ല. ഈ കാണുന്ന റേഞ്ചസ് ആണ് എപ്പോഴും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കാറുള്ളത്. ഏതൊക്കെയാണ്? പഞ്ചാബ് ഹിമാലയസ് അല്ലെ, ഈ ഒരു റീജിയൻ ആണെന്ത് ഇങ്ങനെ വരുമ്പോഴേക്കും ഈ ഒരു റീജിയൻ ആണെന്ത് നമ്മൾ പഞ്ചാബ് ഹിമാലയസ് എന്ന് പറയുന്നത്. അടുത്താണെന്ത് കുമോൺ ഹിമാലയാസ്, ഈ റേഞ്ച് അതായത് റിവേഴ്സ് ഒഴുകുന്നതിനനുസരിച്ച്. ഓക്കെ, റിവേർ ഇങ്ങനെ എന്താണ് റിവേഴ്സ് ഇങ്ങനെ 4 ആയിട്ട് ഒഴുകുന്നുണ്ട്. അപ്പം ഈ റിവേഴ്സ് ഒഴുകുന്നതിന്റെ അടിസ്ഥാനത്തിൽ എന്താണ് ഈ ഹിമാലയാസ് നമ്മൾ 4 ആയിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഡിവിഷൻസ് എപ്പോഴും ചോദിക്കാറുണ്ട്. ഫസ്റ്റ് വൺ ആണ് പഞ്ചാബ് ഹിമാലയാസ്, സെക്കൻഡ് വൺ കുമോൺ ഹിമാലയാസ്, തേർഡ് വൺ നേപ്പാൾ ഹിമാലയാസ് ആൻഡ് ഫോർത്ത് വൺ ആസാം ഹിമാലയാസ്. ഇങ്ങനെ 4 ഇതിനെ തരംതിരിച്ചിട്ടുണ്ടല്ലേ. ഇതേ കാണുന്ന റേഞ്ച് ഇതിങ്ങനെ ഒഴുകുന്നതിന് നമുക്ക് എന്താണ് ക്ലാസിഫൈ വെച്ചതാണ്. അപ്പൊ ഈ 4 ഏതൊക്കെ എത്ര കിലോമീറ്റർ, അതുപോലെ ഏതൊക്കെ റിവേഴ്സിന്റെ ഇടയിലാണ് ഇത് സിറ്റുവേറ്റ് ചെയ്യുന്നതും ചോദിക്കാറുണ്ട് കേട്ടോ. ഡയറക്റ്റ് ചോദ്യമാണ്, ഇങ്ങനെ തന്നെ ചോദിക്കാറുണ്ട്. പഞ്ചാബ് ഹിമാലയസ് സിറ്റുവേറ്റ് ചെയ്യുന്നത് ഏതൊക്കെ റിവേഴ്സിന്റെ ഇടയ്ക്കാണ്? അത് ഇൻഡസിന്റെയും സറ്റ്ലജിന്റെയും ഇടയ്ക്കാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, PKN ആലോചിച്ച് നോക്കുക, PKN. ഓക്കെ, PKNA. ഓക്കെ, PKNA എന്ന് ആലോചിച്ചാൽ മതി. അത് പഞ്ചാബ്, കുമോൺ, നേപ്പാൾ, ആസാം, അതാണ് PKNA. ഇനി ഇതിനകത്ത് ഏതൊക്കെ റിവേഴ്സ് ആണ്? ഇത് പഠിക്കാൻ എളുപ്പമുണ്ട്. ഓക്കെ, ഇൻഡസ് സറ്റ്ലജ് അല്ലെ, ഇൻഡസ് സറ്റ്ലജ് ഫസ്റ്റ്. ഇനി അടുത്ത് സറ്റ്ലജ് ഇങ്ങോട്ട് വന്നു, സറ്റ്ലജ് കാളി. ഓക്കെ, സറ്റ്ലജ് കാളി ഇങ്ങോട്ട് വന്നു, കാളി തീസ്ത ഇങ്ങോട്ട് വന്നു, അതുപോലെ തീസ്ത ദിഹാങ്. ഇങ്ങനെ 4 ആയിട്ടാണ് ഇതിനെ തരംതിരിച്ചിട്ടുള്ളത്. ഈ ഓർഡർ തന്നെ പഠിച്ചു നോക്കുക. ഇൻഡസ് സറ്റ്ലജ് കാളി തീസ്ത ആൻഡ് ദിഹാങ്, ഇങ്ങനെ ഓർഡറിൽ പഠിച്ചു നോക്കുക. അതുപോലെ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഏതാന്ന് വെച്ചാൽ ഏതാണ്? അത് നമ്മുടെ നേപ്പാൾ ഹിമാലയാസ് ആണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ. സെക്കൻഡ് എത്രയാണ്? സെക്കൻഡ് 720 കിലോമീറ്റർ ആസാം ആണ്, തേർഡ് 560 കിലോമീറ്റർ ആൻഡ് ലാസ്റ്റ് വൺ ഫോർത്ത് 320 കിലോമീറ്ററോടെ കുമോൺ ഹിമാലയാസ് ആണ് ഇതിന്റെ ഓർഡർ എന്ന് പറയാറുണ്ട്. ഇത് ചോദിക്കാറുണ്ട്. ഏതാണ് ഏറ്റവും ഈ വെസ്റ്റ് ഈസ്റ്റ് ഡിവിഷനിൽ ഏറ്റവും കൂടുതൽ ഏത് ഹിമാലയസിൻ റേഞ്ച് ആണെന്ന് വെച്ചാൽ അതാണ് അത് നേപ്പാൾ ഹിമാലയാസ് ആണ്. ഏറ്റവും കുറവെന്ന് വെച്ചാൽ അത് കുമോൺ ഹിമാലയാസ് ആണെന്നും നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ഈ പറഞ്ഞ മനസ്സിലായോ? വെസ്റ്റ് ഈസ്റ്റ് ഡിവിഷൻ എന്താണെന്ന് കിട്ടിയോ? ബെസ്റ്റ് ഈസ്റ്റ് ഡിവിഷൻ കിട്ടിയില്ലേ? ബെസ്റ്റ് ഈസ്റ്റ് ഡിവിഷൻ. ഓക്കെ, ഇതാണ് അതിന്റെ ജസ്റ്റ് മാപ്പ്. ഇന്നത് വേണ്ട സിക്കിം നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും, പക്ഷെ അത് വളരെ മൈന്യൂട്ട് ഉള്ളൂ. അതങ്ങനെ ഡിവിഷൻ ആയിട്ട് നമുക്ക് മാറ്റാൻ പറ്റില്ല. അത് കോശി ആൻഡ് തീസ്ത ഇടയ്ക്കാണ് ഇത് സിറ്റുവേറ്റ് ചെയ്യുന്നത് കേട്ടോ, കോശി ആൻഡ് തീസ്ത. പക്ഷെ വളരെ മൈന്യൂട്ട് ആയതുകൊണ്ട് നമുക്ക് ഇഗ്നോർ ചെയ്യാം. വേണമെങ്കിൽ നിങ്ങൾ എഴുതി നോക്കാം. സിക്കിം ഹിമാലയസ് എന്താണ്? അത് കോശി ആൻഡ് തീസ്ത ഇടയ്ക്കാണ്, നിങ്ങൾ നോട്ട് ചെയ്ത് നോക്കാം കേട്ടോ. അടുത്ത ഈ റേഞ്ചില് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാസ് ആണ്. ഓക്കെ, പാസ് അതായത് ഏതൊക്കെ പാസ് ഏതൊക്കെ കണക്ട് ചെയ്യുന്നു എന്ന് ചോദിക്കാറുണ്ട്. ഏതൊക്കെ പാസ് ഏതൊക്കെ കണക്ട് ചെയ്യുന്നു. ഇത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടോപ്പിക്കാണ്. പക്ഷെ എന്താണ് ഇത് പഠിച്ചു കഴിഞ്ഞാൽ കുറച്ച് ടഫ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ നമുക്ക് നമ്മൾ ഗ്രാസ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് അഡ്വാൻറ്റേജ് കൂടുതലാണ്. കാരണം ഓൾമോസ്റ്റ് ഒത്തിരി പേർക്കൊന്നും ഇത് അറിയാൻ സാധ്യതയില്ല. അപ്പൊ നിങ്ങളുടെ ഷിഫ്റ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ എക്സാമിന് ഈ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് നിങ്ങൾക്ക്
നമ്മൾ ഉത്തരം എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് അഡ്വാൻറ്റേജ് കൂടുതലാണ്. കാരണം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ കോമൺ ആയിട്ട് കുറച്ചൊക്കെ എന്താണ് അറിയാവുന്നതാണ്. പക്ഷെ ഇത് കുറച്ച് ഡിഫിക്കൽട്ട് ആണ് പഠിക്കാൻ. ഓക്കെ, നമുക്ക് നോക്കാം ഏതൊക്കെ റേഞ്ച് ആണ്. പിർപാഞ്ചൽ പാസ് ആൻഡ് ബനിഹൽ പാസ്. ഫസ്റ്റ് ഒന്നാണ് പിർപാഞ്ചൽ പാസ് ആൻഡ് ബനിഹൽ പാസ്. ഓക്കെ, ശ്രീനഗർ ടു ജമ്മു അല്ലെങ്കിൽ ജമ്മു ടു ശ്രീനഗർ കണ്ടിട്ടാണത് ഈ രണ്ട് പാസ്. ചോദിക്കുന്നത് ഈ പാസ് ഏതൊക്കെ സ്ഥലങ്ങൾ കണക്ട് ചെയ്യുന്നു, അങ്ങനെ ചോദ്യം വരാറില്ല. ഏതൊക്കെയാണ് പിർപാഞ്ചൽ പാസ് ആൻഡ് ബനിഹൽ പാസ് കണക്ട് ചെയ്യുന്നത്? ഏതൊക്കെയാണ്? ശ്രീനഗർ ടു ജമ്മു അല്ലെങ്കിൽ ജമ്മു ടു ശ്രീനഗർ ആണത് ഈ രണ്ടും കണക്ട് ചെയ്യുന്നത്. അടുത്ത് ശ്രീനഗർ ടു ലേ കണക്ട് ചെയ്യുന്ന ഏത് പാസ് ആണ്? അതാണ് സോജില പാസ് അല്ലെങ്കിൽ സോജില പാസ് എന്നൊക്കെ പറയും കേട്ടോ. സോജില അല്ലെങ്കിൽ സോജില പാസ്. ഓക്കെ, സോജില അല്ലെങ്കിൽ സോജില പാസ് എന്നൊക്കെ പറയും. സോജില അല്ലെങ്കിൽ സോജില പാസ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ ശ്രീനഗർ ടു ലേ കണക്ട് ചെയ്യുന്ന ശ്രീനഗർ ടു ലേ. അടുത്ത് ഇന്ത്യ ടു ചൈന കണക്ട് ചെയ്യുന്ന പാസിന്റെ പേരാണ് കാരക്കോറം പാസ്. നമ്മൾ നേരത്തെ കാരക്കോറം റേഞ്ച് പഠിച്ച പോലെ ഇന്ത്യ ടു ചൈന കണക്ട് ചെയ്യുന്ന പാസിന്റെ പേരാണ് കാരക്കോറം പാസ്. അടുത്ത് ലാഹുൽ ആൻഡ് സ്പിറ്റി. ഓക്കെ, ലാഹുൽ സ്പിറ്റി ഹിമാചൽ പ്രദേശ് സ്ഥലമാണ്. സ്പിറ്റി എന്ന് പറയുന്നത് കേട്ടോ, ഹിമാചൽ പ്രദേശ് സ്ഥലമാണ് സ്പിറ്റി. ലാഹുൽ ആൻഡ് സ്പിറ്റി കണക്ട് ചെയ്യുന്നതാണെന്ത്, അല്ലെങ്കിൽ ലേ ഓർ മണാലി ആൻഡ് ലേ കണക്ട് ചെയ്യുന്നതാണെന്ത്, നമ്മുടെ ബാര ലജ പാസ് എന്ന് പറയുന്നത്. ബാര ലജ പാസ്. ഓക്കെ, ഏതൊക്കെയാണ്? അതായത് ലാഹുൽ ആൻഡ് സ്പിറ്റി ടു ലേ ഓർ മണാലി. ഓക്കെ, മണാലി. ഓക്കെ, ലേ ആൻഡ് മണാലി എന്റെ ഇല്ല കേട്ടോ. ഓക്കെ, മണാലി ആണത് നമ്മുടെ ബാര ലജ പാസ് എന്ന് പറയുന്നത്. അത് ഹിമാചൽ പ്രദേശ് ടു ടിബറ്റ് പാസ് ചെയ്യുന്നതാണത് ഷിപ് കില പാസ്. ഓക്കെ, ഹിമാചൽ പ്രദേശ് ടു ടിബറ്റിലേക്ക് പോകുന്നത് ഷിപ് കില പാസ് എന്ന് പറയുന്നത് കേട്ടോ. അത് ഇമ്പോർട്ടന്റ് ആണ്. റീസെന്റ് ആയിട്ട് ഒരു കോമ്പറ്റീവ് എക്സാം ചോദിച്ചാണ് ഹിമാചൽ പ്രദേശ് ടിബറ്റ് ഷിപ് കില പാസ് എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, HTS എന്ന് വെച്ചാൽ മതി. HTS. ഓക്കെ, ഹിമേനെ എന്താണ്? ഹിമേനെ ടിബറ്റിലേക്ക് ഷിപ്പ് ചെയ്തു, അങ്ങനെ വെച്ചാൽ എന്താണ്? ഹിമ അല്ലെ, ഹിമേനെ എന്താണ്? ടിബറ്റിലേക്ക് ഷിപ്പ് ചെയ്തു. ഹിമാചൽ പ്രദേശ് ടിബറ്റ് ഷിപ് കില പാസ്. ഓക്കെ, അപ്പൊ ആദ്യം 5 പഠിച്ചു. പിർപാഞ്ചൽ പാസ് തിരിച്ചും മറിച്ച് ചോദിക്കാറുണ്ട്. ബനിഹൽ പാസ് ഇതിങ്ങനെയാണ്. ഇപ്പൊ ജമ്മു ഇങ്ങനെ വരച്ചു നോക്കുക. ജമ്മു ഇവിടെ എന്താണ്? ഇവിടെ ശ്രീനഗർ ആണെന്ന് വിചാരിച്ചു നോക്കുക. ഓക്കെ, ശ്രീനഗർ. ഓക്കെ, ഇങ്ങനെ രണ്ട് പാസുകളുണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് പിർപാഞ്ചൽ പാസും ഒന്ന് ബനിഹൽ പാസും. ഓർക്കാൻ വേണ്ടി എളുപ്പത്തിൽ ഇങ്ങനെ വരച്ചു വെച്ചാൽ മതി. പിർപാഞ്ചൽ പാസ് ആൻഡ് ബനിഹൽ പാസ്. ഇനി അടുത്താണെന്ത്? അടുത്ത് ശ്രീനഗറിലെ സോജില അല്ലെങ്കിൽ സോജില പാസ്. ഇന്ത്യ ടു ചൈന കാരക്കോറം പാസ്. ലാഹുൽ സ്പിറ്റി ടു ലേ എന്താണ്? അത് ബാലരാജ പാസ്. ആൻഡ് ഹിമാചൽ പ്രദേശ് ടിബറ്റ് ഇതാണ് ഷിപ് കില പാസ് എന്നും നോട്ട് ചെയ്ത് നോക്കാം കേട്ടോ. ഇങ്ങനെ അഞ്ചെണ്ണം കൊണ്ട് നോക്കാം. കുള്ളു വാലി വിത്ത് ലാഹുൽ ആൻഡ് സ്പിറ്റി. ഓക്കെ, അത് കുള്ളു വാലി. നമ്മൾ നേരത്തെ സ്പിറ്റി വാലി പഠിച്ചല്ലേ? ഇവിടെ നേരത്തെ സ്പിറ്റി വാലി പഠിച്ചു. ഇനി കുള്ളു വാലി. ഓക്കെ, കുള്ളു വാലി എന്താണ്? ഇത് ലാഹുൽ ആൻഡ് സ്പിറ്റി വാലിയെ കണക്ട് ചെയ്യുന്നതാണ് നമ്മുടെ റോക്താങ് പാസ് എന്ന് പറയുന്നത്. ഓക്കെ, കുള്ളു ടു ലാഹുൽ ആൻഡ് സ്പിറ്റി ആണ് റോക്താങ് പാസ്. ഇനി ഇന്ത്യ വിത്ത് ചൈന അടുത്ത 2 ഉണ്ട്. ഇന്ത്യ ടു ചൈന ഒന്ന് കാരക്കോറം പാസ് ഉണ്ട്. അടുത്താണത് നാഥുല പാസ്. 2 പാസ് ഉണ്ട്. ഇന്ത്യ ടു ചൈന അടുത്ത് നാഥുല പാസ്. അടുത്ത് ഇന്ത്യ ടു ഭൂട്ടാൻ ജലേബ്ല പാസ്. ഓക്കെ, ഇന്ത്യ ടു ഭൂട്ടാൻ ആണത് ജലേബ്ല പാസ്. ഇനി അരുണാചൽ ടു മ്യാൻമാർ എന്താണ്? അതാണ് ദിഹാങ് പാസ് അറിയപ്പെടുന്നത് കേട്ടോ. അരുണാചൽ ടു മ്യാൻമാർ ആണ് ദിഹാങ് പാസ്. അതിന്റെ അടുത്ത ട്രൈ ജംഗ്ഷൻ, വെരി വെരി ഇമ്പോർട്ടന്റ്. ട്രൈ ജംഗ്ഷൻ എന്നറിയപ്പെടുന്നത് ഏത് പാസ് ആണ് എന്ന് ചോദിക്കാറുണ്ടതാണ്. അത് ലിപുലേഖ പാസ് ആണ്. ഓക്കെ, ട്രൈ ജംഗ്ഷൻ അറിയപ്പെടുന്നത് ലിപുലേഖ പാസ് ആട്ടോ. അതായത് ഏതൊക്കെ ജംഗ്ഷൻ ആണ്? അതായത് ഏതൊക്കെ കൺട്രീസ് കണക്ട് ചെയ്യുന്നതാണ്? ഇന്ത്യ, നേപ്പാൾ, ചൈന. ഓക്കെ, INC എന്ന് അറിയിച്ചാൽ മതി. INC. ഓക്കെ, INC കണക്ട് ചെയ്യുന്നതാണ് നമ്മുടെ ലിപുലേഖ അല്ലെങ്കിൽ ട്രൈ ജംഗ്ഷൻ പാസ് എന്നൊക്കെ അറിയപ്പെടുന്നതാണ്. അതാണ് ലിപുലേഖ പാസ് എന്ന് പറയുന്നത് കേട്ടോ. വെരി ഇമ്പോർട്ടന്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കുക. അടുത്ത് നമ്മുടെ ഫസ്റ്റ് ഡിവിഷൻ കഴിഞ്ഞു. അടുത്ത ഡിവിഷൻ ആണിത് പെനിൻസുലാർ പ്ലേറ്റോ എന്ന് പറയുന്നത് അല്ലെ. പെനിൻസുലാർ പ്ലേറ്റോ എന്താണ്? പെനിൻസുലാർ പ്ലേറ്റോ ഓക്കെ, നമ്മുടെ ഇന്ത്യ ഇങ്ങനെ എടുക്കുവാണെങ്കിൽ ഈ കാണുന്ന അല്ലെ നമ്മുടെ താഴ്ഭാഗം, ഇന്ത്യയുടെ താഴ്ഭാഗം, ഈ കാണുന്ന ഈ റീജിയൻ ആണെന്ത്? നമ്മള് പെനിൻസുലാർ പ്ലേറ്റോ എന്ന് പറയുന്നത് അല്ലെ. എന്താണ് ഈ പെനിൻസുലാർ പ്ലേറ്റോ എന്ന് പറയുന്നത്? അതായത് 3 സൈഡും എന്താണ്? വെള്ളത്തിനാൽ ചുറ്റപ്പെട്ട ഒരു ഏരിയ അല്ലെ. ഒരു ഏരിയ ആണിത് നമ്മൾ പെനിൻസുല എന്ന് പറയുന്നത് അല്ലെ. അപ്പം പെനിൻസുല ഇതിന്റെ ഇടയ്ക്ക് കാണുന്ന ഒരു പ്ലേറ്റോൺ റീജിയൻ ആണിത് ഈ കാണുന്ന റീജിയൻ എന്ന് പറയുന്നത്. ഇതിനകത്ത് ഒത്തിരി കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാന്ന് നോക്കി. ഡെക്കാൻ പ്ലേറ്റോ ഉണ്ട്, വെസ്റ്റേൺ ഗാട്സ് ഉണ്ട്, ഈസ്റ്റേൺ ഗാട്സ് ഉണ്ട്, സെൻട്രൽ ഹൈലാൻഡ്സ് ഉണ്ട് അല്ലെ. പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴേക്കും ഇതിനകത്ത് വീണ്ടും കുറെ ഡിവിഷൻസ് ഉണ്ട്. നോക്കാം, കാണിച്ചു തരാം. ഓക്കെ, ചോട്ടാനാഗ്പൂർ, ബുണ്ടേൽഖണ്ഡ്, ഭാഗേൽഖണ്ഡ്, മാല പ്ലേറ്റോ, ചോട്ടാനാഗ്പൂർ പ്ലേറ്റോ ഇതൊക്കെ എന്താണ്? ഇതൊക്കെ സെൻട്രൽ ഹൈലാൻഡ്സിന്റെ ഉള്ളിൽ വരുന്ന കേട്ടോ. അപ്പൊ ഈ കാര്യങ്ങൾ. പിന്നെ ഇവിടെ സത്പുര, വിന്ധ്യ റേഞ്ചസ് ഉണ്ട്. ആ റേഞ്ചിനെ പറ്റി പഠിക്കണം. പിന്നെ ഇവിടെ ആരവല്ലി മൗണ്ടൻ റേഞ്ച് ഉണ്ട്. ഇതിനെ പറ്റിയൊക്കെ എന്താ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അപ്പൊ നമുക്ക് ആദ്യമേ നോക്കാം. ഫസ്റ്റ് എന്താണ് ഒരു പെനിൻസുലാർ പ്ലേറ്റോ എന്താണ് നമുക്ക്
നോക്കാം. ലാൻഡ് മാസ് വിച്ച് ഈസ് കവർഡ് ബൈ വാട്ടർ ഫ്രം 3 sides ഈസ് കോൾഡ് പെനിൻസുല അല്ലെ. ഒരു 3 സൈഡാൽ എന്താണ് ചുറ്റപ്പെട്ട ഒരു ഏരിയക്കാണ് നമ്മൾ പെനിൻസുലാർ പ്ലേറ്റോ എന്ന് പറയുന്നത്. ഇത് എങ്ങനെയായിരിക്കും ഉണ്ടായിരിക്കുന്നത്? ഇത് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എങ്ങനെയായിരിക്കും? ഫോം ഡ്യൂ ടു ബ്രേക്കിംഗ് ആൻഡ് ഡ്രിഫ്റ്റിംഗ് ഓഫ് ഗോണ്ട്വാന ലാൻഡ്. നേരത്തെ നമ്മൾ വേൾഡ് ജോഗ്രഫി എടുക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. നമുക്ക് ഗോണ്ട്വാന ലാൻഡ് ഉണ്ടായിരുന്നു. അത് നമ്മുടെ ഇന്ത്യ നേരത്തെ 2 ലാൻഡ് മാത്രം ഉണ്ടല്ലോ. പിന്നെ വീണ്ടും അത് സ്പ്ലിറ്റ് ചെയ്താണ് ഇപ്പൊ കാണുന്ന ഭൂഖണ്ഡങ്ങളായിട്ട് മാറിയത്. അപ്പൊ അതിനകത്താണ് അത് ബ്രേക്ക് ചെയ്തപ്പോൾ അത് ഡ്രിഫ്റ്റ് ചെയ്ത് സംഭവിച്ചാണ് ഈ പെനിൻസുലാർ പ്ലേറ്റോ ഉണ്ടായത്. ഓക്കെ, ഫ്ലാറ്റ് എലവേറ്റഡ് ലാൻഡ് ഫോം റൈസസ് എബവ് സറൗണ്ടിങ് ഏരിയസ് കോൾഡ് പ്ലേറ്റോ. അതായത് ഒരു പ്രതലം എന്താണ്? ഓക്കെ, ഇങ്ങനെ ഇരിക്കുവാണെങ്കിൽ ഒരു പ്ലേറ്റ് എന്താണ് ഒരു ഫ്ലാറ്റ് ലാൻഡ് പെട്ടെന്ന് ഇങ്ങനെ ഉയർന്നു നിൽക്കും അല്ലെ. ഒരു ഉയർന്നു നിൽക്കുന്ന പീഠഭൂമിക്കാണ് നമ്മളൊരു പ്ലേറ്റോ എന്ന് പറയുന്നത്. അതായത് വെള്ളത്താൽ 3 സൈഡ് ചുറ്റപ്പെട്ടിട്ട് എന്താണ് ഒരു ചെറിയ പീഠഭൂമി പ്ലേറ്റോ എന്താണ് മേളിലേക്ക് ഇങ്ങനെ തള്ളി നിൽക്കുന്നത്. അതാണ് നമ്മൾ എപ്പോഴും പ്ലേറ്റോസ് എന്ന് പറയുന്നത്. കണ്ടെയ്ൻസ് ഇഗ്നിയസ് ക്രിസ്റ്റലൈൻ ആൻഡ് സെഡിമെന്ററി റോക്സ്. ഇതിനകത്ത് മെയിൻ ആയിട്ട് കാണപ്പെടുന്നത് ഏത് ടൈപ്പ് ഓഫ് റോക്സ് ആണ്? ഇഗ്നിയസ് റോക്സ്, ക്രിസ്റ്റലൈൻ റോക്സ് ആൻഡ് സെഡിമെന്ററി റോക്സ് ആണ് ഇതിനകത്ത് മെയിൻ ആയിട്ട് കാണപ്പെടുന്നത് കേട്ടോ. ഇതിന്റെ ആവറേജ് ഹൈറ്റ് എത്രയാണ്? ആവറേജ് ഹൈറ്റ് 600 മുതൽ 900 മീറ്റർ വരെയാണ് ഇതിന്റെ ആവറേജ് ഹൈറ്റ് എന്ന് പറയുന്നത്. ആവറേജ് ഹൈറ്റ് ഇതാണ് 600 to 900 മീറ്റർ എബോവ് സീലാണ് ഇതിന്റെ ആവറേജ് ഹൈറ്റ് എന്ന് പറയുന്നത്. ഇതിന്റെ എക്സ്റ്റൻഷൻ കൊടുത്തിട്ട് എക്സ്റ്റൻസ് ഫ്രം തബി ഇൻ നോർത്ത് ടു കന്യാകുമാരി ഇൻ സൗത്ത്. ഓക്കെ, നോർത്തിലെ തബി മുതൽ സൗത്തിലെ കന്യാകുമാരി വരെയാണ് ഇതിന്റെ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ കണ്ടു പെനിൻസുല എക്സ്റ്റൻഷൻ അല്ലെ. ഈ ഒരു റീജിയൻ ഈ കാണുന്ന ഈ ഒരു റീജിയൻ ആണ്. അതായത് ഇവിടെ മുതൽ ഇവിടെയാണ് തബി ഉള്ളത്. ഇവിടെ തൊട്ട് ഇതാണ് കന്യാകുമാരി, സൗത്തിലെ കന്യാകുമാരി വരെയാണ് ഇതിന്റെ ഒരു എക്സ്റ്റൻഷൻ എന്ന് നമ്മൾ പറയുന്നത്. ഇനി ഇതിനകത്ത് നമുക്ക് ഡിവിഷൻസ് എന്തൊക്കെയാണെന്ന് പഠിക്കാം അല്ലെ. ഓക്കെ, ഫസ്റ്റ് ഡിവിഷൻസ് ഓഫ് പെനിൻസുലാർ പ്ലേറ്റോ എന്താണ്? സെൻട്രൽ ഹൈലാൻഡ്സ്. ഇതൊക്കെ ഈ കാണുന്നതാണ് നമ്മുടെ സെൻട്രൽ ഹൈലാൻഡ്സ് എന്ന് നമ്മൾ പറയുന്നത്. ഇതിനകത്ത് 3-4 ഡിവിഷൻ ഉണ്ട്. ഏതൊക്കെയാ ഡിവിഷൻസ് നോക്കി? ഫസ്റ്റ് വൺ ദ മാൽവ പ്ലേറ്റോ, ബുണ്ടേൽഖണ്ഡ്, ഭാഗേൽഖണ്ഡ്, ചോട്ടാ നാഗ്പൂർ പ്ലേറ്റോ. പിന്നെയുള്ള ഡിവിഷൻ ആണത് ഈ സെൻട്രൽ ഹൈലാൻഡ്സ് തന്നെ എന്താണ് വീണ്ടും 4 ഡിവൈഡ് ചെയ്താണ് ഈ കാണുന്ന 4. പിന്നെ അടുത്താണ് നമുക്ക് ഡെക്കാൻ പ്ലേറ്റോ. അതെ, ഈ റീജിയൻ ഇതാണ്ടോ എവിടെ ഈ കാണുന്ന ഈ റീജിയൻ ആണ് നമ്മൾ ഡെക്കാൻ പ്ലേറ്റോ എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് ഡെക്കാൻ പ്ലേറ്റോ, ഇതാണ് സെൻട്രൽ ഹൈലാൻഡ്സ്. ഈ സെൻട്രൽ ഹൈലാൻഡ്സിന്റെ ഉള്ളിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ കാണിച്ചേക്കുന്നത്. മാൽവ, ബുണ്ടേല്, ഭാഗേല്, ചോട്ടാനാഗ്പൂർ പ്ലേറ്റോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഇനി ഈ കാര്യത്തില് ഈ മാൽവ പ്ലേറ്റോ അല്ലെങ്കിൽ ഇതിനകത്തൊക്കെ എന്താണ് ഇതിന്റെ സ്പെഷ്യാലിറ്റീസ് ഒന്ന് നമുക്ക് പഠിച്ചു നോക്കാം. ഫസ്റ്റ് വൺ ആണത് ചോട്ടാ നാഗ്പൂർ പ്ലേറ്റോ. എന്താണ് സ്പെഷ്യാലിറ്റി? ചോട്ടാ നാഗ്പൂർ പ്ലേറ്റോ എന്താണ്? അതിന് മുമ്പ് ഏതൊക്കെ സ്റ്റേറ്റ്സിൽ കൂടെ ഈ ചോട്ടാ നാഗ്പൂർ പ്ലേറ്റോ സ്പ്രെഡ് ചെയ്ത് കിടക്കണം നോക്കാം. ഏതൊക്കെയാണ്? വെസ്റ്റ് ബംഗാൾ, ഒഡീഷ, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്. ഈ 4 സ്റ്റേറ്റ്സ് എന്താണ് ചോട്ടാ നാഗ്പൂർ പ്ലേറ്റോ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കിടപ്പുണ്ട്. ഇത് അറിയപ്പെടുന്നത് റൂർ സ്റ്റേറ്റ് എന്ന് അറിയപ്പെടും. ഒരു പ്രീവിയസ് ചോദ്യമാണ്. എന്താണ് അറിയപ്പെടുന്നത്? റൂർ സ്റ്റേറ്റ് എന്ന് അറിയപ്പെടുന്നത് ഏത് പ്ലേറ്റോ ആണ്? ഏത് പീഠം എന്താണ് അത് നമ്മുടെ ചോട്ടാ നാഗ്പൂർ പ്ലേറ്റോ ആണ് എന്താണ് റൂർ സ്റ്റേറ്റ് എന്ന് അറിയപ്പെടുന്നത്. എന്താണ്? മിനറൽസിന് ഭയങ്കര റിച്ച് ആയിട്ടുള്ള സ്ഥലമാണെന്ത് ഈ റൂർ സ്റ്റേറ്റ് എന്ന് പറയുന്നത് കേട്ടോ. റിച്ച് ഇൻ മിനറൽസ് ആണ്. അപ്പം അതാണെന്ത് നമ്മുടെ ചോട്ടാ നാഗ്പൂർ പ്ലേറ്റോ എന്ന് അറിയപ്പെടുന്നത്. ഇവിടുത്തെ ഈ റീജിയനിലെ ഹയസ്റ്റ് പീക്ക് ഏതാണ്? അതാണ് പാർശ്വാനന്ത് കേട്ടോ. ചോദിക്കാറുണ്ട്. ഹയസ്റ്റ് പീക്ക് ആണെന്ത്? പാർശ്വാനന്ത്. ഏതൊരു സ്ഥലം ഒരു ഏരിയ എടുത്താലും അവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് ചോദിക്കുന്നതാണത് ഇവിടുത്തെ ഹയസ്റ്റ് പീക്ക് ഏതാണ്? ഇപ്പൊ ഈസ്റ്റേൺ കൾച്ചർ ചോദിക്കും, വെസ്റ്റേൺ കൾച്ചർ ചോദിക്കും. നമ്മൾ നേരത്തെ റേഞ്ച് പഠിച്ചു, ഹിമാലയാസ് പഠിച്ചില്ലേ? അപ്പൊ ആ റീജിയനിലും ഏറ്റവും വലിയ പീക്ക് അല്ലെങ്കിൽ മൗണ്ടൻ ഏതാണെന്ന് എപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പൊ ഇവിടുത്തെ ഹയസ്റ്റ് പീക്ക് ആണെന്ത്? ഹയസ്റ്റ് പീക്ക് പാർശ്വാൻ എന്ന് പറയും. ഓക്കെ, എന്താണ് പാർശ്വാനന്ത്? ഇനി റിവേഴ്സ് ഫ്ലോ ഇൻ റിഫ്റ്റ് വാലി, ദാമോദർ റിവർ ആണ്. ഓക്കെ, റിഫ്റ്റ് വാലി ഇവിടെ ഈ ഒരു റീജിയനിൽ എന്താണ് ഈ ചോട്ടാ നാഗ്പൂർ പ്ലേറ്റോയുടെ ഒഴുകുന്ന ഒരു റിഫ്റ്റ് വാലി റിവർ ആണെന്ത്? ദാമോദർ റിവർ. അതുപോലെ ഇവിടെ സിറ്റുവേറ്റ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മൈൻ ഏതാണെന്ന് ചോദിച്ചാൽ അത് ജദുഗദ മൈൻസ് ആണ്. ഓക്കെ, ഫേമസ് ഫോർ യുറാനിയം. യുറാനിയത്തിന് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു മൈൻ ഗ്രൂപ്പ് ആണ്, അല്ലെങ്കിൽ മൈൻ സ്ഥലമാണ് ജദുഗദ എന്ന് പറയുന്നത്. അത് എവിടെയാണ് സിറ്റുവേറ്റ് ചോദിക്കാറുണ്ട്. എവിടെയാണ്? അത് ചോട്ടാ നാഗ്പൂർ പ്ലേറ്റോയിലാണ് ഇത് സിറ്റുവേറ്റ് ചെയ്യുന്നത്. നോട്ട് ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ ഓക്കെ, കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് കാണുവാണെങ്കിൽ നോക്കി, ഈ കാണുന്നതാണ് സത്പുര, വിന്ധ്യ റേഞ്ച്, മാൽവ, ബുണ്ടേൽഖണ്ഡ്, ഭാഗേൽഖണ്ഡ്, ചോട്ടാ നാഗ്പൂർ പ്ലേറ്റോ. പിന്നെ ഈ റീജിയൻ ആണ് നമ്മുടെ ഡെക്കാൻ പ്ലേറ്റ് എന്നൊക്കെ പറയുന്നത്. ഇതിനെ പല ഡിവിഷൻസ് ആയിട്ട് വീണ്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് മെയിൻ ആയിട്ട് എന്താണ്? നമുക്ക് മെയിൻ ആയിട്ട് ഈ ഒരു ഡെക്കാൻ പ്ലേറ്റോ, പിന്നെ ഇവിടെ നോക്കി ഇവിടെ ഒരു ആരവല്ലി റേഞ്ചസ് ഒക്കെ ഉണ്ട്. അതിനെപ്പറ്റി നമുക്ക് കൂടുതൽ ഡിസ്കസ് ചെയ്യാം. അടുത്താണ് നമ്മുടെ സത്പുര റേഞ്ച്. ഓക്കെ, സത്പുര റേഞ്ച് ഇതാണ് സീരീസ് ഓഫ് 7 മൗണ്ടെയിൻസ്. ഓക്കെ, 7 മലകളുടെ ഒരു സീരീസ് ഓഫ് 7 മൗണ്ടെയിൻസ് ആണ് നമ്മൾ
സത്പുര റേഞ്ച് എന്ന് അറിയപ്പെടുന്നത് കേട്ടോ. It runs in an east to west direction of the Vindhya and in between the Narmada and the Tapti, roughly parallel to these rivers. എന്താണ് ഈ ഇതിലേക്ക് നോക്കിയേ, കണ്ടോ സത്പുര, ഈ കാണുന്നതാണ് സത്പുര എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഇനി വായിച്ചു നോക്കിയത് ഇറ്റ് റൺസ് ഇൻ ഈസ്റ്റ് വെസ്റ്റ് അല്ലെ, ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷൻ അല്ലെ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് അല്ലെ, ഈസ്റ്റ് വെസ്റ്റിലേക്കാണത് ഇത് റൺ ചെയ്യുന്നത് ഓഫ് വിന്ധ്യ ഇൻ ബിറ്റ്വീൻ ദ നർമ്മദ ആൻഡ് തപ്തി, അതായത് നർമ്മദ റിവറും തപ്തി റിവറിന്റെ ഇടയിലൂടെയാണത് ഈ ഒരു സത്പുര റേഞ്ച് സിറ്റുവേറ്റ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, റഫ് പാരലൽ ടു ദിസ്, ഏകദേശം എന്താണ് ഈ റിവേഴ്സ് ഒഴുകുന്നത്. ഇപ്പൊ ഞാൻ പറയുവാണ് ഈ റിവേഴ്സ് ഇങ്ങനെ എന്താണ് ഇങ്ങനെ ഒഴുകാന്ന് വിചാരിക്കാം. അപ്പൊ ഈ റിവേഴ്സ് ഒഴുകുന്നതിന്റെ ഇടയ്ക്ക് ഏകദേശം പാരലൽ ആയിട്ട് തന്നെയാണ് ഈ ഒരു സത്പുര റേഞ്ച് സിറ്റുവേറ്റ് ചെയ്യുന്നത്. അതുപോലെ അറിയപ്പെടുന്നതാണ് സീരീസ് ഓഫ് 7 മൗണ്ടൻസ് ആണ് ഈ റേഞ്ച്, സത്പുര റേഞ്ച് അറിയപ്പെടുന്നത് കേട്ടോ. ഓക്കെ, അടുത്താണ് വിന്ധ്യ റേഞ്ച്. എന്താണ് വിന്ധ്യയുടെ പ്രത്യേകത? It runs more or less parallel to the Narmada Valley in an east-west for a distance of over 1200 കിലോമീറ്റർ. ഓക്കെ, സെയിം ഞാൻ പറഞ്ഞു എന്താണ് ഇവിടെ ഒരു നർമ്മദ റിവർ ഇങ്ങനെ പറഞ്ഞു അല്ലെ, ഈ സത്പുര റേഞ്ച് ഉള്ള പോലെ തന്നെ എന്താണ് അത് പാരലൽ ആയിട്ടാണ് ഈ വിന്ധ്യ റേഞ്ചും സിറ്റുവേറ്റ് ചെയ്യുന്നത്. ഏതൊക്കെ സ്റ്റേറ്റ്സ് കൂടിയാണ്? ഗുജറാത്ത്, ഉത്തർപ്രദേശ്, ബീഹാർ. ഇതിങ്ങനെ ചോദിക്കാറുണ്ട്. അതായത് ഈ റേഞ്ച് വിന്ധ്യ റേഞ്ച് ഏത് സ്റ്റേറ്റ്സ് കൂടെ സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നു? 3 സ്റ്റേറ്റ്സ് കൂടെ സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നത്. അതൊക്കെയാണ് ഗുജറാത്ത്, ഉത്തർപ്രദേശ്, ബീഹാർ. ഈ 3 സ്റ്റേറ്റ്സ് കൂടെ ഇത് സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നുണ്ട്. ഇനി ഇവിടുത്തെ ഹയസ്റ്റ് പീക്ക് ഏതാണ്? ഹയസ്റ്റ് പീക്ക് ആണ് സദ്ഭാവന ശിഖർ എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു ഏത് റീജിയൻ എടുത്താലും അവിടുത്തെ ഹയസ്റ്റ് പീക്ക് നമുക്ക് അത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഈ ഒരു റീജിയനിലെ ഹയസ്റ്റ് പീക്ക് ആണിത് സദ്ഭാവന ശിഖർ എന്ന് പറയുന്നത്. അടുത്ത് ദിസ് റേഞ്ച് ആക്ട്സ് ആസ് എ വാട്ടർഷെഡ് ബിറ്റ്വീൻ ദ ഗംഗ സിസ്റ്റം ആൻഡ് ദ റിവർ സിസ്റ്റം ഓഫ് സൗത്ത് ഇന്ത്യ. ഓക്കെ, ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ദിസ് റേഞ്ച് ആക്ട് ആസ് എ വാട്ടർഷെഡ് ബിറ്റ്വീൻ ദ ഗംഗ സിസ്റ്റം ആൻഡ് ദ റിവർ സിസ്റ്റം ഓഫ് സൗത്ത് ഇന്ത്യ. അത് നമ്മുടെ ഗംഗ, ബ്രഹ്മപുത്ര, യമുന ഒക്കെ എന്താണ് ഈ ഒരു റീജിയനിലാണ് ഒഴുകുന്നത് അല്ലെ. അപ്പൊ ആ ഒരു റീജിയനിൽ എന്താണ് ഇതിന്റെ വെള്ളമൊക്കെ എന്താണ് ഇവിടെ ഈ ഒരു റീജിയനിലാണ് കറക്റ്റ് ആയിട്ട് എന്താണ് ഒരു തടഞ്ഞു വെക്കുന്നത്, വാട്ടർ ഷെഡ് പോലെ തടഞ്ഞു വെക്കുക. പിന്നെ എന്താണ് ഇതിനെ സെപ്പറേറ്റ് ചെയ്യുന്നത് ഈ വിന്ധ്യ സത്പുര റേഞ്ച് ആണ്. നമുക്ക് പെനിൻസുലാർ റിവേഴ്സും ഉണ്ട്, അതുപോലെ എന്താണ് നമുക്ക് ഹിമാലയ റിവേഴ്സും ഉണ്ട്. അപ്പൊ ഹിമാലയ റിവേഴ്സിന്റെ ഈ ഒരു ഒഴുക്കൊക്കെ എന്താണ് സ്വാധീനിക്കുന്ന ഒരു റേഞ്ച് കൂടിയാണെന്ത് ഈ വിന്ധ്യ റേഞ്ച് എന്ന് പറയുന്നത് കേട്ടോ. വിന്ധ്യ റേഞ്ച്. ഓക്കെ, അടുത്താണ് വെസ്റ്റേൺ ഗാഡ്സ്. ഓക്കെ, ഈ റീജിയനിൽ നമ്മുടെ ഈ കാണുന്ന ഈ റീജിയൻ ആണ് നമ്മുടെ വെസ്റ്റേൺ ഗാഡ്സ് എന്ന് പറയുന്നത് അല്ലെ. വെസ്റ്റേൺ ഗാഡ്സ് ഇത് ഈസ്റ്റേൺ ഗാഡ്സ് അല്ലെ, നമ്മുടെ കേരളത്തിൽ കൂടെ ഉള്ളതാണ് നമ്മുടെ വെസ്റ്റേൺ ഗാഡ്സ് എന്ന് പറയുന്നത്. അതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് നോക്കാം. വെസ്റ്റേൺ എഡ്ജ് ഓഫ് ദ ഡെക്കാൻ ടേബിൾ ലാൻഡ്, അതായത് നമ്മുടെ ഡെക്കാൻ പ്ലേറ്റോടെ ഒരു വെസ്റ്റേൺ സൈഡിൽ കാണുന്നതാണ് നമ്മുടെ വെസ്റ്റേൺ ഗാഡ്സ് എന്നൊക്കെ പറയുന്നത് അല്ലെ. ഏറ്റവും കൂടുതൽ വെസ്റ്റേൺ ഗാഡ്സ് എന്താണ് പാസ് ചെയ്യുന്നത് എവിടെയാണ്, അല്ലെങ്കിൽ പാസ് ചെയ്യുന്ന ഏറ്റവും കൂടുതൽ ശതമാനം എത്രയാണ്? അത് കർണാടകയിലാട്ടോ. കർണാടക ഏകദേശം 40%. ഓക്കെ, 40%. ഏകദേശം 40% എവിടെയാണ്? കർണാടകയിലാണ്. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ മോസ്റ്റ്ലി എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്? അത് കർണാടകയിലാണത് ഏറ്റവും കൂടുതൽ സിറ്റുവേറ്റ് ചെയ്യുന്നത്. അടുത്തത് ദേ ആർ സ്റ്റീപ്പ് സൈഡഡ് ടെറേസ്ഡ് ഫ്ലാറ്റ് ടോപ്ഡ് ഹിൽസ് പ്രസന്റിംഗ് സ്റ്റീപ്പ് ടോപ്പോഗ്രഫി ഫേസിംഗ് ദ അറേബ്യൻ സീ കോസ്റ്റ് അല്ലെ. നമ്മുടെ അറേബ്യൻ സീ കോസ്റ്റിലേക്ക് എന്താണ് ഒരു സ്റ്റീപ്പി സ്റ്റൈലിലാണ് ഈ ഒരു റേഞ്ചസ് ഈ വെസ്റ്റേൺ ഗട്ട്സ് സ്ഥിതി ചെയ്യുന്നത്. ഇനി ഇതിന്റെ ആവറേജ് ഹൈറ്റ് ഓഫ് ദിസ് സെക്ഷൻ ഓഫ് ദ ഗട്ട്സ് ഈസ് 1200 മീറ്റർ ആട്ടോ. ആവറേജ് ഹൈറ്റ് എത്രയാണ് ചോദിക്കാറുണ്ട്. വെരി വെരി ഇമ്പോർട്ടന്റ്, എപ്പോഴും ചോദിക്കുന്നതാണ് ഇതിന്റെ ആവറേജ് ഹൈറ്റ്. നമ്മൾ ഹിമാചലിലും ഹിമാലയൊക്കെ പഠിച്ച പോലെ അവിടെ ആവറേജ് ഹൈറ്റ് ഉണ്ടായിരുന്നു. ആ സെയിം എന്താണ് ഇവിടെ ചോദിക്കാറുണ്ട്. ഇവിടെ എത്രയായിരുന്നു? 1200 മീറ്റർ ആണ് ഇതിന്റെ ആവറേജ് ഹൈറ്റ് എന്ന് പറയുന്നത്. ഇനി ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാസ് ഏതാണ്? നമ്മുടെ പാൽഘട്ട് അല്ലെ. പാൽഘട്ട് പാസ്, താൽഘട്ട്, ബോർഘട്ട് ഇവിടുത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാസസ് ആണ്. ഇനി നമ്മുടെ സൺ ഓഫ് വെസ്റ്റേൺ ഗട്ട്സ് അറിയപ്പെടുന്നത് അറിയോ? സൺ ഓഫ് വെസ്റ്റേൺ ഗട്ട്സ് അറിയോ? എനിവൺ? സൺ ഓഫ് വെസ്റ്റേൺ ഗട്ട്സ് അറിയപ്പെടുന്നത് ഏതാണെന്നറിയോ? സൺ ഓഫ് വെസ്റ്റേൺ ഗട്ട്സ് അറിയപ്പെടുന്നത് ഒരു ആനിമൽ ആണ്. സൺ ഓഫ് വെസ്റ്റേൺ ഗട്ട്സ്, സൺ ഓഫ് വെസ്റ്റേൺ ഗട്ട്സ് അറിയപ്പെടുന്നത് ഒരു ആനിമൽ ആണ്. എനിവൺ? ആർക്കും അറിയോ? എലിഫന്റ് ആട്ടോ. എലിഫന്റ് ആണ് നമ്മുടെ സൺ ഓഫ് വെസ്റ്റേൺ ഗട്ട്സ് ഒക്കെ അറിയപ്പെടുന്നത്. ഇനി ക്യൂൻ ഓഫ് വെസ്റ്റേൺ ഗട്ട്സ് എന്താ അറിയോ? ക്യൂൻ ഓഫ് വെസ്റ്റേൺ ഗട്ട്സ് അറിയോ? ക്യൂൻ ഓഫ് വെസ്റ്റേൺ ഗട്ട്സ്, ക്യൂൻ ഓഫ് വെസ്റ്റേൺ ഗട്ട്സ് അറിയപ്പെടുന്നതാ? ഷിഹാബുദ്ദീൻ പറഞ്ഞു അല്ലെ, എലിഫന്റ്. ഇനി ക്യൂൻ ഓഫ് വെസ്റ്റേൺ ഗട്ട്സ് അറിയോ? ക്യൂൻ ഓഫ് വെസ്റ്റേൺ ഗട്ട്സ്. ഓക്കെ, നിങ്ങള് പറ. ക്യൂൻ ഓഫ് വെസ്റ്റേൺ ഗട്ട്സ് അറിയോ? നീലക്കുറിഞ്ഞാണെന്ത് ക്യൂൻ ഓഫ് വെസ്റ്റേൺ ഗട്ട്സ് എന്നൊക്കെ പറയുന്നത്. സ്ട്രോബിലാസ് കുന്തിയാന എന്ന് പറയും അതിന്റെ ബയോളജിക്കൽ സയന്റിഫിക് നിയമം. ഓക്കെ,
ക്യൂൻ ഓഫ് വെസ്റ്റേൺ ഗാട്സ് ഊട്ടി. ഊട്ടി എന്ന് പറയുമ്പോൾ ക്യൂൻ ഓഫ് അല്ല, അറിയാൻ പറ്റില്ല. അത് ക്യൂൻ ഓഫ് നീലഗിരി ആണെന്ത് ഊട്ടി എന്നൊക്കെ പറയുന്നത് കേട്ടോ. ഓക്കെ, ഇനി ഇതിന്റെ ബാക്കിയുള്ള കാര്യം നോക്കാം. സദേൺ പാർട്ട് ഓഫ് വെസ്റ്റേൺ ഗാട്സ് ഈസ് സെപ്പറേറ്റഡ് ഫ്രം ദ മെയിൻ സഖ്യാദ്രി റേഞ്ച് ബൈ പാൽക്കാട്ട് പാസ്. അതായത് സദേൺ പാർട്ട്, ഏറ്റവും താഴെയുള്ള സദേൺ പാർട്ട് വെസ്റ്റേൺ ഗാട്സിൽ നിന്നും സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് സഖ്യാദ്രി സെപ്പറേറ്റ് ചെയ്യുന്ന പാസ് ഏതാണ്? ഒരു പ്രീവിയസ് ചോദ്യമാണ്. ഏതാണ് അത്? പാൽക്കാട്ട് പാസ് ആണെന്ന് നമ്മുടെ സദേൺ റീജിയനും ഇതാണ് സഖ്യാദ്രി ആയിട്ട് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ഈ റീജിയനിലെ ഏറ്റവും വലിയ പീക്ക്, ഹയസ്റ്റ് പീക്ക് ഏതാണ്? അത് ആനമുടി ആട്ടോ. ഹയസ്റ്റ് പീക്ക് ഇൻ ദിസ് റീജിയൻ ആണെന്ത്? ആനമുടി. ആനമുടിയാണെന്ത് ഹയസ്റ്റ് പീക്ക് ഇൻ ദിസ് റീജിയൻ എന്ന് പറയുന്നത്. അതുപോലെ നമ്മുടെ മൗണ്ട് എവറസ്റ്റ് ഓഫ് സദേൺ ഇന്ത്യ. ഓക്കെ, മൗണ്ട് എവറസ്റ്റ് ഓഫ് സദേൺ ഇന്ത്യ എന്ന് പറയുന്നത് ഏതാണ്? അത് നമ്മുടെ ആനമുടിയാണ്. ഓക്കെ, ആനമുടി ഈസ് ദ ഹയസ്റ്റ് പീക്ക് ഇൻ ഇന്ത്യ. അതുപോലെ മൗണ്ട് എവറസ്റ്റ് ഓഫ് സൗത്ത് ഇന്ത്യ എന്നൊക്കെ അറിയപ്പെടുന്നതും നമ്മുടെ ആനമുടിയാട്ടോ, ആനമുടി. ഓക്കെ, 2695 മീറ്റർ ആട്ടോ. 2695 മീറ്റർ എഴുതിയിട്ടില്ല, 2695 മീറ്റർ ആണത് നമ്മുടെ ആനമുടിയുടെ ഉയരം എന്ന് പറയുന്നത്. ഇനി ദ വെസ്റ്റേൺ ഗട്ട് ആൻഡ് ദ ഈസ്റ്റേൺ ഗട്ട് ജോയിൻ അറ്റ് നീലഗിരി അല്ലെ. വെസ്റ്റേൺ ഗാട്സ് നമ്മുടെ ഇന്ത്യയുടെ താഴെ ഇങ്ങനെ വരുന്നു, ഈസ്റ്റേൺ ഗാട്സ് ഇവിടെ ഇങ്ങനെ വരുന്നു. ഇത് രണ്ടും കൂടെ ഒരു മീറ്റിംഗ് പോയിന്റില് മീറ്റ് ചെയ്യും. ഓക്കെ, ആ മീറ്റിംഗ് പോയിന്റ് ആണ് നമ്മൾ നീലഗിരി എന്ന് പറയുന്നത് കേട്ടോ. നീലഗിരി. അപ്പൊ രണ്ടും മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആണത് നീലഗിരി എന്ന് പറയുന്നത്. ഇനി ഇവിടുത്തെ ഇവിടെ ഉണ്ടല്ലോ ആനമുടി, വെസ്റ്റേൺ ഗാട്സ് ഹയസ്റ്റ് പീക്ക്. ഓക്കെ, ഉണ്ട്, സെയിം ആണ്. 2695 ഇവിടെ കൊടുത്തിട്ടുണ്ടല്ലോ, 2695. ഇനി സെക്കൻഡ് ഹയസ്റ്റ് ഈ നമ്മുടെ ഈസ്റ്റേൺ ഗട്സിലെ വെസ്റ്റേൺ ഗട്സിലെ സെക്കൻഡ് ഹയസ്റ്റ് പീക്ക് ഏതാണ്? അത് ധോഡാബേട്ടയാണ്. ഓക്കെ, സെക്കൻഡ് ഹയസ്റ്റ് പീക്ക് അറിയപ്പെടുന്നത് ധോഡാബേട്ട. അതിന്റെ ഉയരമാണത് 2637 മീറ്റർ ആണത് നമ്മുടെ സെക്കൻഡ് ഹയസ്റ്റ് പീക്കായ ധോഡാബേട്ടയുടെ ഉയരം എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ രണ്ട് നോട്ട് ചെയ്യുക, ഹയസ്റ്റ് പീക്ക് നോട്ട് ചെയ്യുക. പക്ഷെ ഓൾമോസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ എല്ലാവർക്കും അറിയാവുന്ന ഒരു ടോപ്പിക് ആണത് ഈ ഹയസ്റ്റ് പീക്ക് ഏതാണെന്നുള്ളത്. പക്ഷെ സെക്കൻഡ് ഹയസ്റ്റ് പീക്ക് അധികം ആൾക്കാർക്ക് അറിയില്ല. അപ്പൊ സെക്കൻഡ് ഹയസ്റ്റ് പീക്ക് ഏതാണ്? അത് ധോഡാബേട്ടയാണ്. 2637 മീറ്റർ ആണത് അതിന്റെ ഉയരമെന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അടുത്ത് ഈ ഒരു വെസ്റ്റേൺ ഗാട്സിലെ കോസ്റ്റ്. ഓക്കെ, ഈ പേരുകൾ ഇടയ്ക്ക് ചോദിക്കാറുണ്ട്. അതായത് ഈ കോസ്റ്റുകളുടെ പേര് എന്ത് ടൈപ്പ് ആണെന്ന് ചോദിക്കും. ഓക്കെ, അത് നോട്ട് ചെയ്യുക. അതായത് കൊങ്കൺ കോസ്റ്റ്, ഇതുണ്ടോ കൊങ്കൺ കോസ്റ്റ്, മലബാർ കോസ്റ്റ്, കൊറാമണ്ടൽ കോസ്റ്റ്, പിന്നെ ഇങ്ങനെ വരും. അപ്പൊ ഇത് മൂന്നും എപ്പോഴും ചോദിക്കുന്നതാണ്. ഓക്കെ, കൊങ്കൺ കോസ്റ്റ് ഏതൊക്കെയാണ്? മഹാരാഷ്ട്ര കോസ്റ്റ് ആൻഡ് ഗോവ കോസ്റ്റ്. ഈ റീജിയൻ എന്ന് പറയുന്ന പേരാണ് കൊങ്കൺ കോസ്റ്റ്. എപ്പോഴും മാച്ച് ദ ഫോളോയിങ് ആയിട്ട് ചോദിക്കുന്നതാണ്. കൊങ്കൺ കോസ്റ്റ് ഏതൊക്കെ സ്റ്റേറ്റ്സിൽ തമ്മിൽ എന്താണ് ജോയിൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ സ്റ്റേറ്റ്സിനെ ബോർഡർ ഷെയർ ചെയ്യുന്നതിനാണ് കൊങ്കൺ കോസ്റ്റ് എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? അത് മഹാരാഷ്ട്രയും ഗോവയാണ്. ഇനി മലബാർ കോസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? മലബാർ കോസ്റ്റ് എന്ന് വെച്ചാൽ കേരള ആൻഡ് കർണാടക കോസ്റ്റ് ആണ് നമ്മൾ മലബാർ കോസ്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ ഈ കാണുന്ന കൊറാമണ്ടൽ കോസ്റ്റ് ഏതാണ്? കൊറാമണ്ടൽ കോസ്റ്റ് എന്ന് വെച്ചാൽ ആന്ധ്രാപ്രദേശും തമിഴ്നാടും കേട്ടോ. ആന്ധ്രാപ്രദേശും തമിഴ്നാടും. ഓക്കെ, ആന്ധ്രാപ്രദേശ് ആൻഡ് തമിഴ്നാട്. ആന്ധ്ര ആൻഡ് തമിഴ്നാടാണത് നമ്മുടെ കൊറാമണ്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് മൂന്നും നോട്ട് ചെയ്ത് വെക്കട്ടെ, എപ്പോഴും ചോദിക്കുന്നതാണ്. കൊങ്കൺ ഏതാണ്? മലബാർ ഏതാണ്? അതുപോലെ കൊറാമണ്ടൽ കോസ്റ്റ് ഏതാണ്? ഇറ്റ് പാസ് ത്രൂ 6 സ്റ്റേറ്റ്സ്: ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, കേരള ആൻഡ് തമിഴ്നാട്. ഓക്കെ, ഈ കാണുന്ന ഈ 6 ഏതൊക്കെയാണ്? അത് ഗുജറാത്ത്, മഹാരാഷ്ട്ര ഇവിടെ ഈ റീജിയൻ, പിന്നെ എന്താണ് ഗോവ, കർണാടക, ഈ കേരള ഈ റീജിയൻ, പിന്നെ തമിഴ്നാട്, ആന്ധ്രാപ്രദേശ് അടുത്ത റീജിയൻ. ഇതാണ് കോസ്റ്റുകളുടെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ. ഇത് എപ്പോഴും ചോദിക്കുന്നതാണ്. ഓക്കെ, ഫ്രീക്വന്റ് ആയിട്ട് ചോദിക്കുന്നതാണ്. ഇനി അടുത്താണ് ഇന്ത്യൻ ഡ്രെയിനേജ് സിസ്റ്റം. ഓക്കെ, അതായത് നമ്മുടെ ഇന്ത്യൻ റിവർ സിസ്റ്റം. ഓക്കെ, നമ്മുടെ ഇന്ത്യൻ ജോഗ്രഫി എടുക്കുകയാണെങ്കിൽ അതിനകത്ത് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു റീജിയൻ ആണ് നമ്മുടെ ഇന്ത്യൻ ഡ്രെയിനേജ് സിസ്റ്റം അല്ലെങ്കിൽ ഇന്ത്യൻ റിവർ സിസ്റ്റം എന്ന് പറയുന്നത് കേട്ടോ. അത് ഒത്തിരി ടൈപ്പ് ഓഫ് ചോദ്യങ്ങളുണ്ട്. ഇപ്പോൾ റിവർ എടുക്കുവാണെങ്കിൽ എവിടെ നിന്നാണ് അതിന്റെ ഉത്ഭവം, അതുപോലെ എത്ര കിലോമീറ്റർ ഉണ്ട്, ഏതൊക്കെ സിറ്റീസിന്റെ തീരത്തിലൂടെ പാസ് ചെയ്യുന്നുണ്ട്, എന്തൊക്കെയാണ് അതിന്റെ സ്പെഷ്യാലിറ്റീസ്, അതുപോലെ അതിന്റെ ട്രിബ്യൂട്ടറീസ് ഏതാണ്, അതിന്റെ ലെഫ്റ്റ് ബാങ്ക് ട്രിബ്യൂട്ടറി ഏതാണ്, റൈറ്റ് ബാങ്ക് ട്രിബ്യൂട്ടറി ഏതാണ്, ഏതൊക്കെ ഡാംസ് ഇതിന്റെ തീരത്ത് സിറ്റുവേറ്റ് ചെയ്യുന്നുണ്ട്. ഇങ്ങനത്തെ ഒരുപാട് ചോദ്യങ്ങൾ എന്താണ് ഓരോ റിവേഴ്സ് നമുക്ക് പഠിക്കാനുണ്ട്. പക്ഷേ ഈ ടോപ്പിക് വൺസ് നമ്മൾ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ചോദ്യത്തിന് ഉത്തരം നമുക്ക് എന്താണ് എപ്പോഴും എഴുതാൻ പറ്റും. അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് വളരെ ഡീപ്പായിട്ട് എന്താണ് ഈ ഇന്ത്യൻ ഡ്രെയിനേജ് അല്ലെങ്കിൽ ഇന്ത്യൻ റിവർ സിസ്റ്റം പഠിക്കുക. ഓക്കെ, ഫസ്റ്റ് നമുക്ക് എടുക്കാം. ഇന്ത്യൻ റിവർ സിസ്റ്റത്തിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, എന്തൊക്കെയാണ്? ഒന്ന് ഹിമാലയൻ റിവേഴ്സ്, അടുത്ത് പെനിൻസുലാർ റിവേഴ്സ്. ഓക്കെ, ഫസ്റ്റ് ഹിമാലയൻ റിവേഴ്സ്, അടുത്ത് പെനിൻസുലാർ റിവേഴ്സ്. എന്താണ് ഹിമാലയൻ റിവേഴ്സ് എന്ന് പറയുമ്പോൾ? ഹിമാലയൻ റിവേഴ്സ് ഇതൊക്കെ അതായത് ഈ റീജിയനിലെ നമ്മുടെ നോർത്തേൺ റീജിയനിൽ
എന്താണ് സിറ്റുവേറ്റ് ചെയ്യുന്നതാണ് നമ്മൾ ഹിമാലയൻ റീജിയൻ അല്ലെങ്കിൽ ഹിമാലയൻ റിവേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഏതൊക്കെയാണ് ഹിമാലയ പറയുമ്പോൾ എന്തായിരിക്കും? ഭയങ്കര ബിഗ് ആയിരിക്കും അല്ലെ. ഓൾറെഡി നമ്മൾ പറഞ്ഞു ഹിമാലയ എന്ന് പറയുമ്പോഴേക്കും ഭയങ്കര ബിഗ് ആയിരിക്കും. അപ്പൊ ബിഗ് എന്താണ് നമ്മുടെ 3 ഹിമാലയൻ റിവേഴ്സ് അറിയപ്പെടുന്നുണ്ട്. എന്തൊക്കെയാണ് ബിഗ് എന്ന് പറയുമ്പോൾ? ബി എന്ന് വെച്ചാൽ ബി ഫോർ ബ്രഹ്മപുത്ര, ഐ ഫോർ ഇൻഡസ് ആൻഡ് ജി ഫോർ ഗംഗ. അതാണ് നമ്മൾ ബിഗ് എന്ന് പറയുന്നത്. ബിഗ് റിവേഴ്സ്. ഓക്കെ, അങ്ങനെ വെച്ചാൽ മതി. ബ്രഹ്മപുത്ര, ഇൻഡസ് ആൻഡ് ഗംഗ, ഇതാണ് നമ്മുടെ 3 ബിഗ് റിവേഴ്സ്. നമുക്ക് ഇനി പഠിക്കാനുള്ളത് ഇതിന് 3നെ പറ്റിയാണ്. ഓക്കെ, ഈ 3 റിവേഴ്സ് നമുക്ക് ആദ്യം പഠിക്കാം. അതിനുശേഷം എന്താണ് നമുക്ക് പെനിൻസുലാർ റിവേഴ്സിലേക്ക് കടക്കാം. ഓക്കെ, ഫസ്റ്റ് നമുക്ക് നോക്കാം. ഫസ്റ്റ് ആണ് ബ്രഹ്മപുത്ര അല്ലെ. സോറി, ഫസ്റ്റ് നമുക്ക് ഇൻഡസ് റിവർ പഠിക്കാം. ഇൻഡസ് റിവർ. ഓക്കെ, എവിടെയാണ് ഒറിജിൻ? മാനസരോവർ ലേക്ക് നിയർ ടിബറ്റ്. എവിടെയാണ്? മാനസരോവർ ലേക്ക് നിയർ ടിബറ്റിലാണിത് ഈ ഇൻഡസ് റിവറിന്റെ ഒറിജിൻ എന്ന് പറയുന്നത്. ഇനി ഇതിനെ വിളിക്കുന്ന മറ്റൊരു പേരുണ്ട്. ഈ ഒറിജിൻ പറയുന്ന മറ്റൊരു പേരാണ് സിംഗി കമ്പം, മീനിങ് ലയൺസ് മൗത്ത് എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത് കേട്ടോ. ലയൺസ് മൗത്ത്. ഇത് നിങ്ങളുടെ ഓപ്ഷനിൽ ഈ ഇൻഡസ് റിവറിന്റെ ഒറിജിൻ മാനസരോവർ ലേക്ക് ഇല്ല എന്ന് വിചാരിക്കാം. മറ്റൊരു ഓപ്ഷൻ നോക്കി എന്താണ് അത്? അതാണ് ബൊക്കാർച്ചു ഗ്ലേസിയർ കേട്ടോ. ബൊക്കാർച്ചു ഗ്ലേസിയർ. ബൊക്കാർച്ചു ഗ്ലേസിയർ. ഓക്കെ, അപ്പൊ ഇതിന്റെ ഒറിജിൻ ചോദിച്ചു കഴിഞ്ഞാൽ 2 തരത്തിൽ എഴുതാം. ഫസ്റ്റ് വൺ എന്താണ്? ഫസ്റ്റ് വൺ ആണ് നിയർ മാനസരോവർ ലേക്ക് ടിബറ്റ് എന്ന് എഴുതാം, അല്ലെങ്കിൽ എന്താണ്, അല്ലെങ്കിൽ ബൊക്കാർച്ചു ഗ്ലേസിയർ. ഇനി ഇതിനെ അറിയപ്പെടുന്ന മറ്റൊരു പേര് വെച്ചാൽ അത് സിംഗി കമ്പം. ഓക്കെ, ടിബറ്റിലെ ഇതിനെ സിംഗി കമ്പം എന്നാണ് വിളിക്കുന്നത്. സിംഗി കമ്പത്തിന്റെ അർത്ഥം എന്ന് വെച്ചാൽ ലയൺസ് മൗത്ത് എന്നാണ് ഇതിന്റെ അർത്ഥം ഒന്നും നോട്ട് ചെയ്ത് വെക്കുക. ഇനി ഇതിന്റെ ടോട്ടൽ നീളം 2880 കിലോമീറ്റർ ആണ്. എത്രയാണ്? 2880 2880 കിലോമീറ്റർ ലോങ് ആണ് ഈ ഇൻഡസ് റിവർ എന്ന് പറയുന്നത് കേട്ടോ. ഇനി ഇതിനകത്ത് എത്ര കിലോമീറ്റർ ഇന്ത്യയിലൂടെ ഫ്ലോ ചെയ്യുന്നുണ്ട് നമ്മൾ അടുത്ത അല്ലെ. എത്ര എണ്ണം ഇന്ത്യയിലൂടെ ഫ്ലോ ചെയ്യുന്നുണ്ട്? 1114 കിലോമീറ്റർ ആണ് ഇന്ത്യയിലൂടെ ഇത് ഫ്ലോ ചെയ്യുന്നത് കേട്ടോ. 1114 1114 കിലോമീറ്റർ ഇന്ത്യയിലൂടെ ഫ്ലോ ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് എ വെസ്റ്റ് ഫ്ലോയിങ് റിവർ. അതിന് പ്രത്യേകത ഉണ്ട്. നമ്മൾ നേരത്തെ പഠിച്ചാല് ഇതൊരു വെസ്റ്റ് ഫ്ലോയിങ് റിവർ ആണ്. വെസ്റ്റ് ഫ്ലോയിങ് റിവർ. അതുപോലെ ഇൻഡസ് റിവർ എൻറ്റേഴ്സ് ഇന്ത്യ ത്രൂ ലഡാക്ക്. ഓക്കെ, ഡെംചോക്ക് എന്ന സ്ഥലമുണ്ട്. ഓക്കെ, ഈ ഡെംചോക്ക് എന്ന് പറയുന്ന സ്ഥലത്തൂടെയാണ് ഈ ഇൻഡസ് റിവർ ഇതിനകത്തേക്ക് എൻറ്റർ ചെയ്യുന്നത് കേട്ടോ. ഡെംചോക്ക്, ഇൻഡസ് ത്രൂ ഡെംചോക്ക്. ദെൻ ഇറ്റ് ഡിവിയേറ്റ്സ് ടുവേർഡ്സ് പാകിസ്ഥാൻ നിയർ നംഗപർവത്. നമ്മൾ നേരത്തെ ഹിമാലയാസിന്റെ റേഞ്ച് പഠിക്കുമ്പോൾ നമ്മൾ നംഗപർവത് മുതൽ നംച ബാർവ എന്നൊക്കെ പഠിച്ചാൽ മതി. അപ്പൊ ഈ നംഗപർവതത്തിന്റെ തൊട്ട് തീരത്തോടെ എന്താണ് ഇത് ഡീവിയേറ്റ് ചെയ്ത്, അതായത് നമ്മൾ ഇത് ടിബറ്റിൽ നിന്നൊക്കെ, അതായത് ടിബറ്റിൽ എന്താണ് ഇത് ഒറിജിൻ ചെയ്യും. എന്നിട്ട് ഇതിങ്ങനെ വന്നിട്ട് എന്താണ് ഇത് വന്നിട്ട് നമ്മുടെ ലഡാക്കിലൂടെ എന്താണ് ഇത് എൻറ്റർ ചെയ്യും. ലഡാക്കിൽ എൻറ്റർ ചെയ്തിട്ട് സംഭവിക്കും? ഇത് ലഡാക്കിൽ എൻട്രി ചെയ്യുന്ന സ്ഥലത്തിന്റെ പേരാണ് നമ്മൾ ഡെംചോക്ക് എന്ന് പറയും കേട്ടോ. പ്രീവിയസ് ചോദ്യമാണ് ചോദിച്ചിട്ടുണ്ട്. ഡെംചോക്ക് എന്താണ്? എന്ത് നമ്മുടെ പാകിസ്ഥാനിലേക്ക് ഇത് വീണ്ടും തിരിഞ്ഞു പോവാണ്. ഇനി എവിടെ വെച്ചാൽ തിരിഞ്ഞു പോകുന്നത്? ഈ തിരിഞ്ഞു പോകുന്ന സ്ഥലത്തിന്റെ പേരാണിത് നംഗപർവത്. അതായത് നംഗപർവതത്തിന്റെ തോട്ടിൽ കൂടെ എന്താണ് എത്തിയിട്ട് ഇത് പാകിസ്ഥാനിലേക്ക് നേരെ ഡീവിയേറ്റ് ചെയ്ത് എന്താണ് പാകിസ്ഥാനിലേക്ക് കയറുവാണ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ഇനി നോൺ ആസ് നാഷണൽ റിവർ ഓഫ് പാകിസ്ഥാൻ ആൻഡ് ലൈഫ് ലൈൻ ഓഫ് പാകിസ്ഥാൻ. കാരണം കൂടുതലും ഒഴുകുന്ന ഇത് കൂടെയാണ്. കൂടുതലും ഒഴുകുന്നത് പാകിസ്ഥാനിലൂടെയാണ് ഈ റിവർ കൂടുതലും ഒഴുകുന്നത്. അതുകൊണ്ട് ഇത് അറിയപ്പെടുന്നതാണ്, ഇത് അറിയപ്പെടുന്നത് നാഷണൽ റിവർ ഓഫ് പാകിസ്ഥാൻ അല്ലെങ്കിൽ ലൈഫ് ലൈൻ ഓഫ് പാകിസ്ഥാൻ ആണ് നമ്മൾ ഇതിനെ അറിയപ്പെടുന്നത് കേട്ടോ. ഇനി ദിസ് ഹിമാലയൻ റിവർ ഈസ് ദ ലോങ്സ്റ്റ് ആൻഡ് ഓൺലി റിവർ വിച്ച് ഫാൾസ് ഇൻ ടു അറേബ്യൻ സീ. ഓക്കെ, ഒരു പ്രത്യേകതയാണ്. നമ്മുടെ 3 റിവേഴ്സ് ഉണ്ട് അല്ലെ, ബിഗ് 3 റിവേഴ്സ് ഉണ്ട്. ഇതിനകത്ത് അറേബ്യൻ സീയിലേക്ക്, ഓക്കെ, അറേബ്യൻ സീയിലേക്ക് ഒഴുകുന്ന ഒരേ ഒരു റിവർ ആണെന്ത് നമ്മുടെ ഇൻഡസ് റിവർ എന്ന് പറയുന്നത് കേട്ടോ. ഇത് മാത്രം എന്താണ്? ഇത് മാത്രം ഒരു വെസ്റ്റ് ഫ്ലോയിങ് റിവർ ആണ്. ഈ കാണുന്ന രണ്ടും ഒരു ഈസ്റ്റ് ഫ്ലോയിങ് റിവർ ആട്ടോ. ഇത് രണ്ടും ഒരു ഈസ്റ്റ് ഫ്ലോയിങ് റിവർ ആണ്. ഇത് മാത്രം ഒരു വെസ്റ്റ് ഫ്ലോയിങ് റിവർ ആണ്. അതായത് ഇത് എന്താണ്? ഇത് അറേബ്യൻ സീയിൽ പതിക്കും. ഇത് രണ്ടും ബേ ഓഫ് ബംഗാളിലാണ് ഇത് പതിക്കുന്നത്. നോട്ട് ചെയ്ത് നോക്കുക കേട്ടോ. ഇനി നമ്മൾ പറഞ്ഞു നാഷണൽ റിവർ ഓഫ് പാകിസ്ഥാൻ അല്ലെങ്കിൽ ലൈഫ് ലൈൻ ഓഫ് പാകിസ്ഥാൻ. എന്താണ് നാഷണൽ റിവർ ഓഫ് പാകിസ്ഥാൻ അല്ലെങ്കിൽ ലൈഫ് ലൈൻ ഓഫ് പാകിസ്ഥാൻ? കാരണം അവിടെ നമ്മുടെ നാഷണൽ റിവർ ഏതാണ്? നമ്മുടെ നാഷണൽ റിവർ ഗംഗയാണ്. അതുപോലെ തന്നെ എന്താണ് അവർക്ക് ഇമ്പോർട്ടന്റ് ആണെന്ത്? അവർക്ക് നാഷണൽ റിവർ ഓഫ് പാകിസ്ഥാൻ എന്ന് അറിയപ്പെടുന്നത് ഇൻഡസ് ആണ്. ഇനി ട്രിബ്യൂട്ടറീസ് ഓഫ് ഇൻഡസ് ഇൻ ജമ്മു ആൻഡ് കാശ്മീർ. ജമ്മു ആൻഡ് കാശ്മീരിൽ ഇതിനുള്ള ട്രിബ്യൂട്ടറീസ് പേരാണ് ഖാർതംഗ്, സാൻസ്കർ, ഡ്രാസ്, ഷോക്ക്. നമ്മൾ നേരത്തെ പഠിച്ച ഷോക്ക് റിവർ അല്ലെ. ഷോക്ക് റിവർ ഫ്ലോസ് ബിറ്റ്വീൻ ഏതൊക്കെ റേഞ്ചസ് ആണ് നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു. ഷോക്ക്, നുബ്ര ആൻഡ് ഷിഖാർ. നുബ്ര ആൻഡ് ഷിഖാർ. ഇനി നമുക്കൊരു ഇൻഡസ് വാട്ടർ ട്രീറ്റി ഉണ്ട്. ഓക്കെ, അതിന് ഞാൻ പറയാം. അതായത് ഈ ഇൻഡസിന് ഇനിയും എന്താണ് നമുക്ക് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള
5 എന്താണ് ട്രിബ്യൂട്ടറീസ് ഉണ്ട്. അപ്പൊ അതിന്റെ ഒറിജിനും എവിടെയാണ് എന്താണ് അതിന്റെ പ്രത്യേകത നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഏതൊക്കെയാണ് ട്രിബ്യൂട്ടറീസ് നോക്കാം. ഫസ്റ്റ് വൺ ആണ് ജേലം. ഓക്കെ, ജേലം ഇതിന്റെ മറ്റൊരു പേരാണ് വിദാസ്ത. ഋഗ്വേദിക് നെയിം എന്ന് പറയും കേട്ടോ. ഋഗ്വേദിക് നെയിം ഋഗ്വേദിക് നെയിം ആണ് കേട്ടോ. ഋഗ്വേദിക് നെയിം. ഓക്കെ, ജേലത്തിന്റെ ഋഗ്വേദിക് നെയിം ആണിത് വിദാസ്ത എന്ന് പറയുന്നത്. വിദാസ്ത എവിടെയാണ് ഈ ജേലത്തിന്റെ ഒറിജിൻ? വെരിനാഗ് സ്പ്രിംഗ്. എവിടെയാണ്? വെരിനാഗ് സ്പ്രിംഗിലാണിത് ഈ ജേലത്തിന്റെ ഒറിജിൻ എന്ന് പറയുന്നത്. ഇനി ബൂളാർ ലേക്ക് ഗെറ്റ്സ് ഇറ്റ്സ് വാട്ടർ ഫ്രം ജേലാട്ടോ. ബൂളാർ ലേക്ക് ഒരാളത്തെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ബൂളാർ ലേക്കിലേക്ക് എവിടെ നിന്നാണ് വാട്ടർ ലഭിക്കുന്നത്? എവിടുന്നാണ്? അത് ജേലത്തിൽ നിന്നാണ് ഇത് വാട്ടർ ലഭിക്കുന്നത് കേട്ടോ. വാട്ടർ. അടുത്താണ് ചെനാബ്. അതിന്റെ ഋഗ്വേദിക് നെയിമാണിത് ആസ്കിനി എന്ന് പറയും. ചെനാബിന്റെ ഋഗ്വേദിക് നെയിമാണിത് ആസ്കിനി. ഓക്കെ, ആസ്കിനി എന്താണ്? ഒറിജിൻ എവിടെയാണ്? ഒറിജിൻ ആണ് ബാര ലജാല പാസ്. ഓക്കെ, എവിടെയാണ്? ബാര ലജാല പാസിലാണിത് ഇതിന്റെ ഒറിജിൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഭാഗ ആൻഡ് ചന്ദ്ര എന്ന് പറയാറുണ്ട് കേട്ടോ. ഭാഗ ആൻഡ് ചന്ദ്ര ആണ് ഇതിന്റെ ഒറിജിൻ എന്ന് പറയാറുണ്ട്. ഇതിന്റെ പ്രത്യേകത എന്താണ്? ചെനാബ് ആണെന്ത് ലാർജസ്റ്റ് ട്രിബ്യൂട്ടറി. എന്താണ് ലാർജസ്റ്റ് ട്രിബ്യൂട്ടറി ഏതാന്ന് വെച്ചാൽ അത് ചെനാബ് ആണ്. ഇനി അടുത്ത് രവി. ഓക്കെ, അല്ലെങ്കിൽ മറ്റൊരു പേരാണെന്ത് പരുഷ്ണി. ഋഗ്വേദ നെയിംസ് ഒക്കെ എപ്പോഴും ചോദിക്കുന്ന കേട്ടോ. എപ്പോഴും ചോദിക്കുന്നതാണ്. പരുഷ്ണി എന്നറിയപ്പെടുന്ന റിവർ അല്ലെങ്കിൽ നദി ഏതാണ്? അത് രവി റിവർ ആട്ടോ. രവി റിവർ. ഒറിജിൻ എവിടെയാണ്? ഒറിജിൻ ആണ് റോക്താൻ പാസ്. ഓക്കെ, ഒറിജിൻ ആണ് റോക്താൻ പാസ് എന്നറിയപ്പെടും. അടുത്ത് ബിയാസ് അല്ലെങ്കിൽ വിഭാസ. എന്താണ് ബിയാസ് അല്ലെങ്കിൽ വിഭാസ? എന്താണ് ഒറിജിൻ എവിടെയാണ്? അതും റോക്താങ് പാസ് തന്നെയാണ്. only tributary of Indus that does not pass or enter പാകിസ്ഥാൻ. ഓക്കെ, പാകിസ്ഥാനിലേക്ക് എൻട്രി ചെയ്യാത്ത ഒരു only tributary എന്ന് വെച്ചാൽ അത് നമ്മുടെ ബിയാസ് ആണ്. ബിയാസ് റിവർ. ഓക്കെ, ബിയാസ് റിവർ. അടുത്ത് സത്ലജ്. സുദുത്രി എന്ന് പറയും. ഒറിജിൻ എവിടെയാണ്? രാഗാസ് ലേക്കിലാണിത് ഇതിന്റെ ഒറിജിൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ലേക്ക് മാനസർ. രണ്ട് ഓപ്ഷൻ തരും. ഓക്കെ, ഒന്നെങ്കിൽ രാഗാസ് ലേക്ക് അല്ലെങ്കിൽ എന്താണ് ഓപ്ഷനിൽ ലേക്ക് മാനസരോവർ എന്ന് കാണാറുണ്ട്. ഇനി ഇറ്റ് enters India through ഷിപ്കില പാസ്. വീണ്ടും ഒരു പ്രീവിയസ് ചോദ്യമാണ്. ഈ സത്ലജ് ഇന്ത്യയിലേക്ക് എൻ്റർ ചെയ്യുന്നത് ഏത് പാസ് വഴിയാണെന്ന് വെച്ചാൽ അത് ഷിപ്കില പാസ് വഴിയാണ്. ഇനി ഈ കാണുന്ന 5 നദികളും ഈ കാണുന്ന 5 നദികളും മീറ്റ് ചെയ്യുന്ന ഒരു മീറ്റിംഗ് പോയിന്റ് ഉണ്ട്. ഓക്കെ, അതായത് ഇൻഡസ് റിവർ ഇങ്ങനെ ഒഴുകി ഇങ്ങോട്ട് വരുന്നു. ജേലം റിവർ എന്താണ് ഇവിടുന്ന് ഒറിജിനേറ്റ് ചെയ്തിട്ട് ജേലം റിവർ ഇവിടെ ഒറിജിനേറ്റ് ചെയ്തിട്ട് എന്താണ് ഇവിടെ മീറ്റ് ചെയ്യുന്നു. പിന്നെ എന്താണ് ചെനാബ് റിവർ ഇതിനെ കണക്ട് ചെയ്യുന്നു. വീണ്ടും അടുത്ത് രവി റിവർ ഇവിടെ കണക്ട് ചെയ്യുന്നു. ബിയാസ് സത്ലജ് എന്താണ് ഇവിടെ കണക്ട് ചെയ്യുന്നു. ഇതെല്ലാം കൂടെ മീറ്റ് ചെയ്യുന്ന ഒരു മീറ്റിംഗ് പോയിന്റ് ഉണ്ട്. ഓക്കെ, ആ മീറ്റിംഗ് പോയിന്റിന് പറയുന്ന പേരെന്താണ് ചോദിക്കാറുണ്ട്. ആ മീറ്റിംഗ് പോയിന്റ് പറയാറാണ് പഞ്ച്നദ്. 5 നദികൾ അല്ലെ. പഞ്ച്നദ് എന്ന് വെച്ചാൽ 5 നദികള്. പഞ്ച്നദ് മീറ്റ് ഇന്റർസെക്ട് മിഥാൻകോട്ട് പാകിസ്ഥാൻ. ഓക്കെ, പാകിസ്ഥാനിലെ മിഥാൻകോട്ടിലാണ് ഈ ഒരു 5 നദികളും മീറ്റ് ചെയ്യുന്നതെന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് എന്താണ് ഇൻഡസ് വാട്ടർ ട്രീറ്റി എന്ന് പഠിക്കാം. എന്താണ് ഇൻഡസ് വാട്ടർ ട്രീറ്റി? എന്താണ് ഇൻഡസ് വാട്ടർ ട്രീറ്റി? അതായത് 1960 സെപ്റ്റംബർ 19 ഓക്കെ സൈൻ ചെയ്ത ഒരു ട്രീറ്റി ആണത് ഇൻഡസ് വാട്ടർ ട്രീറ്റി എന്ന് പറയുന്നത്. അതായത് ഇൻഡസ്, ജേലം, ഓക്കെ, ചെനാബ്, രവി, ബിയാസ്, സത്ലജ് ഈ 6 നദികളുണ്ട് അല്ലെ. ഈ 6 നദികളിൽ ഏതൊക്കെ നദികളുടെ സോഴ്സ് പാകിസ്ഥാൻ യൂസ് ചെയ്യാം, ഏതൊക്കെ നദികളുടെ സോഴ്സ് ഇന്ത്യക്ക് യൂസ് ചെയ്യാം എന്ന് പറയുന്ന ട്രീറ്റി ആണെന്ത് ഇൻഡസ് വാട്ടർ ട്രീറ്റി എന്ന് പറയുന്നത്. ഇത് പ്രകാരം നെഹ്റു ആൻഡ് അയ്യൂബ് ഖാൻ നടന്ന സമയത്ത് പ്രൈം മിനിസ്റ്റേഴ്സ് അറിയപ്പെടുന്നത്. അപ്പോൾ ചോദിക്കാറുണ്ട് 1960 ഈ ഇൻഡസ് വാട്ടർ ട്രീറ്റി സൈൻ ചെയ്യുമ്പോൾ ആരൊക്കെയായിരുന്നു ഇതിന്റെ പ്രൈം മിനിസ്റ്റേഴ്സ്? അത് നെഹ്റു ആൻഡ് അയ്യൂബ് ഖാൻ ആണ്. ഇത് എവിടെ വെച്ചാണ് സൈൻ ചെയ്തത്? കറാച്ചിയിലാണിത് ഇത് സൈൻ ചെയ്തത് കേട്ടോ. കറാച്ചിയിലാണിത് ഇത് സൈൻ ചെയ്തത്. ഇത് പ്രകാരം ആദ്യത്തെ 3 റിവേഴ്സ്, അതായത് ആ ഓർഡറിൽ നമ്മൾ എഴുതുമ്പം ആദ്യത്തെ 3 അതായത് ഇൻഡസ്, ജേലം, ചെനാബ് ഈ 3 റിവേഴ്സിന്റെയും സോഴ്സ് എടുക്കാനുള്ള ആർക്കാണ് അവകാശം? അത് പാകിസ്ഥാനാണ്. അതുപോലെ അടുത്ത രവി, ബിയാസ്, സത്ലജ് ഇത് 3ന്റെയും സോഴ്സ് എടുക്കാനുള്ള അവകാശം നമ്മുടെ ഇന്ത്യക്കാണ് കൊടുത്തിട്ടുള്ളത്. ഈ വർഷം പ്രത്യേകം നോട്ട് ചെയ്യുക. അതുപോലെ ഈ സമയത്ത് ആരൊക്കെയായിരുന്നു പ്രൈം മിനിസ്റ്റേഴ്സ് എന്നും കൃത്യമായിട്ട് നോട്ട് ചെയ്ത. ഇത് എപ്പോഴും ചോദിക്കാറുണ്ട് കേട്ടോ. ഇൻഡസ് വാട്ടർ ട്രീറ്റി അതുപോലെ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നോട്ട് ചെയ്യുക. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, ക്ലിയർ ആണോ? ഡൗട്ട്സ് ഉണ്ടോ? ക്ലിയർ ആണോ?
റെസ്പോണ്ട് ചെയ്തേ, റെസ്പോണ്ട് ചെയ്തേ. യെസ്, ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് സെക്ഷൻ വൈൻഡ് അപ്പ് ചെയ്താലോ? ബാക്കി നെക്സ്റ്റ് ഗംഗാ റിവർ നമുക്ക് നെക്സ്റ്റ് സെക്ഷനിൽ എടുക്കാം. ഓക്കെ ആണോ? ബാക്കി നെക്സ്റ്റ് സെക്ഷനിൽ എടുക്കാം. ഓക്കെ 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 ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പോൾ ഇതുവരെ പഠിപ്പിച്ചത് നോക്കിയിട്ട് വരാം കേട്ടോ. ഇതുവരെ പഠിപ്പിച്ചത് കൃത്യമായിട്ട് പഠിച്ചിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ വരിക. ഓക്കെ ഓക്കെ, താങ്ക് യു ഓൾ. ശരി.